Yeah. So topic is general pharmacology. Right. അപ്പോൾ ഇവിടുന്ന് ചോദ്യങ്ങൾ വരാറുണ്ട്. So first one is different types of drugs. Okay, so we have first one is orphan drugs. In the orphan drugs എന്ന് പറഞ്ഞാൽ ചില റെയർ ആയിട്ടുള്ള ഡിസീസസിന് എന്താണ് മാനുഫാക്ചറിങ് കമ്പനീസ് എന്ത് ചെയ്യില്ല, ഡ്രഗ് മാനുഫാക്ചർ ചെയ്യില്ല. കാരണം എന്താ, ഡിസീസ് എന്താണ്, റെയർ ആണ് അല്ലേ. അപ്പൊ അങ്ങനത്തെ ഒരു ഡിസീസിന് വേണ്ടിയിട്ട് ഡ്രഗ് മാനുഫാക്ചർ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് അത് എന്തായിരിക്കില്ല, എക്കണോമിക്കലി പ്രോഫിറ്റബിൾ ആയിരിക്കില്ല. ഓക്കെ, അത് നമ്മൾ ഓർഫൻ ഡ്രഗ്സ് എന്ന് വിളിക്കുക. അപ്പോൾ റെയർ ആയിട്ടുള്ള ഡിസീസിന് വേണ്ടിയിട്ടുള്ള ഡ്രഗ്സ് ആണ് എന്ത്, ഓർഫൻ ഡ്രഗ്സ്. ഓക്കെ, അപ്പോൾ ഫാർമസ്യൂട്ടിക്കൽ കമ്പനീസ് എന്ത് ചെയ്യും, നമ്മുടെ ഗവൺമെന്റ്സ് ഒക്കെ അവർക്ക് എന്ത് ചെയ്യും, ഫിനാൻസ് കൊടുക്കും. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യും, അവരെ കൊണ്ട് ഓർഫൻ ഡ്രഗ്സ് ഉണ്ടാക്കിക്കുകയും ചെയ്യാം. ഓക്കെ, സോ വാട്ട് ഈസ് ഓർഫൻ ഡ്രഗ്സ്? ഓർഫൻ ഡ്രഗ്സ് ആർ ഡ്രഗ്സ് ദാറ്റ് ട്രീറ്റ് റെയർ ഡിസീസ്. റെയർ ഡിസീസ് ട്രീറ്റ് ചെയ്യണ ഡ്രഗ്സിനെ പറയുന്ന പേരാണ് എന്ത്, ഓർഫൻ ഡ്രഗ്സ്. ഓക്കെ, അപ്പോൾ ഓർഫൻ ഡ്രഗ്സ് മെജോറിറ്റി പോപ്പുലേഷന്റെ നീഡിനെല്ലാം മീറ്റ് ചെയ്യുക. സ്പെസിഫിക് വളരെ ചെറിയ പോപ്പുലേഷന്റെ നീഡിനെയാണ് എന്ത് ചെയ്യുക, മീറ്റ് ചെയ്യുക. റൈറ്റ്. സോ എക്സാമ്പിൾസ് ആർ സോഡിയം നൈട്രേറ്റ്, ഫോമിപ്പിസോൾ, ലിപ്പോസോമൽ ആംഫോടെറിസിൻ, വി ഒക്കെയാണ് എന്ത്, ഓർഫൻ ഡ്രഗ്സിന്റെ എക്സാമ്പിൾ ആയിട്ട് വരുന്നത്. റൈറ്റ്, ക്ലിയർ ആണോ? ഓർഫൻ ഡ്രഗ്സ് എന്താ, ഇമ്പോർട്ടൻ്റ് ആണ്, ചോദ്യം വന്നിട്ടുണ്ട്. റൈറ്റ്, വാട്ട് ഈസ് ഓർഫൻ ഡ്രഗ്സ്? ഓർഫൻ ഡ്രഗ്സ് ആർ ഡ്രഗ്സ് ദാറ്റ് ട്രീറ്റ് വാട്ട് ടൈപ്പ് ഓഫ് ഡിസീസ്? റെയർ ആണോ കോമൺ ഡിസീസ് ആണോ? Right, rare disease. Okay, right. Next is orphan receptors. എന്താ ഓർഫൻ റിസെപ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ, നമ്മുടെ ബോഡിയിൽ കുറേ റിസെപ്റ്റേഴ്സ് ഉണ്ട്. അതിൽ പോയി ചില ലിഗാൻസ് ബൈൻഡ് ചെയ്യും, ആക്ഷനൊക്കെ പ്രൊഡ്യൂസ് ചെയ്യും. ഫോർ എക്സാമ്പിൾ ആൽഫ റിസെപ്റ്റേഴ്സിൽ പോയിട്ട് ഇപ്പോൾ നമ്മുടെ എഡിനാലിൻ പോയി ബൈൻഡ് ചെയ്യും അല്ലേ, എന്നിട്ട് എന്ത് ചെയ്യും, ആക്ഷൻ പ്രൊഡ്യൂസ് ചെയ്യും. നമുക്ക് അറിയണ കാര്യമാണ്. ചില റിസെപ്റ്റേഴ്സ് ഉണ്ട് ബോഡിയിൽ, അവർക്കുള്ള ലിഗാൻ ഇതുവരെ നമ്മൾ കണ്ടുപിടിച്ചിട്ടില്ല. ഓക്കെ, ലിഗാൻഡ് ഇസ് അൺനോൺ. പറഞ്ഞാൽ അവിടെ പോയി എന്താണോ ബൈൻഡ് ചെയ്യുക, എന്താണ് എന്നിട്ട് എങ്ങനെയാണ് ആക്ഷൻ പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്നും നമുക്ക് അറിയില്ല. ഓക്കെ, നമുക്കറിയാത്താണ് ഉണ്ടാവാം. റൈറ്റ്, അപ്പൊ അതിനെ നമ്മൾ എന്ത് വിളിക്കും, വി കോൾ ഇറ്റ് ഓർഫൻ റിസെപ്റ്റേഴ്സ്. റൈറ്റ്, സോ വാട്ട് ആർ ഓർഫൻ റിസെപ്റ്റേഴ്സ്? റിസെപ്റ്റേഴ്സിന്റെ ലിഗാൻഡ് നമുക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ, ഇവിടെ പോയി എന്താണോ ബൈൻഡ് ചെയ്യാന്ന് അറിയില്ല എന്നുണ്ടെങ്കിൽ, വി കോൾ ഇറ്റ് വാട്ട്, ഓർഫൻ റിസെപ്റ്റേഴ്സ്. ഓക്കെ, ഇനി പിന്നെ കുറെ കഴിഞ്ഞിട്ട് കണ്ടുപിടിച്ചു എന്ന് വെക്കാം, ഓർഫൻ റിസെപ്റ്റേഴ്സിൽ പോയി ബൈൻഡ് ചെയ്യുന്ന ലിഗാൻഡിനെ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ഓർഫൻ റിസെപ്റ്റേഴ്സ് നമ്മൾ അഡോപ്റ്റഡ് റിസെപ്റ്റേഴ്സ് എന്ന് വിളിക്കും. എന്ത് വിളിക്കും? Adopted. Okay, they are called then adopted receptors. Okay, so orphan drugs that treat rare disease, orphan receptors, ligand നമുക്ക് അറിയില്ല അല്ലേ, endogenous or natural ligand is unknown. Okay, right. പിന്നെ വരുന്ന ടോപ്പിക്കാണ് ഇത് എസെൻഷ്യൽ മെഡിസിൻസ്. ഇപ്പോൾ WHO എന്ത് ചെയ്യാറുണ്ട്, എസെൻഷ്യൽ മെഡിസിൻ്റെ ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യാറുണ്ട്. എസെൻഷ്യൽ മെഡിസിൻസ് എങ്ങനെയാന്ന് വെച്ചാൽ ഒരു നാട്ടില് അവരുടെ കണ്ടീഷൻ അനുസരിച്ച് അല്ലെ, ഇപ്പൊ ഇന്ത്യയിൽ ചിലപ്പോൾ സ്നേക്ക് ബൈറ്റ് ഒക്കെ കൂടിയ ഏരിയ ആണെന്ന് വെക്കാം, ഇപ്പൊ അവിടെ അല്ലെങ്കിൽ ഇതിനൊരു ഡിസീസ് കൂടുതലാണെന്ന് വെക്കാം. ഓക്കെ, അതിനനുസരിച്ച് എന്ത് ചെയ്യും, ജസ്റ്റ് അനുസരിച്ച് എന്ത് ചെയ്യും, ആ നാട്ടിന്റെ വേണ്ട മെഡിസിൻസിന്റെ ലിസ്റ്റ് എന്തായിരിക്കും, വേറെ ആയിരിക്കും. അപ്പൊ ഓരോ കൺട്രിക്കും എന്തുണ്ടാവും, അതിൻ്റെതായ എസെൻഷ്യൽ മെഡിസിൻ ലിസ്റ്റ് ഉണ്ടാവും. ഓക്കെ, അപ്പൊ അങ്ങനത്തെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ ഇന്ത്യയിലും എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് എന്തുണ്ട്, ഒരു എസെൻഷ്യൽ മെഡിസിൻ ലിസ്റ്റ് ഉണ്ട്. ഓക്കെ, ആ ലിസ്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അതെന്തായിരിക്കണം, ഗവൺമെന്റ് എപ്പോഴും എന്ത് ചെയ്യണം, ചെറിയ പ്രൈസിൽ തന്നെ എല്ലാ തരം സൊസൈറ്റിയിലുള്ള എല്ലാ ആൾക്കാർക്കും അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ കൊടുക്കണം. അത് എല്ലാ സമയത്തും എന്തായിരിക്കണം, അവൈലബിൾ ആയിരിക്കണം. ഓക്കെ, അതിന്റെ അപ്രോപ്രിയേറ്റ് ഡോസേജ് ഫോം, ഇപ്പോൾ കുട്ടികൾക്ക് വേണ്ട ഡോസേജ് ഫോം ആണെങ്കിൽ അത്, അല്ലെങ്കിൽ വലിയവർക്ക് വേണ്ട അഡൾട്ട് ഡോസേജ് ഫോം ഒക്കെ എന്തായിരിക്കണം, അവൈലബിൾ ആയിരിക്കണം. അഷ്യോർഡ് ക്വാളിറ്റി ആയിരിക്കും. മെയിൻ കാര്യം എന്താ, ഇൻഡിവിജ്വൽസിന് അത് എന്തായിരിക്കണം, അഫോർഡബിൾ ആയിരിക്കണം അല്ലേ. എന്നാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, നമുക്ക് അത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. റൈറ്റ്, അപ്പോൾ എസെൻഷ്യൽ മെഡിസിൻ ലിസ്റ്റ് എന്താണ്, നമുക്ക് നമ്മുടെ ഹെൽത്ത് കെയർ നീഡ്സ് ആണ്, മെജോറിറ്റി ഓഫ് ദ പോപ്പുലേഷന്റെ ഹെൽത്ത് കെയർ നീഡ്സിന് സാറ്റിസ്ഫൈ ചെയ്യുന്ന ഡ്രഗ്സ് ആണ് ഇത്, എസെൻഷ്യൽ മെഡിസിൻസ്. അത് എല്ലാ സമയത്തും അവൈലബിൾ ആയിരിക്കണം അല്ലെ, അപ്രോപ്രിയേറ്റ് ഡോസേജ് ഫോമിൽ ഉണ്ടാവണം. പേഷ്യൻസിന് എന്തായിരിക്കണം, അത് അഫോർഡബിൾ ആയിരിക്കണം അല്ലെ, അതിന് ക്വാളിറ്റി എന്തായിരിക്കണം, കറക്റ്റ് അല്ലെ, ഷോർട്ട് ക്വാളിറ്റിയും ആയിരിക്കണം. അതാണ് എന്ത്, എസെൻഷ്യൽ മെഡിസിൻസ്. ഇപ്പോൾ പാരസെറ്റമോൾ ഒക്കെ ആക്കിയിട്ട്, പാരസെറ്റമോൾ മോക്സിലിൻ ഒക്കെ ഇല്ലേ, നമ്മുടെ ബേസിക് മെഡിസിൻസ്, അതൊക്കെ വരുന്നത് എന്തിലാ, എസെൻഷ്യൽ മെഡിസിൻസിലാണ്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യാം, എന്താന്ന് മനസ്സിലാക്കി വെക്കാം. ഓക്കെ, ദെൻ യു ഹാവ് പ്രിസ്ക്രിപ്ഷണൽ ഡ്രഗ്സ്. പ്രിസ്ക്രിപ്ഷൻ ഡ്രഗ്സ് എന്ന് പറഞ്ഞാൽ എന്താ, വിത്തൗട്ട് പ്രിസ്ക്രിപ്ഷൻ കിട്ടാൻ ബുദ്ധിമുട്ടാണ് അല്ലേ. ഇഫ് യു ഗോ ടു ദി ഫാർമസി വിത്തൗട്ട് പ്രിസ്ക്രിപ്ഷൻ യു വിൽ നോട്ട് ഗെറ്റ് ദാറ്റ് ഡ്രഗ്. അതാണ് എന്ത്, പ്രിസ്ക്രിപ്ഷണൽ ഡ്രഗ്സ്. ഓക്കെ, പ്രിസ്ക്രിപ്ഷണൽ ഡ്രഗ്സ്. അപ്പോൾ പ്രിസ്ക്രിപ്ഷണൽ ഡ്രഗ്സിൽ വരുന്നത് തന്നെയാണ് എന്ത്, നാർക്കോട്ടിക് ഡ്രഗ്സ്, അതേപോലെ തന്നെ കൺട്രോൾ ഡ്രഗ്സ് ആയ ഇത് ഡയസെപ്പാം അല്ലേ, അതേപോലെ തന്നെ
എന്ത് ആന്റിബയോട്ടിക്സ് ഒക്കെ എന്തിൽ വരുന്നതാണ് ശരിക്കും പ്രിസ്ക്രിപ്ഷൻ ഡ്രഗ്സിൽ തന്നെ വരിക ചെയ്യുക അല്ലെ. വിത്തൗട്ട് പ്രിസ്ക്രിപ്ഷൻ യു വോണ്ട് ഗെറ്റ് ഇറ്റ്. പിന്നെ വരുന്ന 3 ടൈപ്പ് ഓഫ് ഡ്രഗ്സ് ആണ് ഇതൊക്കെ, സ്പൂരിയസ്, മിസ് ബ്രാൻഡഡ് ആൻഡ് അഡൾട്ടേഡ് ഡ്രഗ്സ്. ഓക്കെ, ഈ 3 ഡ്രഗും എന്ത് ചെയ്യാൻ പറ്റില്ല, യു ഷുഡ് നോട്ട് ഡിസ്പെൻസ് ഇറ്റ് അല്ലെ. ഇങ്ങനത്തെ ഡ്രഗ്സ് ഒന്നും ഒന്നിൽ എന്താണ് ഒരു നാട്ടിൽ നിന്ന് വേറെ നാട്ടിലേക്ക് ഇമ്പോർട്ടും ചെയ്യാൻ പാടില്ല, അതേപോലെ തന്നെ സെല്ലും ചെയ്യാൻ പാടില്ല, റൈറ്റ്. അപ്പോൾ ക്വസ്റ്റ്യൻ വരുന്നത് വന്ന ഏരിയ ഏതാ, ഓർഫൻ ഡ്രഗ്സ് എന്താന്ന് ചോദിച്ചിട്ടുണ്ട്, റൈറ്റ്. ഓർഫൻ ഡ്രഗ്സ് എന്തായിരുന്നു, വാട്ട് ഈസ് ഓർഫൻ ഡ്രഗ്സ്? ഡ്രഗ്സ് ദാറ്റ് ട്രീറ്റ് റെയർ ഡിസീസസ്. ഓക്കെ, ഡ്രഗ്സ് ദാറ്റ് ട്രീറ്റ് റെയർ ഡിസീസ്. നിങ്ങളുടെ സ്മോൾ പോപ്പുലേഷൻ അല്ലേ, സ്മോൾ പോപ്പുലേഷൻ നീഡിനെയാണ് മീറ്റ് ചെയ്യുക. അതുകൊണ്ട് ഫാർമസ്യൂട്ടിക്കൽ കമ്പനീസ് അത് എന്ത് ചെയ്യില്ല, പ്രൊഡ്യൂസ് ചെയ്യില്ല, ബിക്കോസ് ഇറ്റ് ഈസ് നോട്ട് പ്രോഫിറ്റബിൾ. അപ്പോൾ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, ഗവൺമെന്റ് ഇൻസെന്റിവ്സ് പലപ്പോഴും കൊടുക്കാറുണ്ട്. ഓക്കെ, റൈറ്റ്. Okay, so which statement accurately defines orphan drug? That's one question. Which statement accurately defines orphan drugs? Orphan drugs are developed exclusively for common diseases worldwide. They are drugs used only for cosmetic purposes. Orphan drugs are used for rare disease or conditions with little commercial viability. Government discourage the development of orphan drugs by imposing high taxes. Answer is? Yes, it is C. Tamilar Su. Yeah, it is. Orphan drugs are used for rare disease. No. And conditions with little commercial viability. Right. So answer is C. Nusrin. Yes. Darshina. Okay. Right. Okay. Next is rational drug use. In the rational drug use, ഒരു പേഷ്യൻറ്റിന് ഇപ്പോൾ ഡിസീസ് ഉണ്ടെങ്കിൽ അല്ലെ, ആ ഡിസീസ് എന്തിനും ഐഡന്റിഫൈ ചെയ്യണം. എന്നിട്ട് ആ റൈറ്റ് പേഷ്യന്റിന് റൈറ്റ് ഡ്രഗ് റൈറ്റ് ഡോസിൽ അല്ലെ റൈറ്റ് ഡ്യൂറേഷന് കൊടുക്കാനാണ് എന്താ പറയാ, റാഷണൽ ഡ്രഗ് യൂസ് എന്ന് പറയാം അല്ലെ. ഒരു പേഷ്യന്റ് നമ്മൾ എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്തു, അവരുടെ അലർജീസും അയാൾക്കുള്ള രോഗവും അല്ലെ എല്ലാ കോൺട്രാ ഇൻഡിക്കേഷൻസും ഒക്കെ എല്ലാം കറക്റ്റായി നോക്കിയിട്ട് അയാൾക്ക് വേണ്ട റൈറ്റ് ഡ്രഗ്, ഏത് ഡ്രഗാണോ വേണ്ടത് ആ ഡ്രഗ് റൈറ്റ് ഡോസിൽ വേണ്ടത്ര നേരത്തേക്ക് കൊടുക്കണതാണ് എന്ത്, റാഷണൽ ഡ്രഗ് യൂസ് എന്ന് പറയുന്നത് അല്ലെ. ഡ്രഗ് മാറിപ്പോയാൽ പ്രശ്നമാണ് അല്ലെ. ആവശ്യമായിട്ടുള്ള ഡ്രഗ് വെറുതെ എഴുതാൻ പാടുമോ? വൈറൽ ഡിസീസ് ഉള്ള പേഷ്യന്റിന് ആന്റിബയോട്ടിക്സ് എഴുതിയാൽ അത് റാഷണൽ ഡ്രഗ് യൂസ് ആണോ? അല്ല അല്ലെ. ഡോസ് കൂടിപ്പോയാലും കുറഞ്ഞു പോയാലും എന്താണ്, റാഷണൽ അല്ല. വേണ്ടത്ര നേരം കഴിച്ചില്ല എന്ന് വെക്കുക, അല്ലെങ്കിൽ ഒരുപാട് നേരം എടുത്തു, ഇതൊന്നും റാഷണൽ ഡ്രഗ് യൂസിൽ പെട്ടതല്ല അല്ലെ. നമ്മൾ മെജോറിറ്റി കേസ് നമ്മൾ എന്താ കാണാറ് നാട്ടില്, ഡിസീസ് ഇല്ലെങ്കിൽ പോലും പലപ്പോഴും എന്ത് ചെയ്യും, അനാവശ്യമായിട്ട് എന്ത് ചെയ്യും, കുറെ ഡ്രഗ്സ് എഴുതില്ലേ, എഴുതാറുണ്ടോ? മൾട്ടി വൈറ്റമിൻസ് ഒക്കെ വെറുതെ എഴുതി കൂട്ടില്ലേ, റൈറ്റ്. സോ ദാറ്റ് ഇസ് നോട്ട് റാഷണൽ ഡ്രഗ് യൂസ്. അപ്പോൾ റാഷണൽ ഡ്രഗ് പറയുമ്പോൾ യു ഹാവ് ടു ഐഡന്റിഫൈ ദ പേഷ്യൻസ് കണ്ടീഷൻ, ഗിവ് ഹിം ദ റൈറ്റ് ഡ്രഗ് ഇൻ റൈറ്റ് ഡോസ് ഫോർ റൈറ്റ് ഡ്യൂറേഷൻ അല്ലെ. ആൻഡ് കോസ്റ്റും എഫക്റ്റീവ് ആയിരിക്കണം. എങ്ങനെ, ഇപ്പൊ 2 ഓപ്ഷൻസ് അവൈലബിൾ ആണ്, ഏത് വേണമെങ്കിലും കൊടുക്കാന്നുണ്ടെങ്കിൽ ഏതാ കൊടുക്കേണ്ടത് ശരിക്കും, ഒരേ എഫിക്കസി ആണെന്നുണ്ടെങ്കിൽ ദ വൺ ദാറ്റ് ഇസ് ചീപ്പ് അല്ലേ. ആണോ നസ്രൻ, ഋതുർഷീന ഉണ്ടോ അവിടെ? Right, Aishwarya. Okay. Good. Hi. Now, kinetics. Okay. And the kinetics. What is kinetics? ADMA എന്ന് പറയില്ല നമ്മള്. How is your drug moving through your body? നമ്മുടെ ബോഡിയിലൂടെ എങ്ങനെയാണ് ഡ്രഗ് മൂവ് ചെയ്യുന്നത്, എങ്ങനെ മൂവ് ചെയ്യുന്നത്? ഇഫ് യു ആർ ടേക്കിംഗ് സംതിങ് ഓറലി, ഫസ്റ്റ് എന്ത് ചെയ്യും, അത് ഗട്ടിലെത്തിയിട്ട് എന്ത് ചെയ്യും, ഇറ്റ് വിൽ ഗെറ്റ് എബ്സോർബ്ഡ് അല്ലെ ഫ്രം ദി ഗട്ട്. ഇനി എബ്സോർബ് ആയി കഴിഞ്ഞാൽ ഇറ്റ് വിൽ റീച്ച് ബ്ലഡിൽ എത്തിക്കഴിഞ്ഞാൽ ഇറ്റ് വിൽ ഗെറ്റ് ഡിസ്ട്രിബ്യൂട്ടഡ് അല്ലെ. ഡിഫറെന്റ് ബോഡി പാർട്സ് എന്താവും, ഇറ്റ് വിൽ ഗെറ്റ് ഡിസ്ട്രിബ്യൂട്ടഡ്. ഇനി ഡിസ്ട്രിബ്യൂട്ടഡ് ആയി കഴിഞ്ഞാൽ ലിവറിലെത്തും. ലിവറിൽ നിന്ന് നടക്കും, മെയിൻ ആയിട്ട് ലിവറിൽ കേട്ടോ, അല്ലാത്ത സ്ഥലങ്ങളുണ്ട്. നമ്മൾ മെയിൻ ആയിട്ട് എന്താ പറയാ, ലിവറിൽ എന്ത് ചെയ്യും, മെറ്റബോളിസം നടക്കും അല്ലെ. എ ഫോം ബി ഫോമായി മാറും അല്ലെ. എന്നിട്ട് എന്ത് ചെയ്യും, അതെന്ത് ചെയ്യും, ലാസ്റ്റ് യൂറിനിലൂടെയൊക്കെ മെയിൻ കിഡ്നീസ് വഴി എന്ത് ചെയ്യും, എലിമിനേറ്റ് ചെയ്ത് പോകും. ഓക്കെ, അപ്പൊ മെറ്റബോളിസത്തിന്റെ മെയിൻ ഫംഗ്ഷൻ എന്താ ശരിക്കും? നമ്മൾ ഡ്രഗ് കഴിക്കുമ്പോൾ അത് ഹൈഡ്രോഫിലിക് ആയിരിക്കും, ലിപ്പോഫിലിക് ആയിരിക്കും, എന്തായിരിക്കും? ഹൈഡ്രോഫിലിക് ആയിരിക്കും, ലിപ്പോഫിലിക് ആയിരിക്കും? ഇറ്റ് വിൽ ബി അബ്സോർബ് ആവണമെന്നുണ്ടെങ്കിൽ എന്തായിരിക്കണം? ഓക്കെ, ഏത് ടൈപ്പ് ഓഫ് ഡ്രഗ്സ് ആണ് അബ്സോർബ് ആവുക? എല്ലാവർക്കും ആൻസർ പറയാട്ടോ. ഐശ്വര്യ, ലിപ്പോഫിലിക് ആയിരിക്കണ്ടേ? ആണോ? നല്ല നിങ്ങളുടെ മെമ്മറി പെനിട്രേറ്റ് ചെയ്ത് എന്ത് ചെയ്യുള്ളൂ, ബ്ലഡിലോട്ട് എത്തുള്ളൂ അല്ലേ. യെസ്, തമിഴർസു. യെസ്, അപ്പൊ എന്തായിരിക്കുന്നത്, ലിപ്പോഫിലിക് ആയിരിക്കണം. ലിപ്പോഫിലിക് ആയ സാധനം നമ്മുടെ ബോഡിയിൽ നിന്ന് എലിമിനേറ്റ് ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ അത് എന്തായിരിക്കണം, ഹൈഡ്രോഫിലിക് ആയിരിക്കണം അല്ലേ. അപ്പോൾ ശരിക്കും മെറ്റബോളിസം ഇവിടെ എന്താ ചെയ്യുന്നത്, ലിപ്പോഫിലിക് ആയിട്ടുള്ള ഡ്രഗിന് എന്ത് ചെയ്യണം, ഹൈഡ്രോഫിലിക് ആക്കി മാറ്റുക ചെയ്യണം അല്ലെ. അല്ലെങ്കിൽ നോൺ പോളാർ ആയിട്ടുള്ള ഡ്രഗിനെ എന്താക്കി മാറ്റുകയാണ്, ഇത് ചോദിച്ചിട്ടുണ്ട് കേട്ടോ.
പോളാർ ആക്കി മാറ്റുക ചെയ്യുക. എന്താണ് മെറ്റബോളിസത്തിന്റെ പർപ്പസ് എന്ന് ചോദിച്ചിട്ടുണ്ട്. എന്താ പർപ്പസ്? മെയിൻ പർപ്പസ് ഇസ് ടു കൺവേർട്ട് a drug to its polar form so that it is what? It becomes water soluble, like hydrophilic ആവുന്നു. And only if it is water soluble, only then it will be excreted. Excrete ചെയ്യുള്ളൂ കിഡ്നീസിലൂടെ അല്ലെ. Kidneys are the main organs which eliminate drugs. ആണോ? മിണ്ടാണ്ടിരുന്ന ക്ലാസ് മുന്നോട്ട് പോകില്ല കേട്ടോ, സംസാരിക്കുക. ഓക്കെ റൈറ്റ്. അപ്പൊ അബ്സോർപ്ഷൻ, ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു, മെറ്റബിലൈസ് ചെയ്തു, ആൻഡ് ദെൻ ഫൈനലി എക്സ്ക്രീറ്റഡ്. എന്താ ഡൈനാമിക്സ് എന്ന് പറഞ്ഞാൽ? Your drug goes and binds to the receptor അല്ലെ. ഡ്രഗ് റിസെപ്റ്ററോട് ബൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ആക്ഷൻ ഉണ്ടാവും അല്ലെ. അത് നമ്മൾ എന്താ പറയാ? ഡൈനാമിക്സ് എന്ന് പറയും. എങ്ങനെയാണ് ഡ്രഗ് ബോഡി ആയിട്ട് റിസെപ്റ്റേഴ്സ് വഴി ഇന്ററാക്ട് ചെയ്യുന്നത്? ദാറ്റ് ഈസ് കോൾഡ് വാട്ട്? ഡൈനാമിക്സ്. ഓക്കെ, ഡൈനാമിക്സ്. നെക്സ്റ്റ് ഇസ് ഡ്രഗ് അബ്സോർപ്ഷൻ. അപ്പോൾ മെയിൻ പ്രോസസ് ഓഫ് അബ്സോർപ്ഷൻ ഏതാ? പാസീവ് ആണ്. നമ്മുടെ ബോഡിയിൽ മെജോറിറ്റി ഡ്രഗ്സും എങ്ങനെ അബ്സോർബ് ആവുന്നത്? പാസീവ് അബ്സോർപ്ഷൻ വഴി. പാസീവ് എന്ന് ഉദ്ദേശിച്ചത് എന്താ? ഹൈ കോൺസെൻട്രേഷൻ എവിടെയാണോ കൂടുതൽ ഡ്രഗ് ഉള്ളത്, ഇപ്പൊ ഈ ഭാഗത്താണ് കൂടുതൽ ഡ്രഗ് ഉണ്ടെന്ന് വെക്കാൻ അല്ലേ, ഇവിടെ നിന്ന് എന്ത് ചെയ്യും? പാസീവായിട്ട് എന്ത് ചെയ്യും? ചെറിയ കോൺസെൻട്രേഷൻ ഉള്ള ഭാഗത്തേക്ക് മൂവ് ചെയ്യും. ഹയർ കോൺസെൻട്രേഷൻ ടു കമൺ lower concentration. Good. That is called what? Passive diffusion. Okay, അത് നമ്മൾ എന്താ പറയാ? Long concentration gradient അല്ലെ. എങ്ങനത്തെ ടൈപ്പ് ഡ്രഗ്സ് ആണ് നിങ്ങളുടെ മെംബ്രെയിനിലൂടെ പെട്ടെന്ന് തന്നെ മൂവ് ചെയ്യുക? ലിപ്പിഡ് സോളബിൾ ആയ ഡ്രഗ്സ് അല്ലെ. ലിപ്പിഫിലിസിറ്റി കൂടിയ ഡ്രഗ്സ്. അയനൈസ്ഡ് ഫോം ചെയ്യോ? ഇപ്പോൾ ഒരു ഡ്രഗ് ഉണ്ട്, അതിന് പോസിറ്റീവ് ചാർജ് ഉണ്ടെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ B+ ആണെങ്കിൽ എന്ത് ചെയ്യില്ല? ഇതിൽ കൂടെ മൂവ് ചെയ്യില്ലല്ലോ. BH ആണെങ്കിലോ ചിലപ്പോൾ മൂവ് ചെയ്യും അല്ലെ. അപ്പൊ അൺഅയനൈസ്ഡ് ആയിട്ടുള്ള ഡ്രഗ്സ്, ലിപ്പിഡ് സോളബിൾ ആയ ഡ്രഗ്സ് ആണ് എന്ത് ചെയ്യുക? മെയിൻലി അബ്സോർബ് ചെയ്യപ്പെടുക. റൈറ്റ്. എവിടെ നിന്നാണ്? നമ്മുടെ ഗട്ടിന്റെ ഏരിയയിൽ എവിടെ നിന്നാണ് ഏറ്റവും കൂടുതൽ അബ്സോർപ്ഷൻ നടക്കുക? സ്മോൾ ഇൻറ്റസ്റ്റൈൻ എന്നാണ്. ഓക്കെ. ഇപ്പൊ നമ്മള് ചില ഡ്രഗ്സ്, ആസിഡിക് ഡ്രഗ്സ് പൊതുവെ ആസിഡിക് എൻവിറോൺമെന്റിനും പറയാൻ കേട്ടോ. അത് ആസിഡിക് ഡ്രഗ്സ് ആസിഡിക് എൻവിറോൺമെന്റിനും, അതേപോലെ തന്നെ ബേസിക് ഡ്രഗ്സ് ബേസിക് എൻവിറോൺമെന്റിനാണ് എന്ത് ചെയ്യുക? കൂടുതലും അബ്സോർബ് ചെയ്യപ്പെടുക. ഓക്കെ. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആസിഡിക് ഡ്രഗ്സ് എവിടെ നിന്ന് അബ്സോർബ് ആവണം ശരിക്കും കൂടുതൽ? സ്റ്റമക്ക് നല്ലേ. സ്റ്റമക്കാണ് ആസിഡ് അല്ലെ. ഇൻറ്റസ്റ്റൈൻ എന്താണ്? ബേസിക് ഏരിയ അല്ലെ. അവിടുത്തെ pH ഒക്കെ ആൽക്കലൈൻ ആണ്. അപ്പൊ ബേസിക് ഡ്രഗ്സ് സ്റ്റൊമക്കിന്നും, സോറി ഇൻറ്റസ്റ്റൈൻ, ആസിഡിക് ഡ്രഗ്സ് സ്റ്റൊമക്കിന്നും വേണം അബ്സോർബ് ആവാൻ അല്ലെ, ആസ് പെർ റൂൾ. പക്ഷെ പലപ്പോഴും കാണാറുണ്ട് ആസിഡിക് ഡ്രഗ്സ് അടക്കം എവിടുന്ന കൂടുതൽ അബ്സോർബ് ആവുന്നത്? സ്മോൾ ഇൻറ്റസ്റ്റൈനിന്. റീസൺ എന്താ? അത്രയും കൂടുതൽ സ്പേസ് ഉണ്ട്. അപ്പൊ കുറച്ച് അബ്സോർബ് ആയാൽ പോലും എന്ത് ചെയ്യുന്നുണ്ട്? കുറേ സ്പേസ് ഉള്ളതുകൊണ്ട് ഒരുപാട് ഡ്രഗ് അബ്സോർബ് ആവും. ക്ലിയർ ആണോ? സ്റ്റൊമക്ക് പറയുമ്പോൾ അല്ലേ? ക്ലിയർ. മാക്സിമം അബ്സോർപ്ഷൻ നടക്കണം മെജോറിറ്റി ഡ്രഗ്സിന് എവിടെന്ന? സ്മോൾ ഇൻറ്റസ്റ്റൈൻ. കാരണം എന്താ? ഒരു സർഫസ് ഏരിയ കൂടുതലാണ് അല്ലെ. എങ്ങനത്തെ ഡ്രഗ്സ് ആണ് അബ്സോർബ് ആവാതിരിക്കുക? ഒരുപാട് സൈസ് വലുതാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റില്ല? ഈ മെംബ്രെയിനിലൂടെ ഒന്നും പെനിട്രേറ്റ് ചെയ്ത് പോകാൻ കഴിയില്ല അല്ലെ. ചാർജ് മോളിക്യൂൾസ് ആണെങ്കിലും അൺചാർജ് മോളിക്യൂൾസിന് അത്രയും ഈസിലി പെനിട്രേറ്റ് ചെയ്യില്ല. ഓക്കെ, സോ ദാറ്റ് ഈസ് യുവർ ഡ്രഗ് അബ്സോർപ്ഷൻ. ഓക്കെ, ബേസിക്സ് ആണ്. ബേസിക്സ് നമുക്ക് ചോദിക്കണം, അവിടെ നിന്ന് മാത്രം പഠിച്ചാൽ മതി. റൈറ്റ്. വി ആർ നോട്ട് ഗോയിങ് ഇൻ ടു ഡീറ്റെയിൽസ്. റൈറ്റ്. ഇനി വരുന്നതാണ് എക്സ്റ്റെന്റ് ആൻഡ് റേറ്റ് ഓഫ് അബ്സോർപ്ഷൻ. അപ്പൊ എത്രമാത്രം ഡ്രഗ്, ഇപ്പൊ നമ്മൾ ഓറിൽ എടുത്തു കഴിഞ്ഞാൽ എത്രമാത്രം ഡ്രഗ് നിങ്ങളുടെ സിസ്റ്റമിക് സർക്കുലേഷനിൽ എത്തുന്നു, അത് നമ്മൾ എന്താ വിളിക്കുക? വി കോൾ ഇറ്റ് ബയോ അവൈലബിലിറ്റി അല്ലെ. ഓറിൽ ഡ്രഗ് എടുത്തു കഴിഞ്ഞാൽ ഹൗ മച്ച് ഈസ് റീച്ചിങ് യുവർ what ബ്ലഡ് സ്ട്രീം. ബ്ലഡ് സ്ട്രീം, സിസ്റ്റമിക് സർക്കുലേഷൻ. അതിനാണ് എന്താ പറയാ? വി കോൾ ഇറ്റ് അവൈലബിലിറ്റി. റൈറ്റ്, ബയോ അവൈലബിലിറ്റി. അപ്പോൾ നമ്മൾ പൊതുവെ ബയോ അവൈലബിലിറ്റി എന്ത് വെച്ചിട്ടാ പറയാ? ഏരിയ ഉണ്ട് അത് കർവ് വെച്ചിട്ടാ പറയാം. ഇപ്പോൾ ഒരാള് ഒരു ഡ്രഗ് ഓറിൽ എടുത്തു കഴിഞ്ഞാൽ, ഓക്കെ, ഇത് പ്ലാസ്മ കോൺസെൻട്രേഷൻ വേഴ്സസ് ടൈം പ്രൊഫൈൽ. ഓക്കെ, ഇനീഷ്യലി അത് എന്ത് ചെയ്തു? ഇപ്പോൾ എടുത്തു, എങ്ങോട്ടെത്തി? ഗട്ടിലെത്തി അല്ലെ. ഗട്ടിലെത്തി അവിടെ എന്തായി? ഈ സാധനം ഡിസോൾവ് ആയി കഴിഞ്ഞ് എന്ത് ചെയ്യും? അബ്സോർബ് ആവാൻ തുടങ്ങും കുറച്ച്. അപ്പൊ അബ്സോർബ് ആവുന്നതനുസരിച്ച് എന്ത് ചെയ്യും? ബ്ലഡിലുള്ള കോൺസെൻട്രേഷൻ കൂടി വരും. കൂടില്ലേ? അപ്പൊ ഇങ്ങനെ എന്ത് ചെയ്യും? ഇനീഷ്യലി കൂടി വരും അല്ലെ. ഒരു സമയം എത്തും എന്ത് ചെയ്യും? ഒരുവിധം അബ്സോർബ് ആയിട്ടുണ്ടാവും. ഓക്കെ, അപ്പൊ ഇവിടെ എത്തും. ബ്ലഡിൽ എത്തിക്കഴിഞ്ഞിട്ട് അത് അവിടെ തന്നെ നിൽക്കുമോ? ഇല്ല. ബോഡിന്ന് എന്ത് ചെയ്യും? എലിമിനേറ്റ് ചെയ്യാൻ തുടങ്ങില്ലേ? ചെയ്യാൻ തുടങ്ങുമോ? ഇനീഷ്യലി അബ്സോർപ്ഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ അല്ലെ. അപ്പൊ ഇങ്ങനെ കൂടി വരും. കുറച്ച് കഴിയുമ്പോൾ ബ്ലഡിൽ ആവശ്യത്തിന് എത്തിയെന്നുണ്ടെങ്കിൽ പിന്നെ എന്ത് ചെയ്യും? അത് കിഡ്നിയിലൂടെ ഒക്കെ എലിമിനേറ്റ് ചെയ്യാനും തുടങ്ങും അല്ലെ. അപ്പോൾ ഈ അബ്സോർപ്ഷൻ ഈക്വൽ ടു എലിമിനേഷൻ ആവില്ലേ. അപ്പോഴാണ് നമുക്ക് ഈ ഇങ്ങനെ കാണാൻ കഴിയുക. കർവ് എന്ത് ചെയ്യും? ലീനിയർ ആവും. റൈറ്റ്. അത് കഴിഞ്ഞിട്ട് കുറെ കഴിയുമ്പോൾ ഇവിടെ നിന്ന് എല്ലാം അബ്സോർബ് ആയി പോയിട്ടുണ്ടാവും അല്ലെ. കംപ്ലീറ്റ്ലി അബ്സോർബ് ആയി കഴിഞ്ഞാൽ പിന്നെ എലിമിനേഷൻ മാത്രമേ നടക്കുള്ളൂ. താഴോട്ട് വരും അല്ലെ. കർവ് താഴോട്ട് വരും. അപ്പോൾ ഇവിടം മുതൽ ഈ കംപ്ലീറ്റ് സാധനം എന്താ? ഏരിയ അണ്ടർ ദ കർവ് ആണ്. എന്താണത്? ഏരിയ അണ്ടർ ദ കർവ്, AUC. അപ്പൊ AUC എന്ത് പറഞ്ഞുതരും? എത്ര മാത്രം ഡ്രഗ് ബ്ലഡിലോട്ട് എത്തി, ഇത്രയും ഡ്രഗ് എത്തി അല്ലെ. അതാണ് എന്ത്? ബയോ അവൈലബിലിറ്റി. ക്ലിയർ ആണോ?
ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഓറലി ഡ്രഗ് കൊടുത്തു കഴിഞ്ഞാൽ എങ്ങനെ കാണാൻ കഴിയുക? ഗ്രാഫ് ഇങ്ങനെയൊക്കെയാണ് കാണാൻ കഴിയുക അല്ലെ? ഓറലി എബ്സോർപ്ഷൻ കൂടുന്നു, പിന്നെ എന്ത് ചെയ്യും? എലിമിനേറ്റ് ചെയ്യുമ്പോൾ താഴോട്ട് വരും. ഓക്കെ, ഇനി ഐ വി ആയിട്ട് ഒരു ഡ്രഗ് കൊടുത്തു വെക്കാം. അത് ചോദിച്ചിട്ടുണ്ട്. ഐ വി ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഉണ്ടാവുന്നത്? അപ്പൊ പെട്ടെന്ന് റൈസ് ആയിരിക്കും അല്ലെ? പിന്നെ കാരണം എന്താ? അവിടെ അബ്സോർപ്ഷൻ ഇല്ലല്ലോ. ഡയറക്റ്റ്ലി എങ്ങോട്ടാ കൊടുക്കുന്നത്? ഐ വിയിലോട്ടാവും. ബ്ലഡ് സ്ട്രീമിലോട്ടാ കൊടുക്കുന്നത്. അപ്പൊ ഡയറക്റ്റ് എന്ത് ചെയ്യും? പെട്ടെന്ന് തന്നെ ടൈം ഈക്വൽ ടു 0 to 100 എന്ത് ചെയ്യും? പെട്ടെന്ന് അങ്ങോട്ട് കൂടും. പിന്നെ എന്ത് ചെയ്യും? എലിമിനേഷൻ മാത്രമേ നടക്കുന്നുള്ളൂ അല്ലേ? അപ്പൊ എന്ത് ചെയ്യും? അങ്ങോട്ട് കുറഞ്ഞു 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 വരും. ഓക്കെ, അപ്പൊ ഇങ്ങനത്തെ ഒരു ഗ്രാഫ്. അപ്പൊ നമ്മൾ ഈ ഭാഗം അങ്ങനെ വരച്ചിട്ടില്ല അല്ലെ? നമ്മൾ വരയ്ക്കുമ്പോൾ എന്താ ചെയ്യുക? പൊതുവെ ഇങ്ങനെയാ വരയ്ക്കുക അല്ലേ? ഇങ്ങനെ വരയ്ക്കാം. ഇങ്ങനെയും വരയ്ക്കാം. ചില കേസസിൽ എന്ത് ചെയ്യും അവര്? ഇങ്ങനെയും വരയ്ക്കും. മനസ്സിലാവുണ്ടോ? രണ്ടും എന്താണ്? ഐ വി തന്നെയാണ്. ഓക്കെ, അപ്പൊ ഐ വി ബോലസ് ആയിട്ടുള്ള ഡ്രഗ് കൊടുത്തു കഴിഞ്ഞാൽ ഇതായിരിക്കും എന്ത്? നിങ്ങളുടെ കേവ്. ഓക്കെ, ഇങ്ങനെ കേവ് വരാം. അപ്പോൾ ഇതാണ് എന്ത്? എ യു സി ഐ വി. ബ്ലൂ കളറിലുള്ളതാണ് എന്ത്? എ യു സി ഓറൽ. ഓക്കെ, ഓറൽ. ഇനി നമുക്ക് എ യു സി ഓറലിന്റെ ബയോ അവൈലബിലിറ്റി കാണുന്നുണ്ടെങ്കിൽ എ യു സി ഐ വിന്റെ ബയോ അവൈലബിലിറ്റി ശരിക്കും നമ്മൾ ഐ വി ആയിട്ട് ഡ്രഗ് കൊടുക്കുകയാണെങ്കിൽ അതിന്റെ ബയോ അവൈലബിലിറ്റി എത്രയാണ്? 100% ആണ് അല്ലെ? 100% ആണ്. അപ്പൊ ഇത് 100% ആയതുകൊണ്ട് നമ്മൾ ബാക്കി എല്ലാത്തിനെയും ഇത് വെച്ചാണ് കമ്പയർ ചെയ്യുക അല്ലേ? അപ്പൊ നമുക്കൊരു മാർക്ക് കിട്ടുമ്പോൾ 500 മാക്സിമം എന്നുണ്ടെങ്കിൽ നമ്മൾ 500 വെച്ചിട്ടല്ലേ നമ്മുടെ മാർക്കിനെ കമ്പയർ ചെയ്യുക. അപ്പൊ 400 കിട്ടി ബൈ 500 എന്നല്ല ചെയ്യും അല്ലേ? 400 മാർക്ക് കിട്ടി ബൈ മാക്സിമം മാർക്സ് അല്ലേ? അതേപോലെ തന്നെ ഇവിടെ നമുക്ക് ഓറലിന്റെ കമ്പയർ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? എ യു സി ഓറൽ ബൈ എ യു സി 100 അല്ലേ വേണ്ടേ? കാരണം എന്താ? ഐ വി അല്ലേ വേണ്ടേ? കാരണം എന്താ? അത് 100 അല്ലേ? എ യു സി ഐ വി. ഓക്കെ, അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഇതിന്റെ ബയോ അവൈലബിലിറ്റി എത്ര പെർസെൻറ്റേജ് ആണെന്ന് കിട്ടും. ഓക്കെ, ഇൻറ്റു 100 കൂടി ചെയ്യണേ. ഇൻറ്റു 100 ചെയ്ത് കഴിഞ്ഞാൽ പെർസെൻറ്റേജിൽ കിട്ടും. ഇൻറ്റു 100 ചെയ്തിട്ടുണ്ടെങ്കിൽ 0 to 1 ഇടയിലാണ് എന്ത് കിട്ടുക? വാല്യൂ കിട്ടുക. ഓക്കെ, ഡെസിമല്ല കിട്ടാന്നുള്ളൂ. അപ്പോൾ 0.85 എന്ന് കിട്ടും. ഇൻറ്റു 100 ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് 85% തന്നെ കിട്ടും. ക്ലിയർ ആണോ? ദാറ്റ് ഈസ് യുവർ എന്ത്? എക്സ്റ്റെൻഡ് ആൻഡ് റേറ്റ് ഓഫ് അബ്സോർപ്ഷൻ വിച്ച് ഇസ് കോൾഡ് എന്ത്? ഇറ്റ് ഇസ് കോൾഡ് ബയോ അവൈലബിലിറ്റി. റൈറ്റ്. അപ്പം എക്സ്റ്റെൻഡ് എന്ന പാരാമീറ്റർ തരുന്നത് എത്രമാത്രം ഡ്രഗ് ബ്ലഡിലോട്ട് എത്തിയെന്ന് നിങ്ങൾക്ക് ഏത് പാരാമീറ്റർ പറഞ്ഞുതരാം? ഈ രണ്ടത് കർവ് പറഞ്ഞുതരാം. ഓക്കെ, അത് ഓർത്തേക്കാം. ഓക്കെ, ഇത് വെച്ചിട്ട് ചോദ്യം വന്നിരിക്കുന്നത് ക്വസ്റ്റ്യൻ വന്നിരിക്കുക എക്സ്റ്റെൻഡ് ഓഫ് അബ്സോർപ്ഷൻ ഇസ് ഡിനോട്ടഡ് ബൈ വിച്ച് പാരാമീറ്റർ എന്ന് പറയും. ഓക്കെ, എക്സ്റ്റെൻഡ് ഓഫ് അബ്സോർപ്ഷൻ. അപ്പൊ അതിൽ ടി മാക്സ്, സി മാക്സ്, ഓക്കെ, എ യു സി എന്നൊക്കെ കൊടുക്കും. ഏതാണ് ആൻസർ? എ യു സി. ഓക്കെ, എക്സ്റ്റെൻഡ് അബ്സോർപ്ഷൻ. ഇനി റേറ്റ് ഓഫ് അബ്സോർപ്ഷൻ വേറെ എത്ര പെട്ടെന്നാണ് ബ്ലഡിലോട്ട് ഡ്രഗ് എത്തിയത്. ഓക്കെ, അത് പറഞ്ഞ ടേം ആണ് ഇത് ടി മാക്സ്. ഓക്കെ, ടി മാക്സ് ഒന്നുമില്ല. നമ്മൾ ഒരു ഡ്രഗ് ഉരുളി എടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? എബ്സോർബായി ഒരു സമയത്തും എന്ത് ചെയ്യും? മാക്സിമം കോൺസെൻട്രേഷൻ എത്തില്ലേ? പീക്ക് കോൺസെൻട്രേഷൻ എത്തുമോ? പിന്നെ അവിടെ തന്നെ താഴോട്ട് വരാം ആണോ? പിന്നെ എന്ത് ചെയ്യും? എലിമിനേഷൻ വഴി താഴോട്ട് വരും അല്ലേ? ഈ കോൺസെൻട്രേഷൻ ഇല്ല, പീക്ക് കോൺസെൻട്രേഷൻ, നമ്മൾ എന്താ വിളിക്കുക? സി മാക്സ് എന്ന് വിളിക്കും അല്ലേ? നമ്മൾ ഡ്രഗ് കഴിച്ചു, ബ്ലഡിൽ കോൺസെൻട്രേഷൻ കൂടി, അബ്സോർപ്ഷൻ നടന്നപ്പോൾ എന്ത് ചെയ്തു? ബ്ലഡിലുള്ള കോൺസെൻട്രേഷൻ കൂടി 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 മാക്സിമം എത്തും. മാക്സിമം എത്തിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് എന്താണ്? അവിടെ എത്തുമ്പോൾ എന്താണ്? അബ്സോർപ്ഷൻ ഈക്വൽ ടു എലിമിനേഷൻ ആണ് അല്ലേ? അത് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടോ പറയുമ്പോ? നസ്രീൻ, ജർഷീന, ലക്ഷ്മി മനസ്സിലാവുണ്ടോ? മനസ്സിലാവാത്ത സമയത്ത് ചോദിക്കണം കേട്ടോ. റിപ്പീറ്റ് ഞാൻ അല്ലെങ്കിൽ എങ്ങനെ പറഞ്ഞു. ഓക്കെ, റൈറ്റ്. അബ്സോർപ്ഷൻ ഈക്വൽ ടു എലിമിനേഷൻ ആവും അല്ലേ? അത് അബ്സോർപ്ഷൻ ഇവിടെ എല്ലാ ഡ്രഗും കഴിഞ്ഞു നിൽക്കുക, ഗട്ടിൽ കംപ്ലീറ്റ് ഡ്രഗ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എലിമിനേഷൻ മാത്രമല്ലേ നടക്കുള്ളൂ അല്ലേ? പിന്നെ ഗ്രാഫ് താഴും. അപ്പൊ ഈ സി മാക്സ് ഇല്ലേ, മാക്സിമം കോൺസെൻട്രേഷൻ അല്ലേ? മാക്സിമം കോൺസെൻട്രേഷൻ നമ്മൾ എന്ത് വിളിക്കാം? സി മാക്സ് എന്ന് വിളിക്കാം. ഓക്കെ, സി മാക്സ് എത്തേണ്ട ടൈമാണ് എന്ത്? ടി മാക്സ്. ഓക്കെ, ടി മാക്സ് എത്താൻ എത്ര സമയമാണ് എടുക്കുന്നത്? അതാണ് എന്ത്? ടി മാക്സ്. ടി മാക്സ് ഞാൻ ഒരു കാര്യം പറയാം. എ ഡ്രഗിന് ടി മാക്സ് എന്ന് പറഞ്ഞിട്ട് വന്നാൽ 2 hours ആണെന്ന് വെക്കാം. ഓക്കെ, ബി ഡ്രഗിന്റെ ടി മാക്സ് 4 hours ആണെങ്കിൽ ഏത് ഡ്രഗാണ് പെട്ടെന്ന് ആക്ഷൻ തരിക? ഈ ഡ്രഗ്. ഇപ്പൊ മനസ്സിലായോ? അപ്പൊ റേറ്റ് ഓഫ് അബ്സോർപ്ഷൻ എന്താണ് പറഞ്ഞിരുന്നത്? എത്ര സമയം എടുക്കുന്നു അല്ലെ മാക്സിമം പ്ലാസ്മ കോൺസെൻട്രേഷൻ എത്താൻ. അപ്പൊ എത്ര പെട്ടെന്ന് നിങ്ങൾക്ക് ആക്ഷൻ കിട്ടുന്നു കൂടി ഉള്ള കാര്യം ആരാ പറഞ്ഞുതരാം? ടി മാക്സ് ആണ്. ഓക്കെ, അപ്പൊ റേറ്റ് ഡിനോട്ടഡ് ബൈ ടി മാക്സ്, എക്സ്റ്റെൻഡ് എ യു സി. എത്ര ഡ്രഗ് എത്തുന്നു, ടോട്ടൽ ഡ്രഗ് എത്തുന്നു സിസ്റ്റമിക് സർക്കുലേഷനിലോട്ട്, ദാറ്റ് ഈസ് യുവർ എ യു സി. എത്ര പെട്ടെന്ന് എത്തുന്നു അല്ലെ? റേറ്റ് അറ്റ് വിച്ച് ഇറ്റ് റീച്ചസ് ദി സിസ്റ്റമിക് സർക്കുലേഷൻ, അതാണ് എന്ത്? ടി മാക്സ്. ഓക്കെ, ക്ലിയർ അല്ലേ?
ഓക്കെ. വിച്ച് ഡ്രഗ് എക്സിബിറ്റ്സ് ദി ഹയസ്റ്റ് ബയോ അവൈലബിലിറ്റി? ഈ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. എന്താ ആൻസർ? ഹയസ്റ്റ് ബയോ അവൈലബിലിറ്റി പറയുമ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത്? ഏത് പാരാമീറ്റർ നോക്കണ്ടേ? എ യു സി അല്ലേ? അത് ശരി. ഏറ്റവും കൂടുതൽ ഹയസ്റ്റ് ബയോ അവൈലബിലിറ്റി ഉള്ളത് ഇതിനാ, ഐ വിക്കാണ്. 100%. പക്ഷെ ഇവിടെ ഐ വി ഇല്ലല്ലോ. എല്ലാം ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഓറൽ ഡോസേജ് ഫോം തന്നെയല്ലേ ഇങ്ങനത്തെ കേർവ് എടുക്കുന്നത്. അത് നിങ്ങൾക്ക് എ ഉണ്ട്, ബി, സി ഉണ്ട്. ഓക്കെ, സി ഉണ്ട്. ഓക്കെ, ഈ 3 ഡ്രഗ്സ് ആണ് ഉള്ളത്. മൂന്നിന്റെയും ഏരിയ അണ്ടർ ദ കേർവ് കൊടുത്തിട്ടുണ്ടോ? ബയോ അവൈലബിലിറ്റി എന്ന് പറഞ്ഞ ഏരിയ അണ്ടർ ദ കേർവ് അല്ലേ? എത്ര ഡ്രഗ്, എത്ര മാത്രം ഡ്രഗ് എന്ത് ചെയ്തു ബ്ലഡിലോട്ട് എത്തി. എത്തി. ഓക്കെ, അപ്പൊ ഇതില് ഏറ്റവും കൂടുതൽ കേർവ് ഏതാണ്? സീനല്ലല്ലോ എന്തായാലും. ബി ആണോ എ ആണോ? ഈ ഏരിയ ആണോ കൂടുതല്, അതോ ഈ ഏരിയ ആണോ കൂടുതല്? ഏതാ കാണുമ്പോൾ കൂടുതൽ തോന്നുന്ന? ഏതാ? അറിയില്ല. യെസ് ചെയ്ത് ലക്ഷ്മി, പ്രിയ, വിദ്യ, പ്രഭാസ് പറഞ്ഞോ. എ ആണ് അല്ലെ? എ തന്നെയാണ്. ഓക്കെ, അപ്പൊ എ ആണ് ഇത് ഇങ്ങനത്തെ ഇതേ ഗ്രാഫ് വെച്ചിട്ട് ചോദ്യം ചോദിച്ചിട്ടുണ്ട് കേട്ടോ DH-ക്ക്. അപ്പൊ ഈ ഏരിയ ആണ് കൂടുതൽ അല്ലെ കമ്പാരിറ്റീവ്ലി. അപ്പൊ ഏറ്റവും ആൻസർ ഏതാ വരാ? ഡ്രഗ് എ, ഹയസ്റ്റ് ബയോ അവൈലബിലിറ്റി. ക്ലിയർ അല്ലേ? ആൻസർ ഈസ് റൈറ്റ്. വിച്ച് ഫാർമക്കോകൈനറ്റിക് പാരാമീറ്റർ ഇൻഡിക്കേറ്റ്സ് ഹൗ റാപ്പിഡ്ലി എ ഡ്രഗ് ഈസ് അബ്സോർബ്ഡ്? ഹൗ റാപ്പിഡ്ലി എന്നാണ്, എത്ര പെട്ടെന്ന് ഡ്രഗ് എത്തുന്നു എന്നുള്ള കാര്യം ഏത് പാരാമീറ്റർ നോക്കിയാലോ മനസ്സിലാവുക? തമിഴ്. യെസ്. ഏതാ നുസ്രത്ത്, ജർഷീന? ഏതാ? എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ? സി ആണോ? ടി ഹാർമോണിയുടെ മിണ്ടിയോ പെട്ടെന്ന്? തമിഴ് സുഖിയത്ത് റൈറ്റ് ആൻസർ. പ്രവാസ് അതന്നെ എ ആണ് അല്ലേ? എ അല്ലേ? എത്ര ടി മാക്സ് കുറിച്ചല്ലേ സംസാരിച്ച ഇവിടെ? ആണോ? ടി മാക്സ് റേറ്റ്, ശ്രദ്ധ എവിടെയാണ്? ടി മാക്സ് ഇസ് ഈക്വൽ ടു റേറ്റ് അല്ലേ? ആണോ? എത്ര പെട്ടെന്ന് എത്തുന്നു, ഹൗ റാപ്പിഡ്ലി ഡ്രഗ് റീച്ചസ് ദി സിസ്റ്റമിക് സർക്കുലേഷൻ. ഏതാ? ടി മാക്സ് ആണ് കേട്ടോ അല്ലെ? സി മാക്സ് എത്താനുള്ള സമയമാണ് സി മാക്സ് എത്താനുള്ള സമയമാണ് ടി മാക്സ് അല്ലേ? ആണോ നസ്രൻ? ആൻസർ ഇസ് ടി മാക്സ്. ഓക്കെ, ക്ലിയർ അല്ലേ? ജർഷീന ക്ലിയർ ആണോ? ക്ലിയർ മേഡം. മോൻ ഓഫ് ആക്കി. മനസ്സിലായില്ലേ? Next is volume of distribution. Okay, absorption is over. Next is distribution. Okay, concept മനസ്സിലാക്കുക, you will be able to answer. Okay, any question, right? അപ്പോൾ വോളിയം ഓഫ് ഡിസ്ട്രിബ്യൂഷൻ എന്താ? നമ്മൾ എടുത്ത ഡ്രഗ് എത്ര നമ്മുടെ ബോഡിയിൽ ഏതൊക്കെ വോള്യൂമിലാണ് ഡിസ്ട്രിബ്യൂട്ട് ആയിരിക്കുന്നത്. ഓക്കെ, നമ്മൾ ഫസ്റ്റ് ഒരു ഡ്രഗ് എടുത്തു കഴിഞ്ഞാൽ അബ്സോർബ് ആയി കഴിഞ്ഞാൽ ഫസ്റ്റ് എവിടെ എത്തുക? ബ്ലഡിലോട്ടല്ലേ എത്തുക അല്ലേ? അപ്പൊ ഏത് ഡ്രഗ് ആണെങ്കിലും എന്തുണ്ടാവും? ബ്ലഡ് കമ്പാർട്ട്മെന്റിൽ ആളുണ്ടാവും. റൈറ്റ്. ഇനി ബ്ലഡ് കമ്പാർട്ട്മെന്റിൽ നിന്ന് ചിലപ്പോൾ എന്ത് ചെയ്യും? അത് പുറത്തോട്ട് പറഞ്ഞാൽ ബ്ലഡ് വെസലിലൂടെ പുറത്തോട്ട് വേറെ ഡിഫറെന്റ് കമ്പാർട്ട്മെന്റ്സിലോട്ട് പോവും. ഓക്കെ, എപ്പോൾ പോവും? സ്മോൾ സൈസ് ആണെങ്കിൽ, സൈസ് എന്താണ്? സ്മോൾ ആണെങ്കിൽ, ഓക്കെ, ലിപ്പോഫിലിക് ആണെങ്കിൽ, ഓക്കെ, പ്രോട്ടീൻ ബൗണ്ട് അല്ലെങ്കിൽ, ഇപ്പോൾ ഇവിടെ പ്രോട്ടീൻ ആയിട്ടൊക്കെ ആൽബുമിനൊക്കെ ആയിട്ട് ബൈൻഡ് ചെയ്ത് നിന്ന് കഴിഞ്ഞാൽ ഒരു സൈസ് കൂടി, പിന്നെ അത് എന്ത് ചെയ്യാൻ പറ്റില്ല? പുറത്തു പോകാൻ കഴിയില്ല അല്ലേ? ബ്ലഡ് വിട്ട് വാസ്കുലർ കമ്പാർട്ട്മെന്റ് വിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല? പുറത്തു പോകാൻ കഴിയില്ല. അപ്പോൾ എന്താ, ആൽബുമിനോടൊന്നും ബൈൻഡ് ചെയ്ത് നിൽക്കില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? ഈ പറഞ്ഞ മോളിക്യൂൾസിന് പുറത്ത് പോകാൻ കഴിയും. ഓക്കെ, ഈ വലിയ ലാർജർ മോളിക്യൂൾസ് ആണെന്ന് വെക്കുക, അത് അവിടെ തന്നെ നിൽക്കും, ബ്ലഡിൽ തന്നെ നിൽക്കും. അപ്പൊ അതിന്റെ വോള്യൂം ഓഫ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ബ്ലഡ് കമ്പാർട്ട്മെന്റ് മാത്രമല്ലേ? ആണോ? നിങ്ങൾ ചോദിക്കുമ്പോൾ മിണ്ടിയില്ലെങ്കിൽ എനിക്ക് ഒന്നും മനസ്സിലാവില്ല. എവിടെ നിൽക്കുന്നത്? ഇപ്പൊ ഞാൻ ഡ്രഗ് ഓറലി എടുത്തു എന്ന് വെക്കാം, അല്ലെങ്കിൽ IV ആയിട്ട് എടുത്തു എന്ന് തന്നെ വെക്കാം. ബ്ലഡിലെത്തി, എന്തായാലും ബ്ലഡിലെത്തും അല്ലെ? ബ്ലഡിലെത്തി കഴിഞ്ഞാൽ അത് ബ്ലഡിൽ മാത്രം നിൽക്കോ അതോ ബ്ലഡ് വിട്ട് പുറത്തു പോകുന്ന ആലോചിക്കും. ഓക്കെ, ബ്ലഡിൽ മാത്രം നിൽക്കുകയാണെങ്കിൽ അതിന്റെ വോളിയം ഓഫ് ഡിസ്ട്രിബ്യൂഷൻ എന്താ? ബ്ലഡ് മാത്രമല്ലേ? ആണോ? അപ്പൊ BD എന്ന് പറഞ്ഞാൽ അത്ര ബ്ലഡിന്റെ വോള്യൂം മാത്രം. ഓക്കെ, ഇനി ആ ഡ്രഗ് എന്ത് ചെയ്തു? ബ്ലഡ് വിട്ട് പുറത്തു പോയി എന്ന് വെക്കാം.
വിട്ട് എന്ത് ചെയ്തു പുറത്ത് പോയി. അപ്പൊ ഈ ഭാഗത്തും കാണും അല്ലെ, സെല്ലിന്റെ ഉള്ളിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഇവിടെയും കാണും അല്ലെ. അപ്പൊ അതിന്റെ വോളിയം ഡിസ്ട്രിബ്യൂഷൻ എന്താ, ബ്ലഡ് എക്സ്ട്രാ സെല്ലുലാർ വോളിയം പ്ലസ് ഇൻട്രാ സെല്ലുലാർ വോളിയം ആയില്ലേ, ഇതൊക്കെ വരും അല്ലെ. അപ്പോൾ വോളിയം ഓഫ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുമ്പോൾ എന്തായി, ബ്ലഡ് ആയി അല്ലെ, പ്ലസ് ഇൻട്രാ സെല്ലുലാർ വോളിയം പ്ലസ് എക്സ്ട്രാ സെല്ലുലാർ വോളിയം. ഓക്കെ, ഇതൊക്കെ ആവും അല്ലെ. അങ്ങനെ വരുമ്പോൾ ഏതിന്റെ വോളിയം ഓഫ് ഡിസ്ട്രിബ്യൂഷനെ കൂടെ, എന്റെ ആണോ ബിന്റെ ആണോ? പിന്നെ സെക്കൻഡ്, ഒറ്റ സെക്കൻഡ്. ഏതിന്റെ കൂടെ, എന്റെ ആണോ ബിന്റെ ആണോ? വോളിയം ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ഏതിന്റെ കൂടുതൽ? ബ്ലഡ് മാത്രമാണല്ലോ കൂടെ. ജെർസിന് എന്ത് പറ്റിയെന്ന്? അതോ ബ്ലഡ് ഉണ്ട്, എക്സ്ട്രാ സെല്ലുലാർ വോളിയം ഉണ്ട് അല്ലെ, സെൽസിന്റെ ഇടയിലുള്ള സ്പേസ് ഉണ്ട്, പിന്നെ സെല്ലിന്റെ ഉള്ളിലുള്ള സ്പേസ് ഉണ്ട്. അവിടെയൊക്കെ പോയിട്ട് ഡ്രഗ് നിന്ന് കഴിഞ്ഞാൽ ആ വോളിയം ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ആണോ കൂടുതൽ, അതോ ബ്ലഡ് മാത്രമായിട്ട് നിൽക്കുമ്പോഴാണോ? ഏതിലാ? ബി. ആ, ബിയിലാണ് അല്ലെ ലക്ഷ്മി, റൈറ്റ്, ബിയിലാണ്. അപ്പോൾ ബിയിൽ എന്തായി, ബ്ലഡും ഉണ്ട്, എക്സ്ട്രാ സെല്ലുലാർ വോളിയമും ഉണ്ട്, ഇൻട്രാ സെല്ലുലാർ വോളിയമും ഉണ്ട്. എന്ത് മനസ്സിലായി ഇപ്പോ, വോളിയം ഓഫ് ഡിസ്ട്രിബ്യൂഷൻ കൂടെ ആർക്കാ, ബ്ലഡ് വിട്ട് പുറത്തു പോണ ആൾക്കാർക്കാണ് അല്ലേ. അപ്പൊ അങ്ങനത്തെ ആൾക്കാരുടെ ബ്ലഡിലുള്ള കോൺസെൻട്രേഷൻ എന്തായിരിക്കും, കുറവായിരിക്കില്ലേ, ആണോ? പിന്നെ യെസ് ഹലോ, മാം. അല്ലേ. അപ്പൊ വോളിയം ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ഫോർമുല എന്ന് പറഞ്ഞുതരാം. ഓക്കെ, വോളിയം ഓഫ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുത്ത ഡോസ് ഡിവൈഡഡ് ബൈ ബ്ലഡ് പ്ലാസ്മ കോൺസെൻട്രേഷൻ എന്നാണ്, ഇനീഷ്യൽ പ്ലാസ്മ കോൺസെൻട്രേഷൻ. ഓക്കെ, നമ്മൾ കൊടുത്ത ഡോസ് 5 mg ആണെന്ന് വെക്കുക സപ്പോസ്. ഓക്കെ, ബ്ലഡിലുള്ള കോൺസെൻട്രേഷൻ 5 mg ആണെന്ന് അങ്ങനെ തന്നെ, വേറെ നമ്മൾ കൊടുത്ത സാധനം കംപ്ലീറ്റ് അവിടെ തന്നെ ഉണ്ട്, ബ്ലഡിൽ തന്നെ ഉണ്ടെന്നുണ്ടെങ്കിൽ വോളിയം ഓഫ് ഡിസ്ട്രിബ്യൂഷൻ കുറവല്ലേ, ഒന്നെന്ന് കിട്ടി. ഓക്കെ, സപ്പോസ് റൈറ്റ്. ഇനി ഞാൻ എന്ത് ചെയ്തു, വോളിയം ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ഡോസ് കൊടുത്തത് എത്രയാ, 5 mg. ബ്ലഡ് എല്ലാം പുറത്തു പോയി. ബ്ലഡ് വിട്ട് എല്ലാം പുറത്തു പോയി. അപ്പൊ ഇവിടെ ബ്ലഡിലുള്ള കോൺസെൻട്രേഷൻ കുറയില്ലേ, കുറയോ? 1 mg ചുരുങ്ങി നോക്കി, ബാക്കി 4 mg എന്ത് ചെയ്തു, ബ്ലഡ് വിട്ട് പുറത്ത് പോയി. ഓക്കെ, അപ്പൊ 5 mg/1 mg എന്നാവില്ലേ, അപ്പൊ എത്രയായി, 5 എന്ന് കിട്ടി. മനസ്സിലാൻ വേണ്ടി പറഞ്ഞതാ. അപ്പോ ബ്ലഡിൽ തന്നെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലേ, വോളിയം ഓഫ് ഡിസ്ട്രിബ്യൂഷൻ എന്താണ്, കുറവാണ് അല്ലേ. ഇനി ബ്ലഡ് വിട്ട് പുറത്തു പോയിന്നുണ്ടെങ്കിൽ വോളിയം ഓഫ് ഡിസ്ട്രിബ്യൂഷൻ എന്ത് ചെയ്തു, കൂടിയാ. ഈ വോളിയം ഓഫ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുമ്പോൾ എന്താ, എക്സ്ട്രാ വാസ്കുലർ കോൺസെൻട്രേഷൻ ആണ് കൂടുതൽ, കാരണം ബ്ലഡ് വിട്ട് എന്ത് ചെയ്തു, സാധനം പുറത്തോട്ട് പോയി അല്ലേ. ഇപ്പൊ ഹൈ വോളിയം ഓഫ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുമ്പോൾ ഡ്രഗ് ഒന്നും ബ്ലഡിലല്ല ഉള്ളത്, എവിടെയുള്ളത്, പുറത്താണുള്ളത്. ഓക്കെ, എങ്ങനത്തെ ഡ്രഗ്സാ പോവുക, ലിപ്പോഫിലിക് ആയിട്ടുള്ള ഡ്രഗ്സ് അല്ലേ പോവുള്ളൂ അല്ലേ, റൈറ്റ്. ഇനി അപ്പൊ അങ്ങനത്തെ കേസിൽ ഒരാൾക്ക് ടോക്സിറ്റി ഉണ്ടായിന്ന് വെക്കാൻ, ഒരാൾ ഒരുപാട് ഡ്രഗ് എടുത്തു, ടോക്സിറ്റി ഉണ്ടെന്ന് വെക്കാൻ, നമുക്ക് ഹീമോഡയാലിസിസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. പറ്റില്ല. യെസ് ലക്ഷ്മി, പറ്റില്ല. കാരണം എന്താ പറ്റാത്തത്, സാധനം ബ്ലഡിലില്ല. അപ്പൊ ബ്ലഡ് വെറുതെ പ്യൂരിഫൈ ചെയ്തിട്ട് കാര്യമില്ല അല്ലേ. അപ്പൊ വോളിയം ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ഹൈ ആയിട്ടുള്ള ഡ്രഗ്സിന് എന്ത് ചെയ്യാൻ പാടില്ല നമ്മൾ, വോളിയം ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ഹൈ ആയ ഡ്രഗ്സിന് ഡയാലിസിസ് ചെയ്തിട്ട് പ്രത്യേകിച്ച് കാര്യം ഇല്ല. പക്ഷെ നേരെ തിരിച്ചാണെങ്കിലോ, വോളിയം ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ലോ ആയിട്ടുള്ള ഡ്രഗ്സ് ആണെങ്കിലോ അവരെവിടെ തന്നെ നിൽക്കും, ബ്ലഡിൽ തന്നെ നിൽക്കും അല്ലേ. ഇൻട്രാവാസ്കുലാർ കോൺസെൻട്രേഷൻ ആയിരിക്കും കൂടുതൽ. എങ്ങനത്തെ ടൈപ്പ് ഡ്രഗ്സ് ആയിരിക്കും, ബ്ലഡിനോട് അഫിനിറ്റി കൂടിയ ആൾക്കാരായിരിക്കും. കാരണം ബ്ലഡ് എങ്ങനെയാ, വാട്ടർ സോലബിൾ ആണ്, വാട്ടർ ആണ് നല്ല മേജോറിറ്റി കണ്ടന്റ്. ലിപ്പോഫിലിക് അല്ലാത്ത ഡ്രഗ്സ് എന്ത് ചെയ്യും, ഹൈഡ്രോഫിലിക് ആയിട്ടുള്ള ഡ്രഗ്സ് ബ്ലഡിൽ തന്നെ നിൽക്കും അല്ലെ, ഹൈഡ്രോഫിലിക് ആയിരിക്കും. അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഡയാലിസിസ് വഴി റിമൂവ് ചെയ്യാം. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? നെക്സ്റ്റ് വൺ. ഓക്കെ, അപ്പോൾ ഡയാലിസിസ് ഇൻഎഫക്റ്റീവ് ആയിട്ട് വരുന്ന ഹൈ വീഡിയുള്ള ഡ്രഗ്സ്. ഓക്കെ, ഹൈ വീഡിയുള്ള ഡ്രഗ്സ് ഏതൊക്കെയാ, ബാഡ് ഡോക്ടർ എന്ന് വയ്ക്കുക. ഓക്കെ, മോശമായ ഡോക്ടർ, റൈറ്റ്, ബാഡ് ഡോക്. ഓക്കെ, ബി ഫോർ ബെൻസോഡൈസപ്പീൻസ്, നിങ്ങളുടെ ഡൈസപ്പാം അല്ലെ, അൽപ്രാസോല പോലത്തെ ഡ്രഗ്സ് ഒന്നും എന്ത് ചെയ്യില്ല, ബ്ലഡിൽ തന്നെ നിൽക്കില്ല. ഓക്കെ, അപ്പോൾ അവർ ടോക്സിറ്റി ഉണ്ടായി കഴിഞ്ഞാൽ അതിന് സ്പെസിഫിക് ആന്റിഡോട്ട് കൊടുക്കാന്നല്ലാതെ ഹീമോഡയാലിസിസ് ചെയ്തിട്ടൊന്നും പ്രത്യേകിച്ച് എഫക്ട് കിട്ടാനില്ല. ഓക്കെ, പ്രൊപ്രണോൾ പോലത്തെ ഡ്രഗ്സ്, ബീറ്റ ബ്ലോക്കേഴ്സ്. ഓക്കെ, ബി ഫോർ ടു ഡ്രഗ്സ്. ഓക്കെ, ഏതൊക്കെയാ, ബെൻസോഡൈസപ്പീൻസ് ആൻഡ് ബീറ്റ ബ്ലോക്കേഴ്സ്, റൈറ്റ്, ബീറ്റ ബ്ലോക്കേഴ്സ്. എ ഫോർ ആംഫിറ്റമീൻ, CNS സ്റ്റിമുലന്റ് ആയ ആംഫിറ്റമീൻ, റൈറ്റ്, ആംഫിറ്റമീൻ എ. ബി ഫോർ ഡിജോക്സിൻ. ഓക്കെ, ഡിജോക്സിൻ ബ്ലഡിൽ നിൽക്കാറില്ല, സോ എന്ത് ചെയ്യരുത്, ഇറ്റ് ഇസ് നോട്ട് ഇഫക്റ്റീവ്. എന്ത് സോറി, എന്ത് എഫക്റ്റീവ് ആയിരിക്കില്ല, ഹീമോഡയാലിസിസ് വോണ്ട് ബി ഇഫക്റ്റീവ്. റൈറ്റ്, O കൊണ്ട് രണ്ട് ഡ്രഗ്സ് ഉണ്ട്, ഏതൊക്കെയാ, ഓപ്പിയോയിഡ്സ് ആൻഡ് ഓർഗാനോ phosphates. Okay, organophosphates. Opioids and organophosphates. And finally, C for calcium channel blockers, nifedipine, amlodipine, all the drugs. Okay, calcium channel blockers.
റൈറ്റ് ഏതൊക്കെയാ? ബി ഫോർ രണ്ട് ഡ്രഗ് ഏതൊക്കെ? ബെൻസോഡൈസപ്പീൻസ് ആൻഡ് beta block, beta blockers. Right. A for amphetamine. ഏതാ? Amphetamine. amphetamine, D for bad അല്ലേ? D for digoxin. Okay. Digoxin. O for under drug ഉണ്ട് ഏതൊക്കെയാ? Opioids and organophosphates. organ Organophosphate. And finally C for calcium channel transmission, blockers. Right. Calcium channel blockers. Yes. Pravas, it will be repeated in the same on the same date today at 7:30. Are you there, Pravas? Where are you from? Which state, child? Right. Huh? Orissa. Are you from Orissa? So 7:30 को रहेगा क्लास, ठीक है? 7:30 to 9 o'clock evening. ബെൻസോഡൈസപ്പീൻസിന്റെ ആന്റിഡോട്ട്സ് വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മളിത് ഓരോ ചാപ്റ്ററിന്റെയും ആന്റിഡോട്ട്സ് അതാത് ചാപ്റ്ററിൽ പഠിക്കും. റൈറ്റ്. ഇപ്പോൾ ബെൻസോഡൈസപ്പീൻസ് നമ്മൾ CNS പഠിക്കും. ഓക്കെ. ഇപ്പോൾ വേണമെങ്കിൽ നമുക്ക് ഓർത്ത് വയ്ക്കാം ബെൻസോഡൈസപ്പീൻസിന്റെ ഏതാ? ഇറ്റ് ഈസ് ഫ്ലൂമാസെനിൻ. ഏതാ? luminescent, ഫ്ലൂമാസെനിൻ. ഓക്കെ. ബീറ്റ ബ്ലോക്കേഴ്സ് എന്തുകൊണ്ടാണ് ഗ്ലൂക്കോൺ വരുമെന്നും പറഞ്ഞുതരാം. ഓക്കെ. സോ വെൻ വി ഗോ ടു ANS, റൈറ്റ്. ബീറ്റ ബ്ലോക്കേഴ്സ് ഏതാ? ഗ്ലൂക്കഗോൺ. ഗ്ലൂക്കഗോൺ. ഓക്കെ. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പറയുന്നത് ഡിജോക്സിന് ഡിജിഫാബ കൊടുക്കുക. ഡിജോക്സിന്റെ അഗെയിൻസ്റ്റ് ഉള്ള ആന്റിബോഡി. റൈറ്റ്. ഡിജോക്സിൻ ആന്റിജനായിട്ട് ആക്ട് ചെയ്യും. അതിന്റെ അഗെയിൻസ്റ്റ് വരുന്ന ആന്റിബോഡി ഏതാ? ഡിജിഫാബ്. ഏതാ? G-fab, ഡിജിഫാബ്. ഓപ്പിയോയിഡ്സിന് കൊടുക്കുകയാണ് ഇത് നലോക്സോൺ. നാൽട്രെക്സോൺ അല്ല, ഇറ്റ് ഈസ് നലോക്സോൺ. ഏതാ? നലോക്സോൺ. naloxone, ഓർഗാനോഫോസ്ഫേറ്റ്സിന് എടുത്ത് ചോദിക്കാറുണ്ട് ഏത് ഡ്രഗ്സ് ആണ്? അട്രോപ്പിൻ ആൻഡ് പ്രാലിഡോക്സിൻ. pralidox, കാൽഷ്യം ചാനൽ ബ്ലോക്കേഴ്സ്, കാൽഷ്യം ഗ്ലൂക്കനേറ്റ്. കാൽഷ്യം ചാനൽ ബ്ലോക്കേഴ്സ് ആണ് അല്ലെ? കാൽഷ്യത്തിന്റെ എൻട്രീനെയാണ് പ്രിവെന്റ് ചെയ്യുക. ഒരുപാട് കൂടിക്കഴിഞ്ഞാൽ തീരെ കാൽഷ്യം ഉള്ളോട്ട് എത്താതെ വരും അല്ലേ? അപ്പൊ എന്ത് കൊടുക്കണം? കാൽഷ്യം തന്നെ കൊടുക്കണ്ടേ? കാൽഷ്യമിന്റെ അളവ് കുറയണുണ്ടല്ലേ? അപ്പൊ കാൽഷ്യം ചാനൽ ബ്ലോക്കേഴ്സിന്റെ ഏതാ? കാൽഷ്യം ഗ്ലൂക്കനേറ്റ്. gluconate, വി ഹാവ് ടു സീ ഈച്ച് ഓഫ് ദീസ് ഇൻ സ്പെസിഫിക് ചാപ്റ്റേഴ്സ്. ഓക്കെ. ഇപ്പൊ ബെൻസോഡൈസപ്പീൻസിന്റെ ഏതാ? ഫ്ലൂമാസെനിൻ. ഓക്കെ. ഫ്ലൂമാസെനിൻ. ഇനി മെറ്റബോളിസം. എന്താ മെറ്റബോളിസം? നമ്മുടെ ബോഡിയിൽ നമ്മൾ എടുക്കുന്ന ഡ്രഗ് എന്ത് ചെയ്യും? ലിവറിലാണ് മെയിൻ ആയിട്ട് നടക്കുക അല്ലെ? മെറ്റബോളിസം നടക്കുക. അപ്പോൾ നമ്മൾ IV ആണെങ്കിലും ഓറലായിട്ട് എടുത്ത ഡ്രഗ് ആണെങ്കിലും ലിവറിൽ എത്തിക്കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി കൺവേർട്ടഡ് ഫ്രം A ഫോം ടു B ഫോം അല്ലെ? അതിന് നമ്മൾ എന്താ പറയാ? ബയോ ട്രാൻസ്ഫോർമേഷൻ അല്ലെങ്കിൽ മെറ്റബോളിസം എന്ന് വിളിക്കുക. റൈറ്റ്. കെമിക്കലി അത് എന്ത് ചെയ്യും? ബോഡി വൺ ഫോം ടു ഡിഫറെന്റ് സെക്കൻഡ് ഫോമിലോട്ട് എന്ത് ചെയ്യും? കൺവേർട്ട് ചെയ്യും. റൈറ്റ്. ദർ ആർ 2 ടൈപ്സ് ഫേസസ് ഇൻ മെറ്റബോളിസം. ഏതാ? ഫസ്റ്റ് വൺ ഇസ് phase 1 റിയാക്ഷൻ അല്ലെ? phase 1 റിയാക്ഷൻ ഉണ്ട്. പിന്നെ എന്തുണ്ട്? phase 2 റിയാക്ഷൻ ഉണ്ട് അല്ലെ? phase 1 റിയാക്ഷനിൽ വരുന്ന മെയിൻ ആയിട്ടുള്ള ഒരു റിയാക്ഷൻസ് ആണ് ഇതൊക്കെ. ഓക്സിഡേഷൻ, റിഡക്ഷൻ, ഹൈഡ്രോളിസിസ്. ഓക്കെ. എന്താ മെയിൻ ഫംഗ്ഷൻ ഇതിന്റെ? ഫങ്ഷണൽ ഗ്രൂപ്പ്സിനെ എക്സ്പോസ് ചെയ്യുക എന്നുള്ളതാണ്. പറഞ്ഞാൽ പോളാർ ഗ്രൂപ്പ്സ് ആഡ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ എടുക്കുന്ന ഡ്രഗ് എങ്ങനെയായിരിക്കും? ലിപ്പോഫിലിക് ആയിരിക്കും അല്ലെ? റൈറ്റ്. അതിനെന്ത് ചെയ്യുക? ഹൈഡ്രോഫിലിക് ആക്കിയിട്ട് ബോഡിന്ന് എലിമിനേറ്റ് ചെയ്യാന്നുള്ളതല്ലേ ലിവറുടെ ഫംഗ്ഷൻ അല്ലെ? അല്ലെങ്കിൽ ബോഡി തന്നെ നിൽക്കും അല്ലെ? അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളതാണ് ഇത് phase 1ഉം phase 2. ഓക്കെ. phase 1 എന്താ നടക്കുന്നത്? ഓക്സിഡേഷൻ, റിഡക്ഷൻ, ഹൈഡ്രോളിസിസ് വഴി ഫങ്ഷണൽ ഗ്രൂപ്പ്സ് എക്സ്പോസ്ഡ് ആവും അല്ലെങ്കിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടും. ഓക്കെ. ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ്, അമിനോ ഗ്രൂപ്പ് ഒക്കെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്താണ്? അതെന്തായി? പിന്നെ പോലാറായി അല്ലെ? ഈ പോലാർ ആയിട്ടുള്ള phase 1 റിയാക്ടൻസിന് മേലെയാണ് പിന്നെ എന്ത് ചെയ്യുക? phase 2 നടക്കുക. ഓക്കെ. phase 2 എന്താ നടക്കുന്നത്? കോൺജുഗേഷൻ ആണ്. ഇപ്പൊ നിങ്ങളുടെ ഗ്ലൂട്ടാഥയോൺ അല്ലെ? ഗ്ലൂക്യൂറോണിഡേഷൻ, സൾഫേഷൻ എന്നൊക്കെ നടന്നിട്ട് അതെന്ത് ചെയ്യും? കംപ്ലീറ്റ്ലി വാട്ടർ സോളബിൾ ആവും. ശരിക്കും എന്താവും? വാട്ടർ സോളബിൾ ആവും. അങ്ങനത്തെ ഒരു ഡ്രഗിനെ പിന്നെ എന്ത് ചെയ്യും? കിഡ്നി വഴിയും ലിവർ വഴിയൊക്കെ എന്ത് ചെയ്യും? അത് എലിമിനേറ്റ് ചെയ്ത് പോകും. ക്ലിയർ ആണോ? അപ്പൊ phase 1 എന്താ നടക്കുന്നത്? ഫങ്ഷണലൈസേഷൻ റിയാക്ഷൻ അതിനെ പറയാൻ കാരണം എന്താ? ഫങ്ഷണൽ ഗ്രൂപ്പ്സിനെ ആഡ് ചെയ്തിട്ട് ഡ്രഗിന് എന്താക്കും? പോളാർ ആക്കും. ഓക്കെ. ഇൻക്രീസസ് പൊലാരിറ്റി. റൈറ്റ്. ഏതൊക്കെ റിയാക്ഷൻസ് ആണ് മെയിൻലി? ഓക്സിഡേഷൻ, റിഡക്ഷൻ ആൻഡ് ഹൈഡ്രോളിസിസ്. ഓക്കെ. ഹൈഡ്രോളിസിസ്. phase 1 കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡ്രഗ് ഇനാക്റ്റീവ് ആവണമെന്ന് നിർബന്ധമില്ല അല്ലെ? നമ്മൾ പലപ്പോഴും സിപ്പ് എൻസൈംസിനെ കുറിച്ച് പഠിച്ചിട്ടില്ലേ അല്ലെ? ചില സിപ്പ് എൻസൈംസ് എന്താ ചെയ്യുക? ഡ്രഗിനെ ഇനാക്റ്റീവ് ആക്കും അല്ലെ? ഒരു ഡ്രഗ് ഒരു ഫോമിനെ മറ്റു ഫോമിലോട്ട് മാറ്റിയിട്ട് എന്ത് ചെയ്യും? എനെ ബി ആക്കി മാറ്റി അതിനെന്ത് ചെയ്യും? ബീനെ ഇനാക്റ്റീവ് ആക്കും. പക്ഷെ കുറേ എക്സാമ്പിൾസ് നമ്മൾ എന്താ കാണാറ്? A to B കൺവേർട്ട് ആകുമ്പോൾ ബി എന്താവും? ആക്റ്റീവ് ഫോമിലോട്ട് മാറാറില്ലേ അല്ലെ? കോഡിൻ ടു മോർഫിൻ അല്ലെ? ട്രമഡോള് പ്രോ ഡ്രഗ് ആണ്. ക്ലോപ്പിഡോഗ്രൽ പ്രോ ഡ്രഗ് ആണ്. ഇതൊക്കെ എന്താ ചെയ്യുന്നത്? A to B കൺവേർട്ട് ആകുമ്പോൾ ആക്റ്റീവ് ആവുക ചെയ്യുന്നത്
അല്ലേ? അപ്പൊ phase 1 കഴിയുമ്പോൾ ഇറ്റ് ഈസ് നോട്ട് നെസസറി എന്ത് ഡ്രഗ് ഇനാക്റ്റീവ് ആവുന്ന നിർബന്ധമില്ല. ക്ലിയർ ആണോ? അതെപ്പോഴും നടക്കുക phase 2ലാണ് അല്ലേ? phase 2ലാണ് എന്ത് ചെയ്യുക നിങ്ങളുടെ ഡ്രഗ് കംപ്ലീറ്റ്ലി ഇനാക്റ്റീവ് ആവുക അല്ലേ? അപ്പൊ phase 1ൽ എന്ത് നടന്നു? നമ്മുടെ ഡ്രഗിനെ പോളാറാക്കി ബൈ ഇൻട്രൊഡ്യൂസിങ് ഏതൊക്കെ ഗ്രൂപ്പ്സ് ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് അമിനോ ഗ്രൂപ്പ് പോലത്തെ ഗ്രൂപ്പ്സ് ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തു അല്ലേ? ഓക്സിഡേഷൻ റിഡക്ഷൻ ഹൈഡ്രോളിസിസ് വഴി. അതിലോട്ട് നമ്മൾ എന്ത് ചെയ്യും ഗ്ലൂക്യൂറോണിഡേഷൻ അല്ലേ? അല്ലെങ്കിൽ ഗ്ലൂട്ടാഥയോൺ കോൺജുഗേഷൻ ഒക്കെ നടത്തി അല്ലെ സൾഫേഷൻ അസറ്റൈലേഷൻ ഒക്കെ നടത്തി എന്ത് ചെയ്യും അതിന് കംപ്ലീറ്റ്ലി ഇനാക്റ്റീവ് ആക്കും അല്ലെ? ഇനാക്റ്റീവ് ആക്കും. ഓക്കെ, ഇതിന് സിന്തറ്റിക് റിയാക്ഷൻ എന്നും പറയാറുണ്ട്. ഓക്കെ, അപ്പൊ ഓർത്ത് വെക്കാം phase 1ഉം phase 2ഉം കഴിയുമ്പോഴാണ് എന്ത് ചെയ്യുക ഡ്രഗ് ഫൈനലി പോളാറായിട്ട് എലിമിനേറ്റ് ചെയ്ത് പോവുക അല്ലെ? ഇപ്പൊ phase 2ൽ നമ്മളിങ്ങനെ ഗ്ലൂട്ടാഥയോൺ ഗ്ലൂക്യൂറോണൈഡ്സ് ഒക്കെ ആഡ് ചെയ്യുമ്പോൾ വാട്ടർ സോൾബിലിറ്റി ഒരുപാട് കൂടും. അതാണ് അതിന്റെ പേർപ്പസ്. ഓക്കെ, വാട്ടർ സോൾബിലിറ്റി ഒരുപാട് കൂടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും ബോഡിയിൽ നിന്ന് അത് എലിമിനേറ്റ് ചെയ്ത് പോകും. ഓക്കെ, അപ്പോൾ നമ്മുടെ ലിവറിന്റെ മെറ്റബോളിസത്തിന്റെ മെയിൻ എയിം എന്താ? ബോഡിയിൽ നിന്ന് എന്ത് ചെയ്യണം ഡ്രഗിനെ എലിമിനേറ്റ് ചെയ്ത് കളയണം എന്നുള്ളതാണ് അല്ലെ? അപ്പൊ അതിന് എന്താക്കും നോൺ പോളറായ സാധനത്തിനെ എന്താക്കി മാറ്റണം അതിനെ പോളാറാക്കി മാറ്റണം. ഓക്കെ, അതവിടെ നടക്കുന്നത് അല്ലെ? ഇനാക്റ്റീവ് ആക്കി പോളാറാക്കി എന്ത് ചെയ്യുക യൂറിനിലൂടെ ഒക്കെ മെയിൻലി എലിമിനേറ്റ് ചെയ്ത് കളയുക. റൈറ്റ്. ഏതൊക്കെ റിയാക്ഷൻസ് ആണ് phase 2ൽ വരുന്നത്? ഗ്ലൂക്യൂറോണിഡേഷൻ, സൾഫേഷൻ, അസറ്റൈലേഷൻ, മീഥൈലേഷൻ, ഗ്ലൂട്ടാഥയോൺ കോൺജുഗേഷൻ. ഓക്കെ, കോൺജുഗേഷൻ. ഓക്കെ, ഇതിൽ വേറൊരു ചോദ്യം കൂടി ചോദിക്കാറുണ്ട്. അപ്പോൾ ഒന്ന് പേർപ്പസ് എന്താണെന്ന് ചോദിക്കാറുണ്ട്. ടു കൺവേർട്ട് ഇറ്റ് ടു മേക്ക് ഇറ്റ് മോർ പോളാർ. ഓക്കെ, അതാണ് ആൻസർ വരിക. പിന്നെ വരുന്നത് മൈക്രോസോമൽ നോൺ മൈക്രോസോമൽ എൻസൈംസ് ഏതാണെന്ന് ചോദിക്കാറുണ്ട്. ഓക്കെ, ഇപ്പോൾ എങ്ങനെ ചോദിക്കാന്ന് വെച്ചാൽ ഗ്ലൂക്യൂറോണിഡേഷൻ തന്നിട്ട് ചോദിക്കും ഇതിനെ കാറ്റലൈസ് ചെയ്യുന്നത് ഏത് എൻസൈംസാ? മൈക്രോസോമൽ എൻസൈംസ് ആണോ അതോ നോൺ മൈക്രോസോമൽ എൻസൈംസ് ആണോ എന്ന് ചോദിക്കും. ഓക്കെ, ഞാൻ ചോദിച്ചിട്ടുണ്ട്. റൈറ്റ്. അപ്പോൾ എന്താ ഈ സംഭവം മൈക്രോസോമൽ ആൻഡ് നോൺ മൈക്രോസോമൽ? നിങ്ങളുടെ സെൽ എടുത്തു കഴിഞ്ഞാൽ അല്ലേ ന്യൂക്ലിയസിന്റെ അടുത്തായിട്ട് എന്തുണ്ട്? എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലം ഉണ്ട്. ഉണ്ടോ? അല്ലേ? അതിന്റെ സ്മോൾ പാക്കറ്റ്സിനെയാണ് നമ്മൾ എന്താ പറയാ മൈക്രോസോം എന്ന് പറയാം. എന്താ പറയാ മൈക്രോസോംസ്. റൈറ്റ്, മൈക്രോസോംസ്. അപ്പോൾ ഇവിടെ ഓർക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ മൈക്രോസോമിന്റെ ഉള്ളിലുള്ള എൻസൈംസ് എന്ന് പറഞ്ഞാൽ ഈ ഭാഗമില്ല നമ്മുടെ സെല്ലിന്റെ ഈ ഭാഗം നമ്മൾ സൈറ്റോസോൾ എന്നല്ലേ വിളിക്കുക. സൈറ്റോസോളിന്റെ മേജർ കണ്ടന്റ് എന്താ? വാട്ടർ ആണ്. എന്താണ്? വെള്ളമാണ്. ഓക്കെ, വെള്ളമാണ്. അപ്പൊ ഇവിടെയുള്ള എൻസൈംസ് എന്ന് പറഞ്ഞാൽ സൈറ്റോസോളിലുള്ള എൻസൈംസ് എങ്ങനെയായിരിക്കും? അവർ വെള്ളത്തിലല്ലേ ഉള്ളത്. അപ്പൊ അവരെ സബ്സ്ട്രേറ്റ് എന്ന് പറഞ്ഞാൽ ഹൈഡ്രോഫിലിക് ആയിട്ടുള്ള സാധനങ്ങളായിരിക്കും, പോളാർ ആയിട്ടുള്ള സാധനങ്ങളായിരിക്കും. മനസ്സിലാവുണ്ടോ? സൈറ്റോസോളില് ഉള്ള എൻസൈംസിനെ പറയുന്ന പേരാണ് നോൺ മൈക്രോസോമൽ എൻസൈംസ്. ക്ലിയർ? മനസ്സിലായോ? സൈറ്റോസോളിലുള്ള എൻസൈംസ് നമ്മൾ എന്താ വിളിക്കുക? നോൺ മൈക്രോസോമൽ അല്ലെ? അവർ എങ്ങനത്തെ സബ്സ്ട്രേറ്റിന്റെ മേലെ ആക്ട് ചെയ്യുന്നത്? പോളാർ. മനസ്സിലാവുണ്ടോ? കാരണം വെള്ളമല്ലേ, വെള്ളത്തിലുള്ളത്. വെള്ളത്തിൽ ഇരിക്കുന്ന ഒരാള് എങ്ങനത്തെ സബ്സ്ട്രേറ്റ് അതിന് കിട്ടുക? വെള്ളത്തിൽ ഡിസോൾവ് ആവുന്ന സാധനമല്ലേ കിട്ടുക കുറച്ചെങ്കിലും അല്ലേ? അപ്പൊ അതാണ് എന്ത് നോൺ മൈക്രോസോമൽ. റൈറ്റ്. മൈക്രോസോമൽ എന്ന് പറഞ്ഞപ്പോൾ എന്തിന്റെ പാക്കറ്റ്സ് എന്ന് പറഞ്ഞാൽ എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലത്തിന്റെ പാക്കറ്റ്സ് ആണ്. അതിന്റെ ഉള്ളിൽ എന്ന് പറയുമ്പോൾ അതിന്റെ ഇൻസൈഡ് ഓഫ് ഇറ്റ് എങ്ങനെയായിരിക്കും? ലിപ്പോഫിലിക് ആയിരിക്കും. അവിടെ വാട്ടർ ഇല്ല. ഓക്കെ, അപ്പൊ മൈക്രോസോമൽ എൻസൈംസ് കാണപ്പെടുന്നത് അവിടെ മൈക്രോസോംസിലാണ് അല്ലെ? അവർ മെയിൻലി എന്തിനു മേലെ ആക്ട് ചെയ്യുക? ലിപ്പോഫിലിക് ആയിട്ടുള്ള ഡ്രഗ്സിന് മേലെ ആക്ട് ചെയ്യുക. ഓക്കെ, ഓർക്കേണ്ട എന്താ നമ്മൾ ഡ്രഗ് ഇനീഷ്യലി എടുക്കുന്ന സമയത്ത് അത് ലിപ്പോഫിലിക് ആയിരിക്കും ഹൈഡ്രോഫിലിക് ആയിരിക്കും? ലിപ്പോഫിലിക് ആയിരിക്കും അല്ലെ? അപ്പോ മൈക്രോസോമൽ എൻസൈംസ് അതിന്റെ മേലെ പോയി ആക്ട് ചെയ്യാം അല്ലെ? കാരണം അവരുടെ സബ്സ്ട്രേറ്റ് എന്താ? ലിപ്പോഫിലിക് അല്ലേ? ഓക്കെ, അപ്പോൾ phase 1ൽ വരുന്ന എല്ലാതും ഏത്? ഓക്സിഡേഷൻ, റിഡക്ഷൻ, ഹൈഡ്രോളിസിസ്, ഇത് മൂന്നല്ല മെയിൻ ആയിട്ട് പറഞ്ഞേ അല്ലെ? ഇതിനൊക്കെ ആരെ കാറ്റലൈസ് ചെയ്യാം? മൈക്രോസോമൽ എൻസൈംസ്. ഓക്കെ, അത് കൂടാതെ ഒന്നും കൂടി കോൺജുഗേഷനിൽ വരുന്ന phase 2ൽ വരുന്ന ഗ്ലൂക്യൂറോണിഡേഷൻ. ഓക്കെ, ഇത്രയും ഏതാണ്? മൈക്രോസോമൽ എൻസൈംസ് ആണ് കാറ്റലൈസ് ചെയ്യുക. ഇതല്ലാത്ത ബാക്കി എല്ലാ phase 2 കോൺജുഗേഷൻ റിയാക്ഷൻസും എക്സെപ്റ്റ് ചെയ്ത് ഗ്ലൂക്യൂറോണിഡേഷൻ is catalyzed by non-microsomal enzymes. Where are they present? എവിടെയുള്ളത്? സൈറ്റോസോളിലുള്ളത് അല്ലെ? മൈക്രോസോമൽ എവിടെയാ? They are packets of endoplasmic reticulum അല്ലെ? റൈറ്റ്. അപ്പൊ നിങ്ങൾ ഇനീഷ്യൽ ഡ്രഗ് എടുത്തു കഴിഞ്ഞാൽ ഫസ്റ്റ് എന്ത് ചെയ്യും? മൈക്രോസോമൽ എൻസൈംസ് അല്ലെ? സിപ്പ് എൻസൈംസ് അല്ലെ? അവരെന്ത് ചെയ്യും? അതിനെ ഓക്സിഡൈസ് ചെയ്യും, റിഡ്യൂസ് ചെയ്യും, ഹൈഡ്രോളൈസ് ചെയ്യും അല്ലെ? അത് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിങ്ങോട്ട് വിടും സൈറ്റോസോളിലോട്ട് അല്ലെ? സൈറ്റോസോളിൽ ആരുണ്ട് ഈ ഭാഗത്തൊക്കെ ആയിട്ട്? നിങ്ങളുടെ നോൺ മൈക്രോസോമൽ എൻസൈംസ് ഉണ്ട്. ദേ ആക്ട് ഓൺ ഇറ്റ് അല്ലെ? എന്നിട്ട് എന്ത് ചെയ്യും? അതിനെ പിന്നെയും കൺവേർട്ട് ചെയ്യും.
more polar ആക്കും അല്ലേ water soluble ആക്കും and finally it is eliminated. Okay. Upper glucuronidation is catalyzed by which type of enzymes? Microsomal or non-microsomal? Answer എന്താ വരിക? Microsome. Micro. Glucuronidation, children. Exception ആണ് glucuronidation, oxidation reduction, hydrolysis, പിന്നെ phase 2 reactions like glucuronidation അല്ലേ ഇത് ആരാ കാറ്റലൈസ് ചെയ്യുക മൈക്രോസോമൽ എൻസൈംസ് ആണ് കാറ്റലൈസ് ചെയ്യുക നോൺ മൈക്രോസോമൽ എൻസൈംസ് കാറ്റലൈസ് ചെയ്യുന്നത് ഇതൊക്കെയാ സൾഫേഷൻ അസിറ്റൈലേഷൻ മീഥൈലേഷൻ ഗ്ലൂട്ടാഥയോൺ കോൺജുഗേഷൻ ഓക്കെ ഗ്ലൂക്യൂറോണ്ടേഷൻ ചെയ്യാറില്ല ഗ്ലൂക്യൂറോണ്ടേഷൻ ആരാ ചെയ്യുക മൈക്രോസോമലാ ചെയ്യുക കേട്ടോ അപ്പോൾ മൈക്രോസോമൽ എൻസൈംസ് ഏതാ കാറ്റലൈസ് ചെയ്യുന്നത് oxidation, come on, reduction, hydrolysis Hydrolysis. and Glucuronidation. okay, glucuronidation. Non-microsomal ഏതൊക്കെയാ all phase 2 except glucuronidation. Clear അല്ലേ ആണോ Yes. റൈറ്റ് ഇനി ചോദ്യം which of the following അല്ലല്ല റൈറ്റ് അപ്പോൾ oxidation is catalyzed by which enzyme microsomal or non-microsomal oxidation Microsome. microsomal glucuronidation ആണെങ്കിലോ Microsome. microsomal acetylation ആണെങ്കിലോ Non-microsome. ക്ലിയർ അല്ലേ യെസ് റൈറ്റ് അപ്പൊ മെയിൻ എയിം എന്താ ഇൻക്രീസ് ദി പൊലാരിറ്റി എന്നുള്ളതാണ് സോ ദാറ്റ് ഇറ്റ് ബിക്കംസ് ഇനാക്റ്റീവ് ഇറ്റ് ഇസ് എലിമിനേറ്റഡ് വയ മെയിൻ റൂട്ട് ഇസ് യുവർ കിഡ്നീസ് ഓക്കെ കിഡ്നീസ് ഫീക്കൽ റൂട്ടിലൂടെയും പോവാറുണ്ട് ഇഫ് ഇറ്റ് അണ്ടർഗോസ് വാട്ട് ഹെപ്പാറ്റിക് മെറ്റബോളിസം മെയിൻലി ഹെപ്പാറ്റിക് മെറ്റബോളിസം തന്നെ നടക്കുന്നത് സൈസ് കൂടുതലാണെങ്കിൽ ബൈലിലൂടെയും സൈസ് കുറവാണെങ്കിൽ യൂറിനിലൂടെയും എലിമിനേറ്റ് ചെയ്തു ഓക്കെ ബ്രേക്ക് വേണോ ബ്രേക്ക് വേണോ കണ്ടിന്യൂ ചെയ്യട്ടെ ജർഷീന ബ്രേക്ക് വേണോ ഒരു 5 മിനിറ്റ് വേണം ടൈം is 6:45 okay you'll start at 6:50 okay വെള്ളം കുടിച്ചിട്ട് വരാം okay thank you okay next is enzyme drug enzyme interaction okay ചില drugs എന്തെന്ന് വെച്ചാൽ എൻസൈമിനെ ഇൻഡ്യൂസ് ചെയ്യും പറഞ്ഞാൽ എൻസൈമിന്റെ ആക്ടിവിറ്റീനെ കൂട്ടും ഓക്കെ അതെന്നുള്ള പറയാം എൻസൈം ഇൻഡക്ഷൻ എന്ന് പറയും ഓക്കെ റൈറ്റ് അപ്പൊ എന്താ പറഞ്ഞ ലിവറിൽ എന്തുണ്ട് നമ്മൾ പറഞ്ഞു 2 തരം എൻസൈംസ് ഒക്കെ ഉണ്ടല്ലോ അല്ലെ അതിൽ സിപ്പ് എൻസൈംസ് നമ്മുടെ ഫേസ് 1 എൻസൈംസ് ഇത് സിപ്പ് 1 എൻസൈംസ് ഈ ഇപ്പൊ പറഞ്ഞ പോലെ ഓക്സിഡേഷൻ റിഡക്ഷൻ ഒക്കെ നടത്തുന്ന എൻസൈംസിന്റെ ആക്ടിവിറ്റീനെ കൂട്ടാനുള്ള പൊട്ടൻഷ്യൽ ഉണ്ട് ആർക്ക് ചില ഡ്രഗ്സിന് ഓക്കെ അവർ നമ്മൾ എന്ത് വിളിക്കും എൻസൈം ഇൻഡ്യൂസേഴ്സ് എന്ന് വിളിക്കും എൻസൈം ആക്ടിവിറ്റി എന്താ ചെയ്യാം പ്രൊമോട്ടാ ചെയ്യാം കൂട്ടുക ചെയ്യും ഓക്കെ അതിന്റെ ഇഫക്റ്റ് എന്താണെന്ന് നോക്കാം ഓക്കെ ലിവറിന്റെ മെയിൻ ഫംഗ്ഷൻ മെറ്റബലൈസ് ചെയ്യാം ഇപ്പൊ നോർമലി ഇപ്പൊ നമ്മൾ ഡ്രഗ് എടുത്തു നിൽക്കുക എത്ര എടുത്തു ഒരു 100 എടുത്തു ഓക്കെ 100 പാർട്സ് എടുത്തു അത് ലിവറിലൂടെ കടന്നുപോയി ഒരു 20 പാർട്ട് മെറ്റബലൈസ് ആയി എത്ര പാർട്ട് ബ്ലഡിലോട്ട് എത്തും അപ്പൊ ബാക്കിയുള്ള 80 പാർട്സ് എത്തും ഓക്കെ ഈ 80 പാർട്സ് ആണ് നിങ്ങൾക്ക് വേണ്ട ആക്ഷൻ തരുന്നതെന്ന് വെക്കുക മനസ്സിലായോ നമ്മൾ എന്ത് ചെയ്തു ഡ്രഗ് എടുത്തു എത്ര പാർട്സ് എടുത്തു 100 പാർട്സ് എടുത്തു ഓക്കെ അതിൽ 20 പാർട്സ് ലിവറിൽ മെറ്റബലൈസ് ചെയ്ത് പോയി ബാക്കിയുള്ള എത്ര എത്തും ബ്ലഡിലോട്ട് 80 പാർട്സ് എത്തും അല്ലെ 80 പാർട്സ് എത്തി അപ്പൊ അതാണ് നമുക്ക് എന്ത് തരുന്നത് ആക്ഷൻ തരുന്നത് വെക്കാം ഓക്കെ അപ്പൊ നിങ്ങൾ എന്ത് ചെയ്തു ഈ 100 പാർട്ട് ഡ്രഗിന് കൂടെ തന്നെ ഒരു വേറെ ഡ്രഗ് എടുത്തു വിച്ച് കോസസ് എൻസൈം ഇൻഡക്ഷൻ എൻസൈമിന്റെ ആക്ടിവിറ്റി കൂട്ടുന്ന ഒരു ഡ്രഗ് എടുത്തു എന്ന് വെക്കാം ഫോർ എക്സാമ്പിൾ റിഫാംപെൻ എടുത്തു ഓക്കെ ആന്റി ടി ബി ഡ്രഗ് ആയ റിഫാംപെൻ എടുത്തു എന്ന് വെക്കാം അതെന്ത് ചെയ്യും ഇവിടെ എൻസൈമിന്റെ ആക്ടിവിറ്റി കൂട്ടില്ലേ കൂട്ടും കൂട്ടിക്കഴിഞ്ഞാൽ 20 എന്നുള്ളത് എന്താവും ചിലപ്പോൾ കൂടുതലും ഡ്രഗ് മെറ്റബലൈസ് ആവില്ലേ 20ന്റെ പകരം ചിലപ്പോൾ 40 മെറ്റബലൈസ് ആവും അല്ലേ ആദ്യം വന്ന് 20 ഇപ്പൊ എത്രയായി 40 ആയി നിൽക്കുക അപ്പൊ എത്ര ബ്ലഡിലോട്ട് എത്തും 100 മൈനസ് 40 60 എത്തുള്ളൂ അല്ലെ അപ്പൊ ആക്ഷൻ ഉദ്ദേശിച്ച ആക്ഷൻ കിട്ടുമോ ഇല്ല കുറയും അല്ലെ കുറയും അപ്പോ അതാണ് എൻസൈം ഇൻഡ്യൂസസ് എന്താ ചെയ്യാം ഡ്രഗ് ഫെയിലിയർ ഉണ്ടാക്കുക തെറാപ്പിനെ മെജോറിറ്റി കേസസിലും തെറാപ്പി ഫെയിലിയർ ഉണ്ടാക്കുക ഇപ്പൊ കേട്ടിട്ടുണ്ടാവും എന്ത് ഓറൽ കോൺട്രാസെപ്റ്റീവ്സ് യൂസ് ചെയ്യണ ഒരു പേഷ്യന്റ് റിഫാംപിസിൻ എടുത്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക ഓറൽ കോൺട്രാസെപ്റ്റീവ് ഫെയിലിയർ ഉണ്ടാവുക അല്ലേ ഓക്കെ അപ്പൊ അങ്ങനത്തെ പേഷ്യന്റ് എന്താവും ചിലപ്പോ OCP എടുത്താൽ പോലും പ്രഗ്നന്റ് ആവും അല്ലേ ഇത് ചോദ്യം ചോദിക്കാറുണ്ട് ഓക്കെ റൈറ്റ് അപ്പോ ഇന്ററാക്ഷൻ കുറെ ഇന്ററാക്ഷൻസ് എന്ത് ചെയ്യാറുണ്ട് എൻസൈം ഇൻഡക്ഷനും ഇൻഹിബിഷനും വെച്ച് വരാറുണ്ട് കോൺസെപ്റ്റ് ക്ലിയർ ആണെങ്കിൽ എന്താ ആൻസർ ചെയ്യാൻ സുഖം റൈറ്റ്
അപ്പോൾ ദാറ്റ് ആർ എൻസൈം ഇൻഡ്യൂസേഴ്സ്. ദേ കോസ് വാട്ട്? ഡ്രഗ് ഫെയിലിയർ. ഇത്രയും ക്ലിയർ ആണോ? ഓക്കെ. ഏതൊക്കെയാ ഡ്രഗ്സ്? ക്രാബ് GPS ഓർക്കുക. എന്ത്? ക്രാബ് GPS. ഓക്കെ. ഇവിടെ സി കാർബാമസെപ്പീൻ. എന്താണ്? കാർബാമസെപ്പീൻ. സി ഫോർ കാർബാമസെപ്പീൻ. ആർ ഫോർ റിഫാംപിൻ. റിഫാംപിൻ അല്ലെങ്കിൽ റിഫാംപിസിൻ. ബോത്ത് ആർ സെയിം, റൈറ്റ്? റിഫാംപിൻ. എ ഫോർ ക്രോണിക് ആൽക്കഹോൾ ഇൻടേക്ക്. ക്രോണിക് ഉദ്ദേശം എന്താ? സ്ഥിരമായിട്ട് ആൽക്കഹോൾ കഴിക്കുന്നവരിൽ എൻസൈം ഇൻഡക്ഷൻ ഉണ്ടാവുക. അക്യൂട്ട് ആൽക്കഹോൾ നേരെ തിരിച്ചുണ്ടാക്കുക കേട്ടോ. അപ്പോൾ ഓർക്കുക, ക്രോണിക് ആൽക്കഹോൾ ഇൻടേക്ക് കോസസ് എൻസൈം ഇൻഡക്ഷൻ. പിന്നെ പി ഫോർ ഫീനോ ബാർബിറ്റോൺ. ക്രാപ്പിലെ പി ഫോർ ഫീനോ ബാർബിറ്റോൺ. ജി ഫോർ ഗ്രീസിയോഫൾവിൻ. ഓക്കെ. ജി ഫോർ ഗ്രീസിയോഫൾവിൻ. GPS അല്ലേ? പി ഫോർ ഫിനിറ്റോയിൻ. ഫിനിറ്റോയിൻ. ആൻഡ് ഫൈനലി എസ് ഫോർ സൾഫനൈൽ യൂറിയസ്. ഓക്കെ. സൾഫനൈൽ യൂറിയ. ഏതൊക്കെയാ? സി ഫോർ ക്രാപ്പ്. സി കാർബാമസെപ്പീൻ. പറഞ്ഞോളൂ. സി ഫോർ carbamazepine. R for rifampin. Rifampin. A for chronic alcohol. Okay. Chronic alcohol. P for crapple. P. Phenobarbital. C for chlorphylline. P for phenytoin. Phenytoin. S for sulfonylurea. Sulfonylurea as an example. One. Sulfonylurea as an example. OH അല്ലേ? ഓറൽ ഹൈപ്പോഗ്ലൈസമിക് ഏജന്റ് അല്ലേ? സൾഫനൈൽ യൂറിയ ആണോ? ഏതാ? പെട്ടെന്ന് സമയില്ല. ഗ്ലിബൻക്ലമൈഡ്, ഗ്ലിപ്പിസൈഡ്, ഗ്ലിക്ലസൈഡ്, ഗ്ലിമിപ്പറൈഡ് ഒക്കെ അല്ലേ? ആണോ? റൈറ്റ്. സ്മോക്കിംഗ് ഓൾസോ കോസസ് എൻസൈം ഇൻഡക്ഷൻ. ഓക്കെ. സ്മോക്കിംഗ് ഓൾസോ കോസസ് എൻസൈം ഇൻഡക്ഷൻ. സിപ്പ് 1 A2 പറ്റുമെങ്കിൽ ഓർത്ത് വെക്കുക, അല്ലെങ്കിൽ നമുക്ക് കൺസേൺ ചാപ്റ്റേഴ്സിൽ പഠിക്കാം. ഓക്കെ. സിപ്പ് 1 A2. റൈറ്റ്. ഇപ്പൊ ക്രാബ് GPS കഴിഞ്ഞു. ഇനി അടുത്തത് എൻസൈം ഇൻഹിബിറ്റേഴ്സ് ആണ് കൊടുക്കാന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കാം? ലിവറിൽ എത്രയാണ്? ഇപ്പൊ നമ്മൾ 100 എടുത്തപ്പോൾ എത്രയാണ് മെറ്റബിലൈസ് ആയി പോയത് ലിവറിൽ? 20 നോർമലി അല്ലെ? 80 ആണ് എത്തിയിരുന്നത്. ഈ ഡ്രഗിന്റെ കൂടെ നമ്മൾ എൻസൈം ഇൻഹിബിറ്റർ ആയ ഏതെടുക്കണ്ടേ? ഐസോനിയാസിഡ് എടുത്തു നിൽക്കുക. ഏത്? ഐസോനിയാസിഡ്. ഓക്കെ. ഐസോനിയാസിഡ് എടുത്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ഇവിടെ എൻസൈമിന്റെ ആക്ടിവിറ്റി കുറയല്ലേ ചെയ്യുക? എൻസൈം ഇൻഹിബിഷൻ അല്ലേ? അല്ലേ? അപ്പൊ 20 പകരം ഒരു 10 മെറ്റബിലൈസ് ആവണമെന്ന് വെക്കുക. അപ്പൊ എത്ര ബ്ലഡിലോട്ട് എത്തും? 90 ബ്ലഡിലോട്ട് എത്തി. ആക്ടിവിറ്റി എന്ത് ചെയ്തു? കൂടിയോ? അല്ലെ? ആദ്യം 80 എത്തിയിട്ടുണ്ടായിരുന്നുള്ളൂ. അതാണ് നമുക്ക് വേണ്ട ആക്ഷൻ പ്രൊഡ്യൂസ് ചെയ്തത് അല്ലെ? ഇവിടെ എന്തായി? 90 എത്തി. കൂടുതലെത്തി. അപ്പൊ കൂടുതൽ ആക്ഷൻ കിട്ടും അല്ലെ? ടോക്സിറ്റി ഉണ്ടാവാനുള്ള ചാൻസ് ഇല്ലേ? ക്ലിയർ അല്ലേ? റൈറ്റ്. അതാണ് എന്ത്? എൻസൈം ഇൻഹിബിറ്റേഴ്സ്. ഓക്കെ. എൻസൈം ഇൻഹിബിറ്റേഴ്സ് എന്താ നടത്തുക? ഒരു ഡ്രഗിനെ കൂടെ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ മെറ്റബോളിസം കുറയും. മെറ്റബോളിസം കുറഞ്ഞു കഴിഞ്ഞാൽ ഡ്രഗ് ബോട്ടിൽ എമൗണ്ട് കൂടും അല്ലെ? ബോട്ടിൽ എമൗണ്ട് കൂടും. അങ്ങനെ എന്തുണ്ടാവും? ടോക്സിറ്റി ഉണ്ടാവാം. ഏതൊക്കെയാ ഡ്രഗ്സ്? sickfaces.com. ഓക്കെ. എസ് ഫോർ എന്നോട് പറഞ്ഞ എസ് ഫോർ സോഡിയം വാൽപ്രോവേറ്റ്. പറയ്. എസ് ഫോർ ഐ ഫോർ ഐസോനിയാസിഡ്. ഓക്കെ. ഐസോനിയാസിഡ്. സി ഫോർ സിക്കില്. സി ഫോർ സിമെറ്റഡിൻ. കെ ഫോർ ketoconazole. Okay. Ketoconazole. Sorry. F for fluconazole. ഇത് fluconazole. Okay. Fluconazole, fluoxetine. രണ്ടും. Fluconazole is azole antifungal. Fluoxetine ഏതാ? SSRI. അല്ലേ? Antidepressant. Fluoxetine. Then A for amiodarone. A for amiodarone. Acute alcohol. ഇവിടെ ഏതാ പറഞ്ഞ? ക്രോണിക് ആൽക്കഹോളാ പറഞ്ഞ. സ്ഥിരമായിട്ട് കഴിക്കുന്നവരിൽ എൻസൈം ഇൻഡക്ഷൻ. എപ്പോഴെങ്കിലും ഒരിക്കൽ കഴിച്ചാൽ എൻസൈം inhibition, right? Enzyme inhibition. A for acute alcohol, amiodarone. C for sick faces less. C chloramphenicol. Okay, chloramphenicol. But നമ്മൾ താഴോട്ട് majority antibiotics ആണ് കേട്ടോ. E for erythromycin. Okay. S for sulfonamide. Faces.com. C for ciprofloxacin. O for omeprazole. And M for metronidazole. Okay, metronidazole. S for sick faces. S for sodium sodium valproate. I for isoniazid. C for cimetidine. K for ketoconazole. F for fluconazole. A for amiodarone and alcohol, acute alcohol. Okay. C for chloramphenicol. E for erythromycin. S for sulfonamide. Again. C for ciprofloxacin. O for omeprazole and M for metronidazole. Okay. ഇതില് ഹെർബൽ ഡ്രഗ് ആയിട്ടുള്ള സെന്റ് ജോൺസ് വാട്ട് ഇസ് എ എൻസൈം ഇൻഡ്യൂസർ. ഓക്കെ. സെന്റ് ജോൺസ് വാട്ട് ആന്റി ഡിപ്രസന്റ് ആണ്. വെരി മച്ച് ഇമ്പോർട്ടന്റ് ഡ്രഗ്. വെരി വെരി ഇമ്പോർട്ടന്റ്. റൈറ്റ്. ഏതാ?
സെന്റ് ജോൺസ് വോട്ട്. ഇത് വെച്ചിട്ട് പല ഇന്ററാക്ഷൻസും ചോദിക്കാറുണ്ട്. അതിൽ ഒരെണ്ണമാണ് ഇത് ഇമ്മ്യൂണോ സപ്രസൻസ്. ഇപ്പോൾ ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ കഴിഞ്ഞ ഒരു പേഷ്യൻ്റ് ആണെന്ന് വെക്കാം. ഓക്കെ, ഇമ്മ്യൂണോ സപ്രസൻസിലാണ്. ഓക്കെ, അയാള് എന്ത് ചെയ്തു? ഒരു ഹെർബൽ ഡ്രഗ് എടുത്തു. എന്തുണ്ടായി? ഓർഗൻ റിജക്ഷൻ ഉണ്ടായി എന്ന് പറയും. ഏത് ഡ്രഗാന്ന് ചോദിക്കും. ഓർഗൻ റിജക്ഷൻ. അപ്പോൾ ലിവർ ട്രാൻസ്പ്ലാന്റ് നടന്ന പേഷ്യന്റിൽ അയാൾ എന്താ എടുത്തോണ്ടിരിക്കുന്നത്? ഇമ്മ്യൂണോ സപ്രസെന്റ് എടുത്തോണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ ബോഡി എന്ത് ചെയ്യും? പുറത്തുനിന്ന് വന്നൊരു ഓർഗൺ ആണല്ലോ, അതിനെന്ത് ചെയ്യും? റിജക്ട് ചെയ്യും അല്ലേ? അപ്പൊ ഇതില്ലാതിരിക്കാൻ വേണ്ടി എന്തെടുക്കുന്നുണ്ട്? ഇമ്മ്യൂണോ സപ്രസൻസ് എടുക്കുന്നുണ്ട്. അയാൾ സെന്റ് ജോൺസ് വോട്ട് എടുത്തു കഴിഞ്ഞാൽ പ്രശ്നം എന്താ? ഇമ്മ്യൂണോ സപ്രസൻസിന്റെ അളവ് ബോഡിയിൽ കുറയില്ലേ? കുറയും. എൻസൈം ഇൻഡക്ഷൻ ആണ് അല്ലേ? ആണോ? റൈറ്റ്. അളവ് അളവ് കുറയും. കുറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇമ്മ്യൂണോ സപ്രസൻസിന്റെ ബോഡി എന്ത് ചെയ്യും? ലിവറിനെ റിജക്ട് ചെയ്യും അല്ലേ? അപ്പൊ ഏത് ഡ്രഗ് ആയിരിക്കും റെസ്പോൺസിബിൾ വേണ്ടി ചോദിക്കാറുണ്ട്. ആൻസർ എന്താ വരിക? സെന്റ് ജോൺസ് വോട്ട് ആണ്. കാരണം എന്താ? ബിക്കോസ് ഇറ്റ് ഇസ് എൻസൈം ഇൻഡ്യൂസർ. റൈറ്റ്, ഇൻഡ്യൂസ്. അങ്ങനെയുള്ള ഇന്ററാക്ഷൻസ് ചോദിക്കുക എക്സാമിൽ. മനസ്സിലായോ? റൈറ്റ്. ഇനി എൻസൈം ഇൻഹിബിറ്റർ ഏതാ? ഗ്രേപ്പ് ഫ്രൂട്ട്. ഓക്കെ, ഗ്രേപ്പ് ഫ്രൂട്ടും സിംവാസ്റ്റാറ്റിന്റെയും വെച്ചിട്ട് ഇന്ററാക്ഷൻ ചോദിക്കാറുണ്ട്. സിംവാസ്റ്റാറ്റിൻ ഏതാ? സ്റ്റാറ്റിൻ ആണ് അല്ലേ? ഏതാ മേജർ സൈഡ് എഫക്ട്? മയോപ്പതി. ഇത് കൺസേൺ ചാപ്റ്റേഴ്സിൽ പറഞ്ഞു തരും കേട്ടോ. മയോപ്പതിയാണ് അല്ലേ? ഗ്രേപ്പ് ഫ്രൂട്ട് എടുത്തു കഴിഞ്ഞാൽ സിംവാസ്റ്റാറ്റിൻ അളവ് ബോഡിയിൽ കൂടും അല്ലേ? ടോക്സിറ്റി അല്ലേ? ഓക്കെ, കൂടും. അപ്പോ മയോപ്പതി എന്ത് ചെയ്യും? വേഴ്സൺ ചെയ്യും. ക്ലിയർ ആണോ? അപ്പൊ അങ്ങനെയാണ് എന്ത് വരിക? ക്വസ്റ്റ്യൻസ് വരിക. അപ്പോൾ ഏതൊക്കെയാണ് ഇൻഹിബിറ്റേഴ്സ്, ഏതൊക്കെയാണ് ഇൻഡ്യൂസേഴ്സ് എന്ത് ചെയ്യണം? അറിഞ്ഞിരിക്കണം. ഇൻഡ്യൂസേഴ്സ് എടുത്തു കഴിഞ്ഞാൽ ബോഡിയിലുള്ള ഡ്രഗിന്റെ അളവ് കുറയും അല്ലെ? കൂടെ കൂടുന്ന ഡ്രഗിന്റെ അളവ് കുറയും. ഇവിടെ എന്ത് ചെയ്യും? കൂടും. ഓക്കെ, ക്ലിയർ അല്ലേ? ലക്ഷ്മി, ക്ലിയർ ആണോ? ഒന്നും കൂടെ എക്സ്പ്ലെയിൻ ചെയ്യോ മാം? ഏതാ പറയണ്ടേ? എൻസൈം ഇൻഡ്യൂസസ് മൊത്തത്തിലോ? അല്ല, ഇപ്പൊ ലാസ്റ്റ് പറഞ്ഞു പോർഷൻ അത്. ലാസ്റ്റ് എന്താ പറഞ്ഞ? എൻസൈം ഇൻഡ്യൂസേഴ്സ് എന്താ ചെയ്യുന്നത്? ഡ്രഗിന്റെ അളവ് ബോഡിയിൽ കുറയ്ക്കല്ലേ ചെയ്യാം. കാരണം എന്താ? ആദ്യം 80 എത്തിയിരുന്നു അല്ലേ? അതിന്റെ കൂടെ ഓർമ്മയുണ്ടോ? 100ന്ന് 20 പോയി 80 എത്തി അല്ലേ? അപ്പൊ നമ്മൾ ഇൻഡ്യൂസേഴ്സ് കൊടുക്കുമ്പോൾ എന്താ നടക്കുക? 100ന്ന് 80ന് പകരം ഇപ്പൊ 20ന് പകരം എത്ര മെറ്റബിലൈസ് ആവും? കൂടുതലല്ലേ മെറ്റബിലൈസ് ആവുക? ഇൻഡക്ഷൻ അല്ലേ നടക്കുന്നത് അല്ലേ? 40 മെറ്റബിലൈസ് ആയി. എത്ര എത്തി? 60 എത്തി. 60 എത്തുന്നുള്ളൂ അല്ലേ? അപ്പൊ അതിന്റെ അളവ് കുറഞ്ഞില്ലേ? അപ്പൊ നമ്മൾ സെന്റ് ജോൺസ് വോട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഡ്രഗിന്റെ അളവ് കുറയല്ലേ ചെയ്യുക? മെറ്റബോളിസം അല്ലേ? അപ്പൊ ഇമ്മ്യൂണോ സപ്രസൻസ് എടുക്കുന്ന ഒരു പേഷ്യന്റിന് സെന്റ് ജോൺസ് വോട്ട് എടുത്തു കഴിഞ്ഞാൽ ഇമ്മ്യൂണോ സപ്രസൻ അളവ് ബോഡിയിൽ കുറയല്ലേ ചെയ്യുക? അങ്ങനെ കുറഞ്ഞു കഴിഞ്ഞാൽ വേണ്ടത്ര ഡ്രഗ് ഉണ്ടാവുമോ നമ്മുടെ ഇമ്മ്യൂണിറ്റിനെ സപ്രസ് ചെയ്യാന്? ഇല്ല. ഇല്ല. ഇല്ലാന്നുണ്ടെങ്കിൽ ബോഡി എന്ത് ചെയ്യും? ലിവറിന് അല്ലെങ്കിൽ ഏതെങ്കിലും ട്രാൻസ്പ്ലാന്റഡ് ഓർഗനെ റിജക്ട് ചെയ്യില്ലേ? കാരണം ഇമ്മ്യൂണോ സപ്രഷൻ ഇല്ലല്ലോ. മനസ്സിലായോ? അതാ ഉദ്ദേശം. ക്ലിയർ അല്ലേ? ദർശിൻ, അനുശ്രൻ വരിക. ഓക്കെ, നെക്സ്റ്റ്. ചില ഡ്രഗ്സ് നമ്മുടെ ബ്ലഡിലുള്ള ഓക്കെ എസ്റ്ററേസ്, പ്ലാസ്മ എസ്റ്ററേസ് വഴിയാണ് എന്ത് ചെയ്യുക? മെറ്റബിലൈസ് ചെയ്ത് പോവുക. ഓക്കെ, അപ്പൊ എസ്റ്ററേസ് വഴി മെറ്റബിലൈസ് ചെയ്യുന്ന ഡ്രഗ്സ് ഒക്കെ ഷോർട്ട് ആക്ടിങ് ആയിരിക്കും. വളരെ ഷോർട്ട് ആക്ടിങ് ആയിട്ടുള്ള ഡ്രഗ്സ് ആയിരിക്കും. ഓക്കെ, ഷോർട്ട് ആക്ടിങ് പറഞ്ഞാൽ വിത്തിൻ മിനിറ്റ്സ് എന്ത് ചെയ്യും? ഹാഫ് അത് എന്ത് ചെയ്യും? ബോഡിയിൽ നിന്ന് മെറ്റബിലൈസ് ചെയ്ത് പോകും. ഓക്കെ, അപ്പൊ അങ്ങനത്തെ ഡ്രഗ് നമ്മൾ പൊതുവെ എങ്ങനെ കൊടുക്കേണ്ടി വരും? IV ഇൻഫ്യൂഷൻ ആയിട്ട് കൊടുക്കേണ്ടി വരും. കാരണം എന്താ? പെട്ടെന്ന് മെറ്റബിലൈസ് ചെയ്ത് പോകണോണ്ട് കഴിച്ചിട്ട് കാര്യമില്ല അല്ലെ? പിന്നെ ഒരു ഡ്രഗ് എടുത്തു, അത് അബ്സോർബ് ആയി, പിന്നെ എത്തി, പിന്നെ ആക്ഷൻ പ്രൊഡ്യൂസ് ചെയ്യും. അതിനുള്ള സമയമൊന്നും ഇല്ല. അത് പെട്ടെന്ന് എന്ത് ചെയ്യും? ബോഡിയിൽ നിന്ന് മെറ്റബിലൈസ് ചെയ്ത് പോകും. അപ്പോൾ അങ്ങനത്തെ ഡ്രഗ്സ് എന്ത് ചെയ്യണം? നമ്മൾ IV ഇൻഫ്യൂഷൻ ആയിട്ട് മെജോറിറ്റി കേസസിൽ എടുക്കുക. ഓക്കെ, അല്ലെങ്കിൽ എന്ത് ചെയ്യും? കുറച്ച് നേരത്തിന് മാത്രം നമുക്ക് അത് ആക്ഷൻ തരുള്ളൂ. അപ്പോൾ വളരെ ചെറിയ നേരത്തിന് ആക്ഷൻ മതി എന്നുണ്ടെങ്കിൽ വിത്തിൻ 10 മിനിറ്റിനൊക്കെ ആക്ഷൻ മതി എന്നുണ്ടെങ്കിൽ അത് മതി. ഓക്കെ, റൈറ്റ്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇൻഫ്യൂസ് ചെയ്ത് കൊടുക്കേണ്ടി വരും. റൈറ്റ്. ഓക്കെ, അപ്പോൾ ഏത് ഡ്രഗ്സ് ആണ് പ്ലാസ്മ എസ്ട്രേസസ് വഴി മെറ്റബിലൈസ് ചെയ്ത് പോകുന്നത്? ഓക്കെ, എങ്ങനെ ഓർക്കാം? പ്ലാസ്മ എസ്ട്രേസസ് ക്യാൻ റെഡിലി മെറ്റബിലൈസ് ഷോർട്ട് ആക്ടിങ് ഡ്രഗ്സ് അല്ലേ? പ്ലാസ്മ എസ്ട്രേസിന് എന്ത് പറ്റും? ഷോർട്ട് ആക്ടിങ് ഡ്രഗ്സിനെ പെട്ടെന്ന് മെറ്റബിലൈസ് ചെയ്യാൻ പറ്റും. അപ്പൊ പ്ലാസ്മ, P ഫോർ പ്രൊക്കെയിൻ, കൊക്കെയിൻ. ഇവിടെ ലോക്കൽ അനസ്തറ്റിക്സ് ഇല്ലേ? ദർ ആർ 2 ടൈപ്സ് അല്ലേ? എസ്റ്റർ ലിങ്ക്ഡ് ഉണ്ട്, അമൈഡ് ലിങ്ക്ഡ് ഉണ്ട് അല്ലേ? ഉണ്ടോ? പല എസ്റ്റർ ലിങ്ക്ഡ് ആയിട്ടുള്ള എല്ലാ ലോക്കൽ അനസ്തറ്റിക്സും വരും എന്ന് ഓർക്കുക. ഓക്കെ, പ്രൊക്കെയിൻ, കൊക്കെയിൻ, ബെൻസോക്കെയിൻ ഒക്കെ അതിലെ വരിക. ഓക്കെ, അത് എന്ത് വഴിയാണ് മെറ്റബിലൈസ് ചെയ്ത് പോകുന്നത്? എസ്റ്ററേസ് വഴിയാണ്. ഓക്കെ, എസ്മറോൾ എടുത്ത് ചോദിച്ചിട്ടുണ്ട് എക്സാമിന്. ഷോർട്ട് ആക്ടിംഗ് ആയിട്ടുള്ള ബീറ്റ ബ്ലോക്കർ ഏതാന്നുണ്ട്. ഓക്കെ, എസ്മറോൾ ആണ്. ആവാൻ കാരണം എന്താ? പ്ലാസ്മ എസ്ട്രേസ് ആണ് അതിനെ മെറ്റബിലൈസ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ C ഫോർ ക്ലെവിഡിപ്പിൻ. ഓക്കെ, ക്ലെവിഡിപ്പിൻ. R ഫോർ റാമി ഫെൻറ്റാനിൽ. ഓക്കെ, റാമി ഫെൻറ്റാനിൽ. ഇതെങ്ങനെ ചോദിച്ചത്?
which of the following groups are responsible for റാമിഫെൻറ്റാനിൽ ഷോർട്ട് ഡ്യൂറേഷൻ ഓഫ് ആക്ഷൻ? അങ്ങനെ ചോദ്യം വന്നു. എന്താ പറഞ്ഞാൽ റാമിഫെൻറ്റാനിൽ ഷോർട്ട് ഡ്യൂറേഷൻ ഓഫ് ആക്ഷൻ ആവാൻ കാരണം ഏത് ഗ്രൂപ്പാണെന്ന്. അപ്പൊ എസ്ട്രേസ് എന്ന എൻസൈമാണ് ഇതിനെ മെറ്റബലൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഏത് ഗ്രൂപ്പല്ല ഉണ്ടാവുക? എസ്റ്റർ ഗ്രൂപ്പല്ല ഉണ്ടാവുക. മനസ്സിലാവുണ്ടോ? ആ എസ്റ്റർ ഗ്രൂപ്പിൽ എസ്ട്രേസ് ബ്രേക്ക് ഡൗൺ ചെയ്യുക. അപ്പൊ റാമിഫെൻറ്റാനിൽ ഷോർട്ട് ഡ്യൂറേഷൻ ഓഫ് ആക്ഷൻ കാണിക്കാൻ കാരണം എന്താ? കാരണം എന്താ? എസ്റ്റർ ഗ്രൂപ്പാണ്. ഏത് ഗ്രൂപ്പാണ്? Ester group. എസ്റ്റർ ഗ്രൂപ്പ്. അങ്ങനെയും ചോദിക്കാം. മനസ്സിലാവുണ്ടോ? അപ്പൊ എസ്ട്രേസ് വഴി ഏത് പോകുന്നു ചോദിക്കണമെന്നില്ല, ഇങ്ങനെയും ചോദിക്കാം. റൈറ്റ്. പിന്നെ എം ഫോർ വീവ ക്യൂരിയം, എസ് ഫോർ സക്സിനൈൽ കൊലീൻ, എ ഫോർ അസറ്റൈൽ കൊലീൻ. ഓക്കെ, അസറ്റൈൽ കൊലീൻ. അപ്പൊ ഓർക്കുക എന്ത്? പ്ലാസ്മ എസ്ട്രേസസ് ക്യാൻ റെഡിലി മെറ്റബലൈസ് ഷോർട്ട് ആക്ടിങ് ഡ്രഗ്സ്. കോൺസെപ്റ്റ് മനസ്സിലാക്കി വെക്കുക, ബൈ ഹാർട്ട് നമുക്ക് പിന്നെയും ചെയ്യാം. ഓക്കെ, പ്രൊക്കെയിൻ, കൊക്കെയിൻ, എസ്മലോൾ, ക്ലെവിഡെപ്പൻ, റാമിഫെൻറ്റാനിൽ, മ്യൂവാക്യൂരിയം, സക്സിനൈൽ കൊലീൻ ആൻഡ് അസറ്റൈൽ. സക്സിനൈൽ കൊലീന്റെ കേസിൽ ചോദ്യം വരെ എങ്ങനെയാ? ഈ ഇൻറ്റുബേഷന് കൊടുക്കുന്ന ഡ്രഗ് ഏതാന്ന് ചോദിക്കും. ഇപ്പൊ ഇൻറ്റുബേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് ഇപ്പൊ ട്യൂബ് ഇൻസേർട്ട് ചെയ്യണ മുമ്പ് ഈ ഭാഗമൊക്കെ ട്രക്കിയൊക്കെ എന്ത് ചെയ്യണം? റിലാക്സ് ചെയ്യണം. അതിന് വേണ്ടി കൊടുക്കുന്ന ഡ്രഗ് ഏതാന്ന് ചോദിക്കാറുണ്ട്. അപ്പൊ സക്സിനൈൽ കൊലീൻ ഇൻറ്റുബേഷന് മുമ്പായിട്ട് കൊടുക്കുന്ന ഡ്രഗാണ്, ഹെൽപ്പ് ചെയ്യും. കാരണം എന്താ? ഇൻറ്റുബേഷൻ എന്ന് പറയും ഈ ട്യൂബൊക്കെ ഇൻസേർട്ട് ചെയ്യുന്ന പറയുമ്പോൾ വിത്തിൻ മിനിറ്റ്സ് കഴിയുന്ന പരിപാടിയാണ് അല്ലേ? ചെറിയ പ്രൊസീജിയറാണ്. അപ്പൊ അതിന് ഏതാ കൊടുക്കുക? സക്സിനൈൽ കൊലീൻ. ഓക്കെ, സക്സിനൈൽ കൊലീൻ. ക്ലിയർ അല്ലേ? അസറ്റൈൽ കൊലീൻ ഇസ് എ ന്യൂറോ ട്രാൻസ്മിറ്റർ അല്ലേ? അതിന് ഓഫ് ആക്ഷൻ വളരെ കുറവായത് കൊണ്ടാണ് നമ്മൾക്കത് പലപ്പോഴും ഡ്രഗ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റാത്തത് അല്ലേ? നമ്മളിന്റെ ആക്ഷൻസ് ഒക്കെ പഠിക്കുമ്പോൾ ഇത് ന്യൂറോ ട്രാൻസ്മിറ്റർ ആണെന്നും ഇതിന്റെ ആക്ഷൻസ് ഒക്കെ പഠിക്കും. പക്ഷെ ഇത് ഡ്രഗ് ആയിട്ട് കൊടുക്കാറുണ്ടോ? ഇല്ല. ഇതിന്റെ കോജനസാ കൊടുക്കുക അല്ലെ? സ്ട്രക്ചറലി മോഡിഫൈഡ് ഫോംസ് അല്ലേ കൊടുക്കുക അല്ലെ? കാരണം എന്താ? ഇതിന്റെ ഡ്യൂറേഷൻ എന്താണ്? വളരെ കുറവാണ്. മനസ്സിലാവുണ്ടോ? റൈറ്റ്. ഇപ്പൊ ഡ്രഗ്സിന്റെ പേര് പഠിച്ചു വെക്കുക കേട്ടോ. പ്ലാസ്മ എസ്ട്രേസ് ചോദ്യം വന്നതൊക്കെ എവിടെന്നാ? എസ്മലോൾ ചോദിച്ചിട്ടുണ്ട്, റാമി ഫെൻറ്റാനിൽ, സക്സിനൈൽ കൊലീൻ എന്താ ചോദിച്ചിരിക്കുന്നത്? ട്രക്കിയൽ ഇൻറ്റുബേഷന് കൊടുക്കുന്ന ഡ്രഗ് ഏതാ? ആ രീതിയിൽ ചോദിച്ചിട്ടുണ്ട്. റൈറ്റ്. ക്ലിയർ അല്ലേ? ഓക്കെ. ബോഡിന്ന് ഡ്രഗ് എലിമിനേറ്റ് ചെയ്ത് പോകുന്ന എവിടെ? മെയിൻലി കിഡ്നിയിലൂടെയാണ് അല്ലെ? കിഡ്നിയിലൂടെ എലിമിനേറ്റ് ചെയ്ത് പോകുന്ന ഡ്രഗ് എങ്ങനെയായിരിക്കും? അയനൈസ്ഡ് ആയിരിക്കും, വാട്ടർ സോൾബിൾ ആയിരിക്കും. നല്ല പോവുള്ളൂ അല്ലേ? കാരണം ബി എച്ച് എന്ന് പറഞ്ഞ് നിന്ന് കഴിഞ്ഞാൽ ബോഡിന്ന് എലിമിനേറ്റ് ചെയ്ത് പോവില്ല. ഇങ്ങനെ നിൽക്കണം, ബി പ്ലസ് എച്ച് മൈനസ് നിൽക്കണം. എന്നാൽ മാത്രമേ അത് എന്താവുള്ളൂ? വാട്ടറിൽ സോലബിൾ ആവുള്ളൂ അല്ലെ? വാട്ടറിൽ സോലബിൾ ആയിട്ടുള്ള അയനൈസ്ഡ് ഫോം ആണ് എന്ത് ചെയ്യുക? കിഡ്നിയിലൂടെ എലിമിനേറ്റ് ചെയ്ത് പോവുക. ഓക്കെ. അപ്പോ ഒരാൾക്ക് ആസ്പിരിൻ ടോക്സിറ്റി ഉണ്ടായി നിൽക്കാം. ആസ്പിരിൻ എന്താ? ബോഡിയിൽ എന്തായിട്ടാ മാറുക? സാലിസിലിക് ആസിഡ് ആയിട്ടാ മാറുക അല്ലെ? അല്ലേ? സാലിസിലിക് ആസിഡ് ആയിട്ടാ മാറുക. അപ്പൊ എന്താണത് ശരിക്കും? ആസിഡിക് ആണ് അല്ലെ? ആസ്പിരിൻ എന്താണ്? ആസിഡിക് ഡ്രഗ് ആണ്. ആസിഡിക് ഡ്രഗ് ബോഡിയിൽ എലിമിനേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ യൂറിൻ എന്താക്കണം? ആസിഡിക് ആക്കണോ ആൽക്കലൈൻ ആക്കണോ? Alkaline. ആൽക്കലൈൻ ആക്കണം അല്ലെ? ആസിഡിക് ഡ്രഗ്സിനെ എലിമിനേറ്റ് ചെയ്യാൻ യൂറിൻ എന്താവണം? ആൽക്കലൈൻ ആണ് അല്ലെ? ആൽക്കലൈൻ ആണ്. കാരണം എന്താ? ആസിഡിക് ഡ്രഗ്സ് ആൽക്കലൈൻ എൻവിറോൺമെന്റിൽ എങ്ങനെ നിൽക്കും? ഇങ്ങനെ വിഘടിച്ച് നിൽക്കും അല്ലെ? അയനൈസ്ഡ്. റൈറ്റ്. അയനൈസ്ഡ്. ഓക്കെ. അപ്പോൾ അങ്ങനെ ആസിഡിക് ഡ്രഗ്സിന്റെ ടോക്സിറ്റി ഉണ്ടായി കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ ആസ്പിരിൻ ടോക്സിറ്റി അല്ലെങ്കിൽ ഫീനോബാർബിറ്റാലിന്റെ ടോക്സിറ്റി ഒക്കെ ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ യൂറിനെ ആൽക്കലൈൻ ചെയ്യണം. എന്ത് വെച്ചിട്ടാ ചെയ്യാം? സോഡിയം ബൈകാർബണേറ്റ്. ഓക്കെ. യൂറിൻ എങ്ങനെ ആൽക്കലൈൻ ആക്കാം? സോഡിയം ബൈകാർബണേറ്റ്. ഓക്കെ. ബേസിക് ഡ്രഗ് ആണെന്ന് വെക്കാം. ബേസിക് ഡ്രഗ് ആണെങ്കിൽ യൂറിൻ എന്താക്കണം? Acidic. ആസിഡിക് ആക്കണം. എങ്ങനെ ആസിഡിക് ആക്കുക? എന്താ കൊടുക്കുക? മെയിൻലി അമോണിയം ക്ലോറൈഡ്. ഓക്കെ. അമോണിയം ക്ലോറൈഡ് കൊടുത്ത് എന്ത് ചെയ്യും? യൂറിനെ ആസിഡിക് ആക്കും. അപ്പൊ എന്ത് ചെയ്യും? ബേസിക് ഡ്രഗ്സ് ആസിഡിക് പി എച്ചിൽ എന്ത് ചെയ്യും? അയനൈസ് ചെയ്ത് നിൽക്കും അല്ലേ? ഇത് നേരെ ഓപ്പോസിറ്റ് നമ്മൾ അബ്സോർപ്ഷന്റെ കേസിൽ പറഞ്ഞ ആസിഡിക് ഡ്രഗ്സ് ആസിഡിക് എൻവിറോൺമെന്റിലാണ് എന്ത് ചെയ്യുക? അൺഅയനൈസ്ഡ് ആയിട്ട് നിൽക്കുക അല്ലെ? ഓർമ്മയുണ്ടോ? ആസിഡിക് ഡ്രഗ്സ് ആസിഡിക് എൻവിറോൺമെന്റിൽ അൺഅയനൈസ്ഡ് ആയിട്ട് നിൽക്കും. അവിടെ എന്ത് ചെയ്യും? അത് അബ്സോർബ് ചെയ്യും അല്ലേ? ആണോ? ഓക്കെ. ബേസിക് ഡ്രഗ്സ് ബേസിക് എൻവിറോൺമെന്റിൽ അൺഅയനൈസ്ഡ് ആയിട്ട് നിൽക്കും അല്ലെ? ഇൻറ്റസ്റ്റൈനിലൊക്കെ അവിടെ നിന്ന് അബ്സോർബ് ചെയ്യും. ക്ലിയർ അല്ലേ? എല്ലാവർക്കും ക്ലിയർ ആണോ? ആണോ? വിദ്യ, തമിഴർസു, ഐശ്വര്യ, ഹുദ ക്ലിയർ ആണോ? ആണോ? Yes, ma'am. ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, അതുകൊണ്ടാണ് ചോദിക്കുന്നത്. നെക്സ്റ്റ് മെക്കാനിസം ഓഫ് എക്സ്ക്രീഷൻ. നമ്മള് ബ്ലഡിനെ ഫിൽട്ടർ ചെയ്യാന്നുള്ളതല്ലേ ആരുടെ ഫംഗ്ഷൻ? കിഡ്നിന്റെ ഫംഗ്ഷൻ അല്ലേ? അല്ലേ? അപ്പൊ ബ്ലഡ് കിഡ്നിയിലോട്ട് എത്തുമ്പോൾ ഗ്ലോമറുലസിൽ എന്താ നടക്കുക? ഫിൽട്രേഷൻ നടക്കുക. എന്താ നടക്കുക? ഫിൽട്രേഷൻ, പ്യോർലി ഫിൽട്രേഷൻ. അപ്പൊ ഇവിടെ
ഈ വലിയ വലിയ മോളിക്യൂൾസ് അല്ലാത്ത ബാക്കിയൊക്കെ എന്ത് ചെയ്യും? ഫിൽട്ടർ ചെയ്ത് പോകും അല്ലെ? ഫിൽട്ടർ ചെയ്ത് എവിടെ എത്തി? ട്യൂബ്യൂൾസിൽ എത്തി. ഓക്കെ, ട്യൂബ്യൂൾസിന് ഒരു സാധനം ബ്ലഡിലോട്ട് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അതിനെ റീ അബ്സോർപ്ഷൻ എന്ന് വിളിക്കും. ട്യൂബ്യൂൾസിന് ബ്ലഡിലോട്ടാണ് മൂവ്മെന്റ്. ട്യൂബ്യൂൾസിന് ബ്ലഡിലോട്ട് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വിളിക്കും? റീ അബ്സോർപ്ഷൻ എന്ന് വിളിക്കും. ഓക്കെ, ഇനി ബ്ലഡിൽ നിന്ന് ട്യൂബ്യൂൾസിലോട്ടാണ് വരുന്നത് നോക്കി, എന്ത് വിളിക്കുക? സെക്രീഷൻ എന്ന് വിളിക്കുക. ഓക്കെ, ഒരു സാധനം ഫിൽട്ടേർഡ് ആയി എവിടെയുള്ളത്? ട്യൂബ്യൂളില് അല്ലെ? ഒരു സാധനം സെക്രീറ്റഡ് ആയി എവിടെയുള്ളത്? ട്യൂബ്യൂളില് അല്ലെ? ട്യൂബ്യൂളിലെ സാധനം അവസാനം എന്തായി മാറുക? യൂറിനിലൂടെ പോവുക. ആണോ? അല്ല, ബ്ലഡ് ഫിൽട്ടർ ആയി ബ്ലഡ് ഫിൽട്ടർ ആയി കഴിഞ്ഞാൽ എങ്ങോട്ട് എത്തും? ട്യൂബ്യൂളിലെത്തും, എത്തില്ലേ? ഫിൽട്ടർ ആണോ സാധനം? ആണോ? അതെ മിസ്. ഫിൽട്ടറിൽ can hear my own voice. റൈറ്റ്. ഓക്കെ, പിന്നെ സെക്രീഷൻ നടക്കാന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് എങ്ങോട്ടാ മൂവ് ചെയ്യുന്ന? ബ്ലഡിൽ നിന്ന് ട്യൂബ്യൂളിലോട്ട് അല്ലേ? സെക്രീഷൻ ബ്ലഡിൽ നിന്ന് ട്യൂബ്യൂളിലോട്ട്. അപ്പോഴും എവിടെ ഉള്ളത് ആള്? ട്യൂബ്യൂളിലാണുള്ളത് അല്ലേ? അപ്പൊ ഈ രണ്ട് പ്രോസസ് ഇല്ലേ, ഈ രണ്ട് പ്രോസസ് നടന്നു കഴിഞ്ഞാൽ ഫിൽട്രേഷൻ സെക്രീഷൻ നടന്നു കഴിഞ്ഞാൽ അത് എവിടെയുള്ളത്? ട്യൂബ്യൂളിൽ. ട്യൂബ്യൂളിലെ സാധനം ഫൈനലി എന്തായി മാറും? യൂറിനായി മാറി യൂറിനിലൂടെ എലിമിനേറ്റ് ചെയ്ത് പോകും. അപ്പോൾ ഡ്രഗ് എക്സ്ക്രീഷൻ നടക്കുന്നത് ഏത് രണ്ട് പ്രോസസ് വഴിയാണ്? ഫിൽട്രേഷനും സെക്രീഷനും വഴിയല്ലേ? ആണോ? അതെ മാം. അതെ മിസ്. അപ്പൊ അത് രണ്ടിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഡ്രഗ്സ് എന്ത് ചെയ്യും? നിങ്ങളുടെ ഡ്രഗ് എലിമിനേഷൻ പ്രൊമോട്ട് ചെയ്യും. ഓക്കെ, ഇനി വരുന്നതാണ് ഫാർമക്കോ ഡൈനാമിക്സ്. ഡൈനാമിക്സ് എന്ന് പറഞ്ഞാൽ എന്താ? ആക്ഷൻ റിലേറ്റഡ് ടു ബയോളജിക്കൽ എഫക്ട് അല്ലേ? അപ്പോൾ ഡ്രഗ് പോകുന്നു, റിസപ്റ്ററിനോട് ബൈൻഡ് ചെയ്യുന്നു, അതിന് അവിടെ മോഡിഫിക്കേഷൻ വരുത്തുന്നു, ബയോളജിക്കൽ ഇഫക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ, നിങ്ങളുടെ അഡ്രിനാലിൻ എന്ത് ചെയ്യുന്നു? ഇറ്റ് ഗോസ് ആൻഡ് ബൈൻഡ്സ് ടു സപ്പോസ് ആൽഫ 1 റിസപ്റ്റർ ബ്ലഡ് വെസലിലാണെങ്കിൽ വാസോ കൺസ്ട്രിക്ഷൻ അല്ലേ? ഡ്രഗ് പോകുന്നു, ലിഗാൻഡ് പോകുന്നു, റിസപ്റ്ററിനോട് ബൈൻഡ് ചെയ്യുന്നു, സ്ട്രക്ചറൽ മോഡിഫിക്കേഷൻ വരുത്തുന്നു, യു ഗെറ്റ് ദി ആക്ഷൻ. ഓക്കെ, ദർ ആർ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് റിസപ്റ്റേഴ്സ്. ഏതൊക്കെയാ? ലിഗാൻഡ് ഗേറ്റഡ് അയൺ ചാനൽ, നിക്കോട്ടിക് റിസപ്റ്റേഴ്സ് പോലെ അല്ലെ? എന്ത് ചെയ്യുന്നു? ഇപ്പൊ ഒരു ലിഗാൻഡ് വന്നിട്ട് ഇവിടെ അസ്റ്റൈൽക്കുള്ളിൽ വന്ന് ബൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? റിസപ്റ്റർ ഓപ്പൺ ആവും, ദർ വിൽ ബി ഇൻഫ്ലക്സ് ഓഫ് അയൺസ്. അതാണ് ലിഗാൻഡ് ഗേറ്റഡ് അയൺ ചാനൽ. ചോദ്യം എന്താ വന്നേ? ഏറ്റവും ഫാസ്റ്റ് ആയിട്ടുള്ള ചാനൽ ഏതാന്ന് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നത് മില്ലി സെക്കൻഡ്സിലാണ് ലിഗാൻഡ് ഗേറ്റഡ് അയൺ ചാനൽസ് നിങ്ങൾക്ക് ആക്ഷൻ തരാം. അപ്പൊ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആരാ? ലിഗാൻഡ് ഗേറ്റഡ് അയൺ ചാനൽസ് ആണ്. ഓക്കെ, അസ്റ്റൈൽക്കുള്ളിൽ വന്ന് ബൈൻഡ് ചെയ്യുന്നു, പെട്ടെന്ന് ഓപ്പൺ ചെയ്യുന്നു അല്ലെ? ദാറ്റ് ഈസ് ലിഗാൻഡ് ഗേറ്റഡ് അയൺ ചാനൽസ്. പിന്നെ വരുന്നത് ഏതാ? ജി പ്രോട്ടീൻ കപ്പിൾഡ് റിസപ്റ്റേഴ്സ്, നമ്മുടെ മസ്കാനിക് റിസപ്റ്റേഴ്സ്, അഡ്രിനർജിക് റിസപ്റ്റേഴ്സ്, അസിറ്റൈൽകൊലീൻ്റെ നമ്മുടെ മസ്കാനിക് അഡ്രിനർജിക് റിസപ്റ്റേഴ്സ് ഒക്കെ എന്താണ്? ദർ എക്സാമ്പിൾസ് ഓഫ് ജി പ്രോട്ടീൻ കപ്പിൾഡ് റിസപ്റ്റർ. ഓക്കെ, ആക്ഷൻ തരാൻ സെക്കൻഡ്സ് എടുക്കും, മില്ലി സെക്കൻഡ്സ് അല്ല, സെക്കൻഡ്സ് എടുക്കും. ഓക്കെ, പിന്നെ റിസപ്റ്റർ കൈനീസ്, പ്രോട്ടീൻ കൈനീസസ്, ഓക്കെ, മണിക്കൂർ എടുക്കും. അതേപോലെ തന്നെ ന്യൂക്ലിയർ റിസപ്റ്റേഴ്സും എന്ത് സമയം എത്രയാ? മീൻ ആർസ് ആണ്. ഓക്കെ, അപ്പോൾ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആക്ടിങ് ചാനൽ ഏതാന്ന് ചോദിച്ചാൽ ഏതാ? Ligand gated ion channels. Ligand-gated ion channels. It gives you action within milliseconds. Okay. അപ്പോൾ ligand-gated ion channel milliseconds, G protein coupled receptor seconds ആണ്, റിസപ്റ്റർ കൈനേസസ് അതേപോലെ തന്നെ ന്യൂക്ലിയർ റിസപ്റ്റേഴ്സ് ടേക്ക് hours. കാരണം ന്യൂക്ലിയർ റിസപ്റ്ററിലൊക്കെ എന്താണ്? ലിഗാൻഡ് പോയിട്ട് ന്യൂക്ലിയർ റിസപ്റ്ററിൽ ബൈൻഡ് ചെയ്ത് പിന്നെ അത് പോയി ജീനിൽ ബൈൻഡ് ചെയ്ത് അല്ലെ? DNA ബൈൻഡ് ചെയ്ത് DNA പിന്നെ mRNA ആയി, mRNA പിന്നെ പ്രോട്ടീൻ ആയി അല്ലെ? ഈ പ്രോട്ടീൻ വേണം പിന്നെ എന്ത് ചെയ്യാൻ? ആക്ഷൻ പ്രൊഡ്യൂസ് ചെയ്യാൻ അല്ലെ? അപ്പൊ കുറേ സമയം എടുക്കും. റൈറ്റ്. അപ്പോൾ റിസപ്റ്റർ കൈനേസ് ന്യൂക്ലിയർ റിസപ്റ്റേഴ്സ് ആഴ്സ് ആണെങ്കിൽ ലിഗാൻഡ് ഗേറ്റഡ് അയൺ ചാനൽസ് മില്ലി സെക്കൻഡ്സ്, GPCR എന്താ? സെക്കൻഡ്സ് ആണ്. ഓക്കെ, വിച്ച് റിസപ്റ്റർ ടൈപ്പ് ആക്ട്സ് ദ ഫാസ്റ്റസ്റ്റ് ആണ് ചോദ്യം വന്നത്. ഏതാ? ആൻസർ ലിഗാൻഡ് ഗേറ്റഡ് അയൺ ചാനൽസ്. ഓക്കെ, റൈറ്റ്. ഇനി നമ്മുടെ ഡ്രഗ് റിസപ്റ്റർ ആയിട്ട് ബൈൻഡ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഇഫക്ട്സ് ആണ് അടുത്ത് പഠിക്കാൻ പോകുന്നത്. റൈറ്റ്. അഫിനിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? അഫിനിറ്റി എന്ന് പറഞ്ഞാൽ ഡ്രഗ് പോകുന്നു, റിസപ്റ്ററിനോട് ബൈൻഡ് ചെയ്യുന്നു, അത്രേ ഉള്ളൂ. അതാണ് എന്ത്? അഫിനിറ്റി. എത്രമാത്രം സ്ട്രോങ് ആയിട്ട് ബൈൻഡ് ചെയ്യുന്നു അതിന് നമ്മൾ എന്ത് പറയും? അഫിനിറ്റി എന്ന് പറയും. ഇറ്റ് ഹാസ് ഗോട്ട് നത്തിങ് ടു ഡു വിത്ത് ഇറ്റ്സ് ആക്ഷൻ. ഓക്കെ, ഇപ്പോൾ ഒരു ഡ്രഗ് ഉണ്ട്, അത് വന്നു, ജസ്റ്റ് വന്നു, നന്നായി സ്ട്രോങ് ആയിട്ട് ബൈൻഡ് ചെയ്ത് നിന്നു. ഓക്കെ, ബൈൻഡ് ചെയ്ത് നിന്നു, ഒരു ആക്ഷൻ പ്രൊഡ്യൂസ് ചെയ്തില്ല എന്ന് വെക്കുക. അപ്പൊ നമ്മൾ എന്താ പറയാ? ശരിക്കും അത് റിസപ്റ്ററെ ബ്ലോക്ക് ചെയ്തെന്നല്ലേ പറയാം? ഒരു ആക്ഷൻ പ്രൊഡ്യൂസ് ചെയ്തിട്ടില്ലല്ലോ. ശരിക്കും ഇവിടെ നിങ്ങളുടെ അഡ്രിനാലിൻ വന്നിട്ട് ആൽഫ 1 റിസപ്റ്ററിൽ വന്ന് ബൈൻഡ് ചെയ്യുമ്പോൾ അതെന്ത് ചെയ്യുന്നുണ്ട്? ബൈൻഡ് ചെയ്യാൻ മാത്രമാണോ ചെയ്യുന്നത്? അല്ലല്ലോ. ഇവിടെ മോഡിഫിക്കേഷൻ വരുത്തി ആക്ഷൻ കൂടി പ്രൊഡ്യൂസ് ചെയ്യുന്നില്ലേ? ചെയ്യണ്ടോ? Yes, ma'am. ചെയ്യുന്നു അല്ലെ? അപ്പൊ ആക്ഷൻ കിട്ടി നമുക്ക്. എന്ത്? വാസോ കൺസ്ട്രിക്ഷൻ എന്ന ആക്ഷൻ കിട്ടി. പക്ഷെ ഇതിന്റെ ആൽഫ 1 ബ്ലോക്കർ ഇപ്പോ പ്രാസോസിൻ കൊടുത്തു എന്ന് വെക്കുക,
അതെന്താ ആൽഫ 1 റിസപ്റ്റർ ബ്ലോക്കർ അല്ലേ, അത് വന്നവിടെ നിൽക്കുള്ളൂ, ഒന്നും ചെയ്യില്ല. അപ്പൊ എഡ്രിനാലിൻ ബൈൻഡ് ചെയ്യാത്തതുകൊണ്ട് നമുക്ക് ഓപ്പോസിറ്റ് ആക്ഷൻ കിട്ടിയ പോലെ തോന്നും. മനസ്സിലാവുണ്ടോ? അപ്പൊ ആന്റഗോണിസ്റ്റ് എന്താ ചെയ്യുക, അതിന് അഫിനിറ്റി മാത്രമേ ഉള്ളൂ, അതിൻ്റെതായ ഒരു ആക്ഷനും ഇല്ല. മനസ്സിലാവുണ്ടോ? അപ്പൊ എഡ്രിനാലിനും എന്തുണ്ട്, ഫുൾ അഫിനിറ്റി ഉണ്ട്. ഈ പറഞ്ഞ പ്രാസോസനും എന്തുണ്ട്, ഫുൾ അഫിനിറ്റി ഉണ്ട്. പക്ഷെ എഡ്രിനാലിൻ എന്ത് ചെയ്യും, അതിൻ്റെതായ ആക്ഷൻ പ്രൊഡ്യൂസ് ചെയ്യും അല്ലേ, പ്രാസോസിന് ഒന്നും ചെയ്യില്ല. ക്ലിയർ ആണോ? അപ്പൊ അഫിനിറ്റി എന്ന് പറഞ്ഞാൽ എന്താ, റിസപ്റ്ററിനോട് ബൈൻഡ് ചെയ്യാനുള്ള പവറിനെയാണ് നമ്മൾ അഫിനിറ്റി എന്ന് പറയാം. ബൈൻഡിങ് സ്ട്രെങ്ത് ആണ്, ഇത്രേ ഉള്ളൂ കേട്ടോ. ഹാസ് ഗോട്ട് നത്തിങ് ടു ഡു വിത്ത് ആക്ടിവിറ്റി. ക്ലിയർ ആണോ? കോൺസെപ്റ്റ് ക്ലിയർ ആണോ? യെസ് മാം. നെക്സ്റ്റ് ഇസ് എഫിക്കസി ആൻഡ് പൊട്ടൻസി. ഓക്കെ, ഗ്രാഫ് വെച്ച് മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യും പറഞ്ഞാൽ ഗ്രാഫ് പലതും തരും, എന്നിട്ട് ചോദിക്കും വിച്ച് വൺ ഇസ് മോർ ഹാവിംഗ് മോർ എഫിക്കസി, വിച്ച് വൺ ഇസ് മോർ പൊട്ടൻറ്റ് എന്നൊക്കെ ചോദിക്കും. ഓക്കെ, അപ്പോൾ ഓർക്കുക, ഇപ്പൊ നമ്മൾ ഡോസ് റെസ്പോൺസ് കർവ് വരയ്ക്കുന്നത് കേട്ടോ, ഡോസ് റെസ്പോൺസ് കർവ്. റൈറ്റ്, ഇതില് നിങ്ങൾക്ക് ഒരു 50% റെസ്പോൺസ് കിട്ടാൻ വേണ്ടി, ഓക്കെ ദിസ് ഇസ് 1, ഇവിടെ 2, ഇവിടെ 3 mg കാണുന്ന വെക്കാം. റൈറ്റ്, ഒരു ഡ്രഗ് 1 mg വേണം. ഓക്കെ, ഒരു ഡ്രഗ് 2 mg വേണം, ഒരു ഡ്രഗ് എത്ര വേണം, 3 mg വേണം എന്ന് വെക്കാം. ഓക്കെ, അപ്പൊ ഏത് ഡ്രഗാ കൂടുതൽ പൊട്ടന്റ്, എ ആണോ, ബി ആണോ, സി ആണോ? 50% റെസ്പോൺസ് കിട്ടാൻ എനിക്ക് എ ആണെങ്കിൽ എത്ര മതി, 1 mg മതി അല്ലേ. ബി ആണെങ്കിൽ എത്ര വേണം, 2 mg വേണം. സി ആണെങ്കിൽ എത്ര വേണം, 3 mg വേണ്ടേ. നമ്മൾ പൊട്ടൻസി എന്ന് പറയുമ്പോൾ എന്താ ഉദ്ദേശിക്കാറ്, കുറച്ച് ഡോസിൽ ആക്ഷൻ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റിയ ഡ്രഗ് അല്ലേ പൊട്ടൻറ്റ് അല്ലേ. മോർ പൊട്ടൻറ്റ് ഡ്രഗ് എന്ന് പറഞ്ഞാൽ എന്താ, കുറച്ച് ഡോസ് മതി എന്നല്ല അർത്ഥം, ആണോ? യെസ് മാം. അല്ലേ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എ ആണോ, ബി ആണോ, സി ആണോ, ഏതാണ് കൂടുതൽ പൊട്ടൻറ്റ്? എ ആണ് കൂടുതൽ പൊട്ടൻറ്റ് അല്ലേ. അപ്പൊ എ ഈസ് മോസ്റ്റ് പൊട്ടൻറ്റ്, അത് കഴിഞ്ഞ ഏതാ ബി, പിന്നെ വരുന്നത് ഏതാ സി അല്ലേ, സി. അപ്പൊ എങ്ങനെ പൊട്ടൻസി മനസ്സിലാവുക, ഏറ്റവും ലെഫ്റ്റ് സൈഡിലോട്ട് ആരാ നിൽക്കുന്നത് നോക്കുക അല്ലേ, ഈ കർവ് ആണ്. അപ്പൊ അതെന്താണ് കൂടുതൽ പൊട്ടന്റ് ആണ് അല്ലേ, ആണോ? മനസ്സിലാവുണ്ടോ? യെസ് മാം. അതാണ് എന്ത് പൊട്ടൻസി. അപ്പൊ പൊട്ടൻസിൽ ഒന്നും ഓർക്കണ്ട, എന്ത് ഏറ്റവും കുറഞ്ഞ ഡോസിൽ ഏത് ഡ്രഗാണോ വേണ്ടേ അതാണ് എന്ത് മോസ്റ്റ് പൊട്ടന്റ്. അപ്പൊ ഒന്നും നോക്കണ്ട, ഏറ്റവും ലെഫ്റ്റ് സൈഡിൽ ആരാ നിൽക്കുന്നതെന്ന് മാത്രം നോക്കിയാൽ മതി. ഓക്കെ, ഏറ്റവും ലെഫ്റ്റ് സൈഡിൽ ആരാണോ അവരായിരിക്കും ആര് പൊട്ടന്റ് ആയിട്ടുള്ള ഡ്രഗ്. എഫിക്കസി ഹാസ് നത്തിങ് ടു ഡു വിത്ത് ഡോസ്, ഡോസായിട്ട് ഒരു ബന്ധമില്ല. റെസ്പോൺസ് ഏറ്റവും കൂടുതൽ ആർക്കാ ഉണ്ടാക്കാൻ പറ്റുക മാത്രം നോക്കുക. അപ്പൊ എഫിക്കസി എന്ന് പറയുമ്പോൾ എഫിക്കസി എന്താണ് റിലേറ്റഡ് ടു റെസ്പോൺസ് ആണ് അല്ലെ. റെസ്പോൺസ് മാക്സിമം ആരാ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഇവിടെ, സി അല്ലേ. സി, ഏത് ഡോസ് ആയാലും കുഴപ്പമില്ല, മാക്സിമം എഫക്ട് ഉണ്ടാക്കാൻ പറ്റാം ഡ്രഗിനാണ് നമ്മൾ മോസ്റ്റ് എഫിക്കേഷ്യസ് ഡ്രഗ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഹൈറ്റ് ആരുടെയാണോ കൂടുതൽ അവരായിരിക്കും എന്ത് മോർ എഫിക്കസി. ഇവിടെ ഏറ്റവും കൂടുതൽ എഫിക്കസി ആരാ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, സി അല്ലേ. അത് കഴിഞ്ഞ് ബി, പിന്നെ അത് കഴിഞ്ഞ ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ ഇതില് പൊട്ടൻസി ഓർഡർ പറഞ്ഞ എ ബി സി. റൈറ്റ്, എ ഈസ് മോർ പൊട്ടന്റ് ദാൻ ബി ദാൻ സി അല്ലെ. എഫിക്കസിന്റെ പറഞ്ഞ സി ബി എ. സിയും ബി ഒരു ഒന്നല്ലേ. സി ഈക്വൽ ടു ബി അല്ലെ, മോർ ദാൻ എ അല്ലെ. എഫിക്കസി ഇത് രണ്ടും ഈക്വലി എഫിക്കേഷ്യസ് ആണ് അല്ലെ. അപ്പൊ ബി ഇസ് ഈക്വൽ ടു സി അല്ലേ, സി ഇസ് ബി ഈക്വൽ ടു ബി എന്നല്ലേ എഫിക്കസിന്റെ കേസിൽ. ഡോസ് എടുക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞു അല്ലെ. യു ഡോണ്ട് ഹാവ് ടു കൺസിഡർ ഡോസ്, യു ഓൺലി ഹാവ് ടു കൺസിഡർ എഫിക്കസിന്റെ കേസിൽ എന്ത് റെസ്പോൺസ്. ക്ലിയർ, റെസ്പോൺസ്. അപ്പോൾ സി ഇസ് ഈക്വൽ ടു ബി ഓർ ബി ഇസ് ഈക്വൽ ടു സി ആൻഡ് ബോത്ത് ആർ മോർ ദാൻ എ. ക്ലിയർ അല്ലേ? സി ഈക്വൽ ടു ബി മോർ ദാൻ എ, എഫിക്കസി എ more potent than B than C അല്ലേ. A is most potent. Clear അല്ലേ? Okay. So that is your, അപ്പോൾ എഫിക്കസി പൊട്ടൻസി ഇത്രേ അറിയേണ്ട ആവശ്യമുള്ളൂ. ഇത് ഗ്രാഫ് വെച്ചിട്ടാണ് എന്ത് ചെയ്യുക എക്സാമിൽ ചോദിക്കുക. റൈറ്റ്, ഓക്കെ. നെക്സ്റ്റ് ഇസ് യോർ ED50, TD, LD 50 ഒക്കെ. റൈറ്റ്, അപ്പോൾ നമുക്ക് തെറാപ്യൂട്ടിക് ഇൻഡെക്സിന്റെ ഇങ്ങനെ ഇത് ഗ്രാഫ് തരും, എന്നിട്ട് ആസ്ക് യു ടു ഫൈൻഡ് ഔട്ട് തെറാപ്യൂട്ടിക് ഇൻഡെക്സ്. റൈറ്റ്, അപ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ എഫക്റ്റീവ് ഡോസ് 50 കാണാൻ അറിയണം, ലീത്തൽ ഡോസ് അല്ലെങ്കിൽ ടോക്സിക് ഡോസ് 50 കാണാൻ അറിയണം. എന്താ എഫക്റ്റീവ് ഡോസ് 50 എന്ന് പറഞ്ഞാൽ, ഇപ്പം നമ്മൾ 100 പേര് എടുത്തു അല്ലെ, 100 പേര് എടുത്തു, അതിൽ 50 പേരിൽ എഫക്റ്റ് ഉണ്ടാവാൻ എത്ര ഡോസ് കൊടുക്കണം, 50 പേരിൽ നമുക്ക് എഫക്റ്റ് കിട്ടാൻ എത്ര ഡോസ് കൊടുക്കേണ്ടി വന്നു നോക്കുക. ഓക്കെ, അതാണ് എന്ത് എഫക്റ്റീവ് ഡോസ് 50 എന്ന് പറയുന്നത്. 50% പോപ്പുലേഷനിൽ ഒരു പെർട്ടിക്കുലർ എഫക്റ്റ് ഉണ്ടാക്കാൻ നമുക്ക് എത്ര ഡ്രഗ് ഡോസ് വേണ്ടി വന്നു. മനസ്സിലായോ? ഇപ്പൊ നിങ്ങൾ ചിലപ്പോൾ ഡ്രഗ് കൊടുക്കാൻ തുടങ്ങുമ്പോൾ കുറച്ച് പോപ്പുലേഷൻ, ഇപ്പോൾ 20% പോപ്പുലേഷൻ 1 mg കൊടുത്താൽ തന്നെ എന്ത് ചെയ്യും എഫക്റ്റ് കാണിക്കും. ബാക്കി 40% പോപ്പുലേഷൻ 2 mg
ഓക്കെ, ഒരു 5 mg ഒക്കെ എത്തുമ്പോഴേക്കും എന്ത് ചെയ്യുന്നുണ്ട്, 50% പോപ്പുലേഷനും നിങ്ങൾക്ക് എഫക്ട് തന്നു എന്ന് വെക്കുക. അപ്പൊ നമ്മുടെ ED50 എത്രയായി? 5 mg എന്നായി. മനസ്സിലായോ? 5 mg എന്നായി. ഇനി ഇത് എഫക്റ്റീവ് ഡോസ് 50. ഓക്കെ, ഹ്യൂമൻസ് നമ്മൾ എന്ത് ചെയ്യണം? ടോക്സിക് ഡോസ് 50 എന്ന് കാണണം. കാരണം ഇതേ പോപ്പുലേഷനിൽ ടോക്സിക് എഫക്ട് ഉണ്ടാവാൻ എത്ര 50% പീപ്പിളിൽ ടോക്സിക് ഇഫക്റ്റ് ഉണ്ടാവാൻ എത്ര ഡോസ് വേണ്ടി വന്നു? ദാറ്റ് ഇസ് യുവർ ടോക്സിക് ഡോസ് 50. ക്ലിയർ ആണോ? ഇല്ല? 10 mg കൊടുത്തപ്പോ 10% പീപ്പിളിൽ എന്തുണ്ടായി? ടോക്സിറ്റി ഉണ്ടായി. ഓക്കെ, ഞാൻ അവരെ മാറ്റി നിർത്തി. എന്ത് ചെയ്തു? പിന്നെ 11 mg കൊടുത്തു, അപ്പൊ ഒരു 15%. ഓക്കെ, അങ്ങനെ 15 mg കൊടുത്തപ്പോഴേക്കും എന്തായി? 50% പീപ്പിളിലും എന്ത് ചെയ്തു? ടോക്സിറ്റി ഉണ്ടായി വെക്കുക. അപ്പൊ TD50 എത്രയാ? ടോക്സിക് ഡോസ് 15 mg. അല്ലേ? അപ്പൊ എനിക്ക് ED50 എത്ര കിട്ടി? 5 mg യും അല്ലേ? TD50 എത്ര കിട്ടി? ടോക്സിക് ഡോസ് 15 mg യും കിട്ടി. കിട്ടിയില്ലേ? കിട്ടിയോ? കിട്ടി. ED50 എത്ര കിട്ടി? 5ഉം ടോക്സിക് ഡോസ് എത്ര കിട്ടി? 50. അല്ലേ? തെറാപ്യൂട്ടിക് ഇൻഡെക്സ് എങ്ങനെ കാണാം? നമ്മുടെ TD50 വലിയ വാല്യൂ. ഓക്കെ, TD50 ബൈ ED50. ഓക്കെ, എപ്പോഴും ഓർക്കുക ന്യൂമറേറ്റർ ആക്കി എപ്പോഴും കൂടുതൽ. ഓക്കെ, തെറ്റരുത്. TD50 ബൈ ED50. 15 ബൈ 5 എത്ര കിട്ടി? 3. ക്ലിയർ ആണോ? അതാണ് നിങ്ങൾ തെറാപ്യൂട്ടിക് ഇൻഡെക്സ്. ഓക്കെ, തെറാപ്യൂട്ടിക് ഇൻഡെക്സിന്റെ വാല്യൂ കൂടുന്നതനുസരിച്ച് എന്ത് ചെയ്യും? ഈ ഗ്യാപ്പ് കൂടി കൂടി വരും. ഓക്കെ, കൂടി കൂടി വന്നാൽ ഈ ED50യും TD50യും നമ്മുടെ ഗ്യാപ്പ് കൂടി കഴിഞ്ഞാൽ ഡ്രഗ് കൂടുതൽ സേഫ് ആണെന്ന് അർത്ഥം. ഇത് അടുത്ത് വന്നു കഴിഞ്ഞാൽ തെറാപ്യൂട്ടിക് ഡോസും ഈ പറഞ്ഞ ടോക്സിക് ഡോസും നമ്മൾ വലിയ വ്യത്യാസമില്ലല്ലോ. ചെറിയ വ്യത്യാസമൊക്കെ നമ്മൾ ഡോസിങ് കൊടുക്കുന്ന സമയത്ത് വ്യത്യാസം വന്നു കഴിഞ്ഞാൽ ടോക്സിക് ഡോസിൽ എത്തില്ലേ? മനസ്സിലാവുണ്ടോ? മനസ്സിലായി. അപ്പോ തെറാപ്യൂട്ടിക് ഇൻഡെക്സ് നമ്മൾ എപ്പോഴും നമ്മൾ പറയില്ലേ, വൈഡ് തെറാപ്യൂട്ടിക് ഇൻഡെക്സ് ആണ് അല്ലെ, നാരോ തെറാപ്യൂട്ടിക് ഇൻഡെക്സ് ആണെന്ന് പറയും. അപ്പൊ നാരോ തെറാപ്യൂട്ടിക് ഇൻഡെക്സ് ഉള്ള ഡ്രഗ്സ് ഭയങ്കര ഡേഞ്ചറസ് ആയിരിക്കും അല്ലെ. നമ്മൾ എഫക്റ്റീവ് ഡോസ് ഇട്ടാൽ ആ ഡ്രഗ് അത്രയും ഡോസ് കൊടുക്കും വേണം, അല്ലെങ്കിൽ കുറച്ചും കൂടെ കൂടി കഴിഞ്ഞാൽ ചിലപ്പോൾ ടോക്സിറ്റി പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, ടോക്സിറ്റി പ്രൊഡ്യൂസ് ചെയ്യും. ക്ലിയർ അല്ലേ? അപ്പൊ ഹയർ റിസ്ക് ആണ് ലോവർ തെറാപ്യൂട്ടിക് ഇൻഡെക്സ് ഉള്ള ഡ്രഗ്സ് കാണിക്കുക. എക്സാമ്പിൾ ഇസ് ലിഥിയം. ഓക്കെ, ലിഥിയം ഡിജോക്സിൻ ഒക്കെ നാരോ തെറാപ്യൂട്ടിക് ഇൻഡെക്സ് ഉള്ള ഡ്രഗ്സ് ആണ്. ക്ലിയർ ആണോ? ക്ലിയർ അല്ലേ? Yes, ma'am. Clear ആണ്. Okay, next topic. Okay, next one. So, based on the graph, what is the therapeutic index? And the formula? Come on. LD, correct. Sorry, TD 50 by ED50. അല്ലേ? TD50 എത്രയാ? 300. അല്ലേ? ED50 എത്രയാ? 100. 100. So, answer is 3. Clear? 300 by 100 is അല്ലേ? Clear. Right. ഗ്രാഫ് വന്നിട്ടുണ്ടോ ചോദിക്കുക എക്സാമിന്? റൈറ്റ്. സോ മാക്സിമം പോയിന്റ് ഓൺ ഡോസ് റെസ്പോൺസ് കർവ് ഇൻഡിക്കേറ്റ്സ്. മാക്സിമം പോയിന്റ് എന്താ തരാം? ഡോസ് റെസ്പോൺസ് കർവില് മാക്സിമം പോയിന്റ് ഇറ്റ് ഇൻഡിക്കേറ്റ്സ് പൊട്ടൻസി, എഫിക്കസി, ബയോ അവൈലബിലിറ്റി, അബ്സോർപ്ഷൻ. എന്താ? എഫിക്കസി. യെസ്, എഫിക്കസി അല്ലെ. പൊട്ടൻസി ആണെന്നുണ്ടെങ്കിൽ ടുവേർഡ്സ് ലെഫ്റ്റ് ഏതാണോ അതാണോ എന്ത് മോർ പൊട്ടന്റ്. ടുവേർഡ്സ് ലെഫ്റ്റ് ഏറ്റവും ടോപ്പിൽ നിൽക്കണതാണ് എന്ത് മോർ എഫിക്കേഷ്യസ് അല്ലേ? ജർഷിന, നുസ്രൻ, ക്ലിയർ? ഐശ്വര്യ, റൈറ്റ്. നെക്സ്റ്റ് ഇസ് തെറാപ്യൂട്ടിക് വിൻഡോ. ഓക്കെ, അപ്പോൾ തെറാപ്യൂട്ടിക് ഇൻഡെക്സ് പഠിച്ചു. ഇനി എന്താ തെറാപ്യൂട്ടിക് വിൻഡോ എന്ന് പറഞ്ഞു? നമ്മൾ ഡ്രഗ് കൊടുക്കുമ്പോൾ ഒരു പെർട്ടിക്കുലർ വാല്യൂ എത്തുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യാം? എഫക്റ്റ് കാണാൻ തുടങ്ങാം അല്ലേ? എഫക്റ്റ് കിട്ടാൻ തുടങ്ങാം. നമ്മൾ അതിനെന്താ പറയാ? മിനിമം എഫക്റ്റീവ് കോൺസെൻട്രേഷൻ എന്ന് പറയും അല്ലേ? ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഡ്രഗ് കോൺസെൻട്രേഷൻ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് എഫക്റ്റ് കിട്ടാൻ തുടങ്ങും അല്ലേ? ഇങ്ങനെ പോയി 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 ഒരു പെർട്ടിക്കുലർ ഡോസ് എത്തിക്കഴിഞ്ഞാൽ ടോക്സിറ്റി ഉണ്ടാവാൻ തുടങ്ങും. അതിനെന്താ പറയാ? മാക്സിമം സേഫ് കോൺസെൻട്രേഷൻ എന്ന് പറയും അല്ലേ? അതിന് മേലെ പോകാൻ പാടില്ല. കാരണം എന്താ? അതിന് മേലെ പോയി കഴിഞ്ഞാൽ പിന്നെ ടോക്സിസിറ്റി ആണ് അല്ലെ? ടോക്സിറ്റി ആണ്. ഇത് രണ്ടിന്റെയും ഇടയിലുള്ള ഈ റേഞ്ചിനാണ് നമ്മൾ എന്ത് പറയാ? തെറാപ്യൂട്ടിക് വിൻഡോ എന്ന് പറയാം. മനസ്സിലാവുണ്ടോ? അപ്പൊ നമ്മൾ കൊടുക്കുന്ന ഡ്രഗ് ഒക്കെ മിനിമം എഫക്റ്റീവ് കോൺസെൻട്രേഷന്റെ മേലെ ആയിരിക്കണം, എന്നാലോ മാക്സിമം സേഫ് കോൺസെൻട്രേഷന്റെ താഴെ അല്ലേ? ആണോ? മിനിമം എത്തിയാലേ നമുക്ക് എഫക്ട് കിട്ടുള്ളൂ. മാക്സിമത്തിന്റെ മേലെ പോയി കഴിഞ്ഞാൽ ടോക്സിറ്റി പ്രൊഡ്യൂസ് ചെയ്യും. ഇവിടെയൊക്കെ എന്താണ്? ഈ കോൺസെൻട്രേഷൻ എത്തിക്കഴിഞ്ഞാൽ ടോക്സിറ്റിയും ഇതെന്താ സബ് തെറാപ്യൂട്ടിക് ലെവൽ. പറഞ്ഞാൽ ഇവിടെ ഒന്നും നമുക്ക് ഒരു ആക്ഷനും കിട്ടാൻ പോകുന്നില്ല. നമുക്ക് ആക്ഷൻ കിട്ടാൻ ഏത് ഭാഗത്താ? ഈ ഭാഗത്താണ് അല്ലേ? അപ്പൊ നമ്മുടെ ഡ്രഗിന്റെ കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞാൽ മിനിമം എഫക്റ്റീവ് കോൺസെൻട്രേഷന്റെ മേലെ ആയിരിക്കണം, എന്നാലോ മാക്സിമം സേഫ് കോൺസെൻട്രേഷന്റെ താഴെ ആയിരിക്കണം. ക്ലിയർ ആണോ? അതിനെ പറയുന്നത് തെറാപ്യൂട്ടിക് വിൻഡോ അല്ലെങ്കിൽ തെറാപ്യൂട്ടിക് റേഞ്ച്. മറ്റേത് എന്തായിരുന്നു? തെറാപ്യൂട്ടിക് ഓക്കെ ഇൻഡെക്സ്. ക്ലിയർ അല്ലേ? ഓക്കെ.
ഇനി ഫ്രം ദ കോൺസെൻട്രേഷൻ ടൈം ഗ്രാഫ് ഡിറ്റർമൈൻ ദ റൂട്ട് ഓഫ് അഡ്മിനിസ്ട്രേഷൻ. ഇതേതാ? കണ്ടോ ആൻസർ? ഇതേതാ? Maybe. ഐ വി ആണ് അല്ലെ? ഇൻഫ്യൂഷൻ ആണോ ബോലസ് ആണോ? അപ്പൊ ഐ വി ആണ്. ഇൻഫ്യൂഷൻ ആണെങ്കിൽ ഇങ്ങനെ ഉണ്ടാവും കേട്ടോ. പതുക്കെ പതുക്കെ നമ്മൾ ഇൻഫ്യൂസ് ചെയ്യാന്ന് പറഞ്ഞത് പതിയെ പതിയെ ഡ്രഗ് കൊടുക്കാന്നല്ലേ? ഏകദേശം ഓറലി അബ്സോർബ് ആവണ പോലെ തന്നെ കുറച്ച് കുറച്ചായിട്ടല്ലേ ഡ്രഗ് കയറുന്നത്. പിന്നെ കയറുന്നതനുസരിച്ച് എന്ത് ചെയ്യും? ഇങ്ങനെ കോൺസെൻട്രേഷൻ കൂടും. പിന്നെ ഒരു സമയത്തുമ്പോൾ സ്റ്റഡി സ്റ്റേറ്റ് എത്തും. അങ്ങനെയാവും. ഓക്കെ, നിങ്ങൾ ഐ വി ബോളസ് കൊടുക്കൽ നിർത്തുമ്പോൾ പിന്നെ അവിടെ എലിമിനേഷൻ മാത്രമേ നടക്കുള്ളൂ. ഇങ്ങനെ പോകും. മനസ്സിലാവുണ്ടോ? എന്താണ് ഐ വി? IV bolus. ഓക്കെ, ഓറലി ആണെങ്കിൽ കൂടും, പീക്കത്തും, കുറയും അല്ലേ? ബോലസ് ആണെങ്കിൽ ഐ വി ബോലസ് ആണെങ്കിൽ ഇങ്ങനെ പെട്ടെന്ന് കൂടി എന്ത് ചെയ്യും? താഴും. വേറെ രീതിയിലും തരാം, ഇങ്ങനെയും തരാം. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ, റിസപ്റ്റർ ഇന്ററാക്ഷൻ. ഓക്കെ, ഒരു ഡ്രഗ് വരുന്നു, റിസപ്റ്ററിനോട് ജസ്റ്റ് ബൈൻഡ് ചെയ്ത് നിൽക്കുന്നു. എന്താ? അല്ല, അങ്ങനെ വേണ്ട. സ്റ്റാർട്ടിങ്ങിൽ അഗോണിസ്റ്റ് വെച്ചിട്ട് തുടങ്ങാം. ഓക്കെ, എഡ്രിനാലിന്റെ കേസ് തന്നെ എടുക്കാം മനസ്സിലാവാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഏതാ റിസപ്റ്റർ? ആൽഫ 1. എഡ്രിനാലിൻ വന്നു, ബൈൻഡ് ചെയ്തു. ഓക്കെ, ഫുൾ ആയിട്ട് ബൈൻഡ് ചെയ്തു, കംപ്ലീറ്റ്ലി റിസപ്റ്ററിനെ സ്റ്റിമുലേറ്റ് ചെയ്തു. എന്ത് കിട്ടി? വാസോ കൺസ്ട്രിക്ഷൻ കിട്ടി. കിട്ടിയില്ലേ? ഓക്കെ, നമ്മൾ എന്താ വിളിക്കുക? ഫുൾ അഗോണിസ്റ്റ് എന്ന് വിളിക്കും. വന്നു, ബൈൻഡ് ചെയ്തു, സ്റ്റിമുലേറ്റ് ചെയ്തു. ക്ലിയർ? അഫിനിറ്റി ഫുള്ള്, ഇൻട്രൻസിക് ആക്ടിവിറ്റിയും എന്താണ്? 1 ആണ്, ഫുൾ ആണ്. ഓക്കെ, അഫിനിറ്റി എന്താണ്? 1 ആണ്. ഇൻട്രൻസിക് ആക്ടിവിറ്റി എന്താണ്? 1 ആണ്. ആക്ടിവിറ്റി ഉണ്ടല്ലോ, അതുകൊണ്ടാണ് സ്റ്റിമുലേറ്റ് ചെയ്തത്. ഓക്കെ, സ്റ്റിമുലേറ്റ് ആണ് പൊട്ടൻഷ്യൽ നമ്മൾ ഇൻട്രൻസിക് ആക്ടിവിറ്റി എന്ന് വിളിക്കുക. ഓക്കെ, പാർഷ്യൽ അഗോണിസ്റ്റ് ആണ് വയ്ക്കുക. വന്നു, റിസപ്റ്ററിൽ ബൈൻഡ് ചെയ്യും, പക്ഷെ എന്ത് ചെയ്യില്ല? മൊത്തത്തിൽ സ്റ്റിമുലേറ്റ് ചെയ്യില്ല, ചെറുതായിട്ട് സ്റ്റിമുലേറ്റ് ചെയ്യുള്ളൂ. ക്ലിയർ? അപ്പോൾ വാസോ കൺസ്ട്രിക്ഷൻ പ്രൊഡ്യൂസ് ചെയ്യെങ്കിലും അഡ്രിനാലിന്റെ അത്ര അങ്ങോട്ട് ചെയ്യില്ല. ക്ലിയർ ആണോ? അതാണ് എന്ത്? പാർഷ്യൽ അഗോണിസ്റ്റ്. ഓക്കെ, സബ് മാക്സിമൽ ഇഫക്റ്റ് ആണ്, ഫുൾ ഇഫക്റ്റ് കിട്ടില്ല. നെക്സ്റ്റ് ആന്റഗോണിസ്റ്റ് എന്താ ചെയ്യുക? അഫിനിറ്റി ഉണ്ട്, ഇൻട്രൻസിക് ആക്ടിവിറ്റി ഒന്നുമില്ല. അഫിനിറ്റി എന്താ? ഫുൾ ആണ്. ഇൻട്രൻസിക് ആക്ടിവിറ്റി 0, ഒന്നും ചെയ്യില്ല. വന്നു, ബൈൻഡ് ചെയ്ത് നിന്നു, ഒന്നും ചെയ്തില്ല അല്ലേ? ഇപ്പൊ വാസോ കൺസ്ട്രിക്ഷൻ നടക്കാതെ വരുമ്പോൾ നമുക്ക് റിസൾട്ട് ആയിട്ട് വാസോ ഡയലേഷൻ നടന്ന പോലെ ഫീൽ ചെയ്യും. ക്ലിയർ? കാരണം അഡ്രിനാലിൻ വഴി അഡ്രിനാലിൻ നടത്തുന്ന വാസോ കൺസ്ട്രിക്ഷൻ ഇപ്പൊ ഇവിടെ നടക്കുന്നില്ല. ഇത്രേ ഉള്ളൂ. ക്ലിയർ? മനസ്സിലായില്ല? പ്രാസോജൻ വന്നു, എന്താ ചെയ്യാ? പ്രാസോജൻ ഇവിടെ വന്നാ മിണ്ടാൻ അവിടെ നിൽക്കുകയുള്ളൂ. അപ്പൊ അഡ്രിനാലിൻ വന്ന് ബൈൻഡ് ചെയ്യാൻ കഴിയുമോ? ഇല്ല. ഇല്ല. അപ്പൊ അഡ്രിനാലിൻ വന്ന് ബൈൻഡ് ചെയ്താലല്ലേ വാസോ കൺസ്ട്രിക്ഷൻ നടക്കുക. അത് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു അല്ലെ? പ്രാസോജൻ വന്ന് നിന്നുകൊണ്ട് ആ വാസോ കൺസ്ട്രിക്ഷൻ നടക്കുന്നില്ല അല്ലെ? കൺസ്ട്രിക്ട് ആയിട്ടുള്ള ബ്ലഡ് വെസൽ എന്ത് ചെയ്യും? ഒന്ന് ഡയലേറ്റ് ചെയ്യും, നോർമൽ ലെവലിലേക്ക് തിരിച്ചു വരും. തരില്ലേ? അപ്പൊ നമുക്ക് ബി പി കുറഞ്ഞ പോലെ ഫീൽ ചെയ്യും അല്ലേ? അല്ലാണ്ട് പ്രാസോസിൻ ഒന്നും ചെയ്തിട്ടല്ല നമുക്ക് ബി പി കുറയുന്നത്. എഡ്രിനാലിന്റെ ബൈൻഡിങ്ങിനെ പ്രിവെന്റ് ചെയ്തുകൊണ്ടാണ് ബി പി കുറയുന്നത്. ക്ലിയർ ആണോ? ദാറ്റ് ഈസ് യുവർ ആന്റഗോണിസ്റ്റ്. ഇപ്പൊ നമ്മൾ ആന്റഗോണിസ്റ്റിന് ആക്ഷൻ ഒന്നും ഇല്ല ശരിക്കും. അതെന്താ ചെയ്യുക? വന്നിട്ട് അതിന് ബ്ലോക്ക് ചെയ്ത് നിർത്തും. ഓക്കെ, അപ്പോൾ ശരിക്കും ലിഗാൻഡ് വന്ന് ബൈൻഡ് ചെയ്യാൻ കഴിയാറില്ല. ക്ലിയർ ആണോ? Yes, ma'am. ഇനി ഇൻവേഴ്സ് അഗോണിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഇൻവേഴ്സ് അഗോണിസ്റ്റ് ആണ് ആക്ഷൻ ഉണ്ടാക്കുക. എന്താ ചെയ്യുക? വരും, ബൈൻഡ് ചെയ്യും, എന്നിട്ട് അഡ്രിനാലിൻ എന്താണോ ചെയ്യുന്നത് അതിന്റെ നേരെ ഓപ്പോസിറ്റ് ചെയ്യും. എന്താ ചെയ്യുക? അഡ്രിനാലിൻ എന്താ ചെയ്യുന്നത്? വാസോ കൺസ്ട്രിക്ഷൻ അല്ലേ? ഓക്കെ, അതെന്ത് ചെയ്യും? വന്നിട്ട് വാസോ ഡൈലേറ്റ് ചെയ്യും. മനസ്സിലാവുണ്ടോ? അതാണ് എന്ത്? ഇൻവേഴ്സ് അഗോണിസ്റ്റ്, ഓപ്പോസിറ്റ് ആക്ഷൻ പ്രൊഡ്യൂസ് ചെയ്യും. ക്ലിയർ? എക്സാമ്പിൾ ആയിട്ട് ബീറ്റ കാർബോലിൻ പറയാറുണ്ട്. ബെൻസോഡൈസപ്പീൻസ് CNS സെഡേറ്റ ചെയ്യുക, ഡിപ്രഷനെ കോസ് ചെയ്യുക. ബെൻസോഡൈസപ്പീൻസ് എന്താ ചെയ്യാം? സെഡേറ്റ ചെയ്യാം. ഓക്കെ, ബീറ്റ കാർബോലിൻ എന്താ ചെയ്യുക? റിസപ്റ്റിൽ ഒന്ന് ബൈൻഡ് ചെയ്തിട്ട് സ്റ്റിമുലേറ്റ് ചെയ്യും. മനസ്സിലാണോ? സെഡേഷന്റെ ഓപ്പോസിറ്റ് അല്ലേ സ്റ്റിമുലേറ്റ് ചെയ്യാന്നുള്ളത്. അപ്പൊ ബീറ്റ കാർബോലിൻ എന്താണ്? ഇൻവേഴ്സ് അഗോണിസ്റ്റ് ആണ്. ഫ്ലൂമാസനിൽ എന്താ? ആന്റഗോണിസ്റ്റ് ആണ്. ബെൻസോഡൈസപ്പീന്റെ ആക്ഷനെ പ്രിവെന്റേ ചെയ്യുള്ളൂ. ക്ലിയർ ആണോ? മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക്? ഐശ്വര്യ, അനുഷ, ക്ലിയർ ആണോ? Hope it's clear. Okay. So, Nusran, hello. No, wait. Now, type of antagonism. Physical antagonism. And the physical antagonism. ആസ്പിരിൻ നമ്മൾ കാണുന്ന പോലെ ആസ്പിരിൻ കഴിച്ചു, ഒരുപാട് ആസ്പിരിൻ ഉണ്ട് ഗട്ടിൽ അല്ലെ? ടോക്സിസിറ്റി ഉണ്ടായി, നമ്മൾ എന്ത് കൊടുത്തു? ചാർക്കോൾ കൊടുത്തു. ഓക്കെ, ചാർക്കോൾ എന്ത് ചെയ്യും? ആസ്പിരിനെ അബ്സോർബ് ചെയ്യും. അബ്സോർബ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആസ്പിരിൻ അബ്സോർബ് ആവുമോ ബോഡിയിലോട്ട്? ഇല്ല. അബ്സോർബ് ഇല്ല. എന്താ ചെയ്യുന്നത്? അബ്സോർപ്ഷൻ. ഏത് പ്രോസസ്സാ? ഫിസിക്കൽ പ്രോസസ്സാണ്. അപ്പൊ എന്താണ്? ഫിസിക്കൽ ആന്റഗോണിസം ആണ്. ഓക്കെ, പിന്നെ വരുന്നത് കെമിക്കൽ ആന്റഗോണിസം ആണ്. കെമിക്കൽ എന്ന് പറയുമ്പോൾ ഏറ്റവും നല്ല എക്സാമ്പിൾ ആയിട്ട് പറയാൻ പറ്റുന്നത് ഇതാ, ആന്റാസിഡ്സ് അല്ലെ? ബോഡി
ഗ്യാസ്ട്രിക് ആസിഡ് കൂടുതലാണ് അല്ലെ, നമ്മൾ എന്ത് കൊടുത്തു, ബേസിക് ആയിട്ടുള്ള ഡ്രഗ് കൊടുത്തു, അലുമിനിയം ഹൈഡ്രോക്സൈഡ് അല്ലെ, മെഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ് എന്ത് ചെയ്തു, ആസിഡിനെ ന്യൂട്രലൈസ് ചെയ്തു, കെമിക്കൽ ആന്റഗോണിസം. ക്ലിയർ അല്ലേ? ഓക്കെ. പിന്നെ വരുന്നത് ഫിസിക്കൽ ആന്റഗോണിസം ആണ്. ഫിസിക്കൽ ആന്റഗോണിസം എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ബോഡിയിൽ ഇപ്പോൾ അലർജിക് റിയാക്ഷൻസിലൊക്കെ റിലീസ് ചെയ്യുന്ന സാധനമാണ് ആര്, ബോഡി, ഹിസ്റ്റമിൻ അല്ലേ, അതിൽ ആന്റി ഹിസ്റ്റമിൻസ് എടുക്കുന്നത് ആണോ? ഓക്കെ. എന്താ കോസ് ചെയ്യുക? രണ്ട് കാര്യങ്ങൾ ഉണ്ടാക്കുക, ബ്രോങ്കോ കൺസ്ട്രക്ഷനും വാസോ ഡയലേഷനും. എന്താ കോസ് ചെയ്യാം? ബ്ലഡ് വെസൽസ്, സോറി, ട്രക്കിയോ ബ്രോങ്കിയൽ ട്രീനെ ബ്രോങ്കോ കൺസ്ട്രക്ഷൻ നടത്തും. പറഞ്ഞാൽ നിങ്ങൾക്ക് ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും അല്ലേ, ബ്രോങ്കോ കൺസ്ട്രക്ഷൻ, ലങ്സിൽ ബ്രോങ്കോ കൺസ്ട്രക്ഷൻ. ഓക്കെ. അപ്പൊ നമ്മള് ഈ അലർജിക് റിയാക്ഷൻ ഒക്കെ ഉണ്ടായി കഴിഞ്ഞപ്പോൾ പീനട്ട് അലർജി ഉണ്ടായി, അല്ലെങ്കിൽ പെനിസിലിൻ അലർജി, ടൈപ്പ് 1 ഹൈപ്പർ സെൻസിറ്റിവിറ്റി ഉണ്ടായി കഴിഞ്ഞാൽ കൊടുക്കുന്ന ലൈഫ് സേവിംഗ് ഡ്രഗ് ഏതാ? എഡ്രിനാൽ. എന്തുകൊണ്ട്? അതെന്താ കോസ് ബ്രോങ്കോ ഡൈലേഷൻ അല്ലെ. ഇപ്പൊ ഹിസ്റ്റമിൻ എന്താ ചെയ്യുന്നത്? ബ്രോങ്കോ കൺസ്ട്രക്ഷൻ. അതുവഴി ഡെത്ത് നടക്കാം അല്ലെ. IV ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും? പെട്ടെന്ന് തന്നെ IM ആയിട്ട് എഡ്രിനാലിൻ കൊടുക്കും അല്ലെ. എഡ്രിനാലിൻ കൊടുത്തു കഴിഞ്ഞാൽ ഇറ്റ്സ് പ്രിവെൻസ്, ഓപ്പോസിറ്റ് നടത്തും, എന്ത്, ബ്രോങ്കോ ഡൈലേഷൻ. ഹിസ്റ്റമിൻ ആണെങ്കിലും എഡ്രിനാലിൻ ആണെങ്കിലും നമ്മുടെ ബോഡി തന്നെ ഉള്ള സാധനമല്ലേ, ആണ്. രണ്ടിനും ആക്ഷൻ എങ്ങനെയാ? നേരെ ഓപ്പോസിറ്റ് അല്ലേ, ആണ്. അതുകൊണ്ട് അതിനെന്താ വിളിക്കുക? ഇറ്റ് ഇസ് കോൾഡ് ഫിസിയോളജിക്കൽ ആന്റഗോണിസ്റ്റ്. എന്താ വിളിക്കാം? ആന്റഗോണിസ്റ്റ്. ക്ലിയർ അല്ലേ? ദാറ്റ് ഇസ് ഫിസിയോളജിക്കൽ ആന്റഗോണിസം. പിന്നെ ക്വസ്റ്റ്യൻ വരുന്ന ഏരിയ ആണ് ഇത്, ഡിഫറൻസ് ബിറ്റ്വീൻ കോമ്പറ്റേറ്റീവ് ആൻഡ് നോൺ കോമ്പറ്റേറ്റീവ് ആന്റഗോണിസം. സിമ്പിൾ ആണ്. കോമ്പറ്റേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ? എഡ്രിനാലിനും പ്രാസോസിന്റെ ഇടയിൽ കണ്ട ഇന്ററാക്ഷൻ എന്താണ്? ഇപ്പൊ എഡ്രിനാലിൻ കൊടുത്തപ്പോ അത് എവിടെ വന്ന് ബൈൻഡ് ചെയ്ത്? ആൽഫ 1 റിസെപ്റ്റേഴ്സിൽ വന്ന് ബൈൻഡ് ചെയ്തു, ആക്ഷൻ പ്രൊഡ്യൂസ് ചെയ്തു അല്ലെ. പ്രാസോസിൻ കൊടുത്തു. പ്രാസോസിൻ കൊടുത്തപ്പോ അത് ആരായിട്ട് കമ്പീറ്റ് ചെയ്യുന്നത്? ഇവിടെ എഡ്രിനാലായിട്ട് കമ്പീറ്റ് അല്ലേ ചെയ്യുന്നത്, ഒരേ സ്ഥലത്തല്ല അതും വന്ന് ബൈൻഡ് ചെയ്യുന്നത് അല്ലെ. കോമ്പറ്റീഷൻ വന്നു, പ്രാസോസിൻ പകരം എന്ത് ചെയ്തു? എഡ്രിനാലിന് പകരം വന്ന് ബൈൻഡ് ചെയ്തു അല്ലെ. അപ്പൊ എഡ്രിനാലിൻ ഇനിയിപ്പോ എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, ബൈൻഡ് ചെയ്യാൻ പറ്റുന്നില്ല. ഇവിടെ ആരാളത്? പ്രാസോസിൻ അല്ലെ, പ്രാസോസിൻ. ഈ ടൈപ്പ് ഓഫ് ആന്റഗോണിസം നമ്മൾ എന്ത് വിളിക്കുക? കോമ്പറ്റേറ്റീവ് ആന്റഗോണിസം എന്ന് വിളിക്കും അല്ലെ. എവിടെ പോയി ബൈൻഡ് ചെയ്യുന്നത്? എവിടെ ബൈൻഡ് ചെയ്യുന്നത്? സെയിം സൈറ്റിൽ അല്ലെ, ആസ് എ ഗോണിസ്റ്റ്. ഓക്കെ. ഇനി ഈ ടൈപ്പ് ഓഫ് ആന്റഗോണിസം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? റിവേഴ്സ് ചെയ്യാൻ പറ്റും. എങ്ങനെ? ഇവിടെ അഗോണിസ്റ്റിന്റെ അളവ് കൂട്ടി കൊടുത്താൽ മതി. അഗോണിസ്റ്റിന്റെ അളവ് കൂട്ടി കൊടുത്തു കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യും? ഈ പറഞ്ഞ ആന്റഗോണിസ്റ്റിനെ അവിടെ നിന്ന് റിമൂവ് ചെയ്യും. മനസ്സിലാവുണ്ടോ? അപ്പൊ കോമ്പറ്റേറ്റീവ് അഗോണിസം നമുക്ക് എങ്ങനെയാണ് റിവേഴ്സ് ചെയ്യാൻ പറ്റുക? ബൈ ഇൻക്രീസിംഗ് ദി കോൺസെൻട്രേഷൻ ഓഫ് അഗോണിസ്റ്റ്. ഓക്കെ. അഗോണിസ്റ്റിന്റെ കോൺസെൻട്രേഷൻ കൂട്ടിക്കഴിഞ്ഞാൽ ആന്റഗോണിസ്റ്റിന് അത് എന്ത് ചെയ്യും? അവിടെ നിന്ന് റിമൂവ് ചെയ്യും. അതുകൊണ്ട് കോമ്പറ്റേറ്റീവ് ആന്റഗോണിസം എന്താണ്? ഇറ്റ് ഈസ് റിവേഴ്സിബിൾ. ക്ലിയർ ആണോ? റിവേഴ്സിബിൾ ആണ്. ഓക്കെ. ഇനി ഒരു കാര്യം നോക്കുക. ഇപ്പൊ 3 റിസെപ്റ്റേഴ്സ് ഉണ്ടായിരുന്നു എന്ന് വെക്കുക. നിങ്ങൾ പ്രാസോസിൻ കൊടുത്തപ്പോൾ എന്തായി? ഒരു റിസെപ്റ്റർ ബ്ലോക്ക് ആയി അല്ലെ. ഓക്കെ. എഡ്രിനാലിൻ ഇവിടെ നിന്ന് ബൈൻഡ് ഉണ്ടായിരുന്നു, ഒരു റിസെപ്റ്റർ എന്തായി? ഇപ്പോൾ പ്രാസോസിൻ കൊടുത്തപ്പോൾ ബ്ലോക്ക് ആയി. ഓക്കെ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇവിടെ ഒരു റിസെപ്റ്റർ മതി എന്ന് വെക്കാം നമുക്ക് മാക്സ് കിട്ടാൻ, ഒരു മാക്സിമം എഫക്റ്റീവ് ഒരു എഫിക്കസി കിട്ടാൻ ഒരൊറ്റ റിസെപ്റ്റർ മതി. ഓക്കെ. ഒരൊറ്റ റിസെപ്റ്റർ മതി. ഓക്കെ. പ്രാസോസിൻ കൊടുത്തപ്പോൾ അത് എന്ത് ചെയ്തു? അത് ബ്ലോക്ക് ചെയ്തു അല്ലെ. ബ്ലോക്ക് ചെയ്തപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾക്ക് മാക്സ് അപ്പോഴും കിട്ടും അല്ലെ. എഡ്രിനാലിൻ വന്ന് ആദ്യം ബൈൻഡ് ചെയ്യാൻ പറ്റിയില്ല, കാരണം എന്താ? ഇവിടെ പ്രാസോസിൻ ഉള്ളതുകൊണ്ട് ബൈൻഡ് ചെയ്യാൻ പറ്റില്ല. അത് എന്ത് ചെയ്യും? രണ്ടാമത്തെ റിസെപ്റ്ററിൽ പോയിട്ട് ബൈൻഡ് ചെയ്യും അല്ലെ. അപ്പൊ ആദ്യം കൊടുത്ത കോൺസെൻട്രേഷൻ മതിയാവില്ലല്ലോ, എന്ത് വേണ്ടി വരും? കുറച്ചും കൂടി ഡ്രഗ് കൂടുതൽ കൊടുക്കേണ്ടി വരും. പക്ഷെ നിങ്ങൾക്ക് സെയിം എഫിക്കസി തന്നെ കിട്ടും. മനസ്സിലാവുണ്ടോ? ഓക്കെ. പറഞ്ഞു വരുന്നത് എന്താന്ന് വെച്ചാൽ കോമ്പറ്റേറ്റീവ് അഗോണിസം ഇതിപ്പോ നോർമൽ ആയിട്ട് കിട്ടുന്ന എഫിക്കസിയാന്ന് വെക്കാം ഡ്രഗിന്റെ. നിങ്ങൾ ഇതിന്റെ കൂടെ എഡ്രിനാലിന്റെ കൂടെ പ്രാസോസിൻ കൊടുത്തു എന്ന് വെക്കാം. കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതേ എഫിക്കസി കിട്ടും. ഗ്രാഫ് എന്ത് ചെയ്യും? റൈറ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നേ ഉള്ളൂ. മനസ്സിലാവുണ്ടോ? ഓക്കെ. അപ്പോ എഫിക്കസിന്റെ മേലുള്ള എഫക്ട് എന്താ? കോമ്പറ്റേറ്റീവ് ആന്റഗോണിസം സെയിം എഫിക്കസി കിട്ടും. എഫിക്കസി സെയിം ആണ്, പക്ഷെ എന്ത് ചെയ്യും? എങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും? റൈറ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്യും അല്ലെ. അപ്പൊ ആദ്യം കിട്ടിയ അതേ ഡോസിലാണോ കിട്ടുന്നത്? അല്ല, ഡോസ് എന്ത് വേണം? കൂടുതൽ വേണം അല്ലെ. വേണ്ടേ? അപ്പൊ പൊട്ടൻസി എന്ത് ചെയ്യും? കുറയും. മനസ്സിലാവുണ്ടോ? പൊട്ടൻസി കുറയും, പക്ഷെ മാക്സ് അല്ലെങ്കിൽ എഫിക്കസി എന്താണ്? സെയിം ആണ്. ക്ലിയർ ആണോ? ഓക്കെ. റൈറ്റ്. നമുക്ക് ഈ ടൈപ്പ് ഓഫ് ബ്ലോക്കിനെ ഓവർകം ചെയ്യാൻ കഴിയും? പറ്റില്ലേ? എന്ത് ചെയ്താൽ മതി? അഗോണിസ്റ്റിന്റെ കോൺസെൻട്രേഷൻ കൂട്ടിയാൽ മതി അല്ലേ. അതല്ലേ പറഞ്ഞിരുന്നേ? അല്ലേ. അപ്പൊ ഓവർകം ചെയ്യാൻ പറ്റും. കാരണം എന്താ? റിവേഴ്സിബിൾ ആണ് അല്ലേ. അല്ലേ. എക്സാമ്പിൾ ഏതാ? അട്രോപ്പിൻ വേഴ്സസ് അസറ്റൈൽ കൊലീൻ. 3 മിനിറ്റ് കൊണ്ട് അപ്പൊ തീർക്കാം. അട്രോപ്പിൻ വേഴ്സസ് അസറ്റൈൽ കൊലീൻ. ക്ലിയർ ആണോ? ഓക്കെ. ഇനി
നോൺ കോമ്പറ്റേറ്റീവ് ആന്റഗോണിസം. ഓക്കെ, അതെന്താ? ഇപ്പൊ ഇവിടെ രണ്ടുപേരും തമ്മിൽ കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു, മറ്റേ രണ്ടുപേരും തമ്മിൽ ഒരു കോമ്പറ്റീഷൻ ഉണ്ടാവില്ല. ഓക്കെ, ഇപ്പൊ ആൽഫ 1 അതിന്റെ എക്സാമ്പിൾ ആയിട്ട് വരുന്നതാണ് ഫിനോക്സി ബെൻസമീൻ. ഓക്കെ, ഫിനോക്സി ബെൻസമീൻ ആൽഫ 1 റിസപ്റ്ററിന്റെ ഈ ഭാഗത്തല്ല വന്ന് ബൈൻഡ് ചെയ്യും. അതെന്ത് ചെയ്യും? അതിന് വേറൊരു സൈറ്റ് ഉണ്ട്, അലോസ്റ്റെറിക് സൈറ്റ് എന്ന് പറയും. അവിടെ പോയി ബൈൻഡ് ചെയ്യും. ഓക്കെ, ബൈൻഡ് ചെയ്ത് കഴിയുമ്പോൾ എന്താ നടക്കാന്ന് വെച്ചാൽ ഈ റിസപ്റ്ററിന്റെ കോൺഫിഗറേഷൻ അങ്ങോട്ട് മാറും. മാറിയാ? ഇതുപോലെയാണോ ഇപ്പൊ ഉള്ളത്? അല്ല, ഇതിലാണ് നമുക്ക് അഡ്രിനാലിൻ വന്ന് ബൈൻഡ് ചെയ്യാൻ കഴിയുക. ഇനി അഡ്രിനാലിൻ വന്ന് ബൈൻഡ് ചെയ്യാൻ കഴിയുമോ? സ്ട്രക്ചർ മാറി കഴിഞ്ഞാൽ പിന്നെ അഡ്രിനാലിനെ ഒന്ന് ബൈൻഡ് ചെയ്യാൻ കഴിയുമോ? ഇല്ല. പറ്റില്ല അല്ലെ? പറ്റില്ല. അപ്പോ ഇതെന്താ ചെയ്യുക? ഡിഫറെന്റ് സൈറ്റിൽ പോയി ബൈൻഡ് ചെയ്യും, എന്നിട്ട് എന്ത് ചെയ്യും? ഇറിവേഴ്സിബിൾ ബ്ലോക്കേഡോ കോസ് ചെയ്യാം. ഓക്കെ, റൈറ്റ്. അപ്പോ കോമ്പറ്റേറ്റീവ് ആന്റഗോണിസം എന്താണ്? റിവേഴ്സിബിൾ ആണ്. പക്ഷെ ഈ ആന്റഗോണിസം ഇത് നോൺ കോമ്പറ്റേറ്റീവ് എന്താണ്? ഇറിവേഴ്സിബിൾ ആണ്. ഇറിവേഴ്സിബിൾ ആണ്. അപ്പോ ഇവിടെ റിസപ്റ്റേഴ്സ് ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ പിന്നെ അഗോണിസം അല്ലെ, അഗോണിസം വന്ന് ബൈൻഡ് ചെയ്തിട്ട് ആക്ഷൻ പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയില്ല. അപ്പൊ മാക്സിമം എഫക്ട് കിട്ടുമോ? ഈ മാക്സ് കിട്ടുമോ? കിട്ടില്ല. എന്താ? റിസപ്റ്റേഴ്സ് ബ്ലോക്ക്ഡ് ആണ്. ആ ബ്ലോക്ക് ആയ റിസപ്റ്റർ നമുക്ക് റിവേഴ്സ് ചെയ്യാൻ കഴിയില്ല. അല്ലേ? കഴിയോ? ഇല്ല, പറ്റില്ല. ജസ്റ്റ് എ സെക്കൻഡ്. ഷെയ്ഖ് इंग्लिश क्लास में यू विल गेट इट 7:30 टुडे इवनिंग. ठीक है? शेख राफिक अभी नहीं, 7:30 को इवनिंग में. അപ്പൊ എന്ത് ചെയ്യും? ഡോസ് റെസ്പോൺസ് കർവ് എന്ത് ചെയ്യും? ഫ്ലാറ്റൻ ചെയ്യും അല്ലെ? കാരണം എന്താ? ഫുൾ എഫിക്കസി കിട്ടുന്നില്ല. എങ്ങനെ വരും? ഇങ്ങനെ. റൈറ്റ്. എക്സാമ്പിൾ ഏതാ? ഫിനോക്സി ബെൻസമീൻ വേഴ്സസ് നോറെപ്പിനെഫ്രിൻ. ക്ലിയർ അല്ലേ? ഓക്കെ, റൈറ്റ്. ഓർക്കുക, കോമ്പറ്റേറ്റീവ് എന്താണ്? സെയിം സൈറ്റിലാണ് വന്ന് ബൈൻഡ് ചെയ്യുന്നത്. റിവേഴ്സിബിൾ ആണ് അല്ലെ? റിവേഴ്സിബിൾ ആണ്. എങ്ങനെ റിവേഴ്സ് ചെയ്യാൻ പറ്റാം? അഗോണിസ്റ്റിന്റെ കോൺസെൻട്രേഷൻ കൂട്ടിയിട്ട് അല്ലെ? കൂട്ടിയിട്ട് പൊട്ടൻസി കുറയും. കാരണം എന്താ? ഷിഫ്റ്റ് ചെയ്യും അല്ലെ? ഗ്രാഫ് എങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും? റൈറ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്യും. അതുകൊണ്ട് പൊട്ടൻസി കുറയും, പക്ഷെ ഇ മാക്സ് അത്ര തന്നെ കിട്ടും അല്ലെ? കിട്ടില്ലേ? ഇ മാക്സ് അത്ര തന്നെ കിട്ടും. ആന്റഗോണിസത്തിലാണെങ്കിലോ, നോൺ കോമ്പറ്റേറ്റീവ് ആണെങ്കിലോ, വേറെ സൈറ്റിലാണ് പോയി ബൈൻഡ് ചെയ്യുന്ന ഇറിവേഴ്സിബിൾ ടൈപ്പ് ആണ്. ഇ മാക്സ് എന്ത് ചെയ്യും? കുറയും അല്ലെ? ഇ മാക്സ് കുറയും, ഓവർകം ചെയ്യാൻ പറ്റില്ല. ക്ലിയർ അല്ലേ? റൈറ്റ്. ഈ ലാസ്റ്റ് ടോപ്പിക് ആണ് ഇത്, നമ്മുടെ ഓഫ് ലേബൽ യൂസ്. ഓക്കെ, ഇപ്പൊ ചില ഡ്രഗ് നമ്മൾ ഇപ്പോൾ ആമിട്രിപ്ലിന്റെ മെയിൻ യൂസ് എന്താ? ആന്റി ഡിപ്രസന്റ് ആണ് അല്ലെ? പ്രൊപ്രനോളിന്റെ മെയിൻ യൂസ് എന്താ? ഹൈപ്പർ ടെൻഷൻ ആണ് അല്ലെ? ഗാബാപെന്റിന്റെ മെയിൻ യൂസ് എന്താ? ആന്റി എപ്പിലെപ്റ്റിക് ആണ്. പക്ഷെ ഇതൊന്നും കൂടാതെ അവർക്ക് വേറെ യൂസും ഉണ്ടാവാറുണ്ട്. പലപ്പോഴും നമ്മൾ പ്രൊപ്രനോളൊക്കെ ആൻസൈറ്റി ലെവൽ കൂടുമ്പോൾ കൊടുക്കാറുണ്ട്. മൈഗ്രെയിനെ പ്രിവെന്റ് ചെയ്യാൻ കൊടുക്കാറുണ്ട് അല്ലെ? ആമിട്രിപ്ലിൻ അതേപോലെ തന്നെ മൈഗ്രെയിന്റെ പ്രിവെൻഷന്, സെയിം പ്രൊപ്പനോൾ പോലെ തന്നെ മൈഗ്രെയിന്റെ പ്രിവെൻഷന് കൊടുക്കാറുണ്ട്. ഗാബാപെന്റിൻ എന്താ? ന്യൂറോപതിക് പെയിൻ ഒക്കെ കൊടുക്കാറുണ്ട് അല്ലെ? അപ്പൊ ഈ പറഞ്ഞ യൂസസ് എന്താ ശരിക്കും? ഇതിനെയാണ് ഓഫ് ലേബൽ യൂസ് എന്ന് പറയാം. കാരണം ഇതിന്റെ മെയിൻ ഇൻഡിക്കേഷൻ ആണ് നമ്മുടെ FDA അപ്രൂവ് ചെയ്ത് തരുന്ന ഇൻഡിക്കേഷൻ. ആമിട്രിപ്ലിൻ ആന്റി ഡിപ്രസന്റ് ആയിട്ട് യൂസ് ചെയ്യാം. അത് FDA അപ്രൂവ്ഡ് യൂസ് ആണ്. പ്രൊപ്രനോൾ ഹൈപ്പർ ടെൻഷനിൽ ആൻജിനയിൽ യൂസ് ചെയ്യുന്നു. FDA അപ്രൂവ്ഡ് യൂസ് ആണ്. ഗാബാപെന്റിൻ ആന്റി എപ്പിലെപ്റ്റിക് ആണ്. FDA അപ്രൂവ്ഡ് യൂസ് ആണ്. പക്ഷെ അതല്ലാത്ത FDA അപ്രൂവ് ചെയ്യാത്ത യൂസുകളുണ്ട്. അതിനാണ് നമ്മൾ ഓഫ് ലേബൽ യൂസ് എന്ന് പറയാം. ക്ലിയർ ആണോ? ഓക്കെ, പക്ഷെ അത് തെറ്റല്ല. എന്തല്ല? ഇല്ലീഗൽ അല്ല, ലീഗൽ ആണ് കൺട്രീസിൽ. പക്ഷെ എന്താണ്? ഒഫീഷ്യലി അപ്രൂവ്ഡ് അല്ലാന്നേ ഉള്ളൂ. അപ്പൊ ക്ലിനീഷ്യൻസ് ഒക്കെ കുറെ കാലം കണ്ട് മനസ്സിലാക്കി കൊടുക്കുന്ന യൂസസ് ആണിത്. മനസ്സിലാവുണ്ടോ? അപ്പൊ തെറ്റല്ല, ലീഗൽ ആണ്. പക്ഷെ എന്തല്ല? FDA അപ്രൂവ്ഡ് അല്ല എന്ന് മാത്രം. ക്ലിയർ? ഇപ്പൊ സെൻസിറ്റീവ് കേസസിലൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? പേഷ്യൻസിന്റെ അടുത്ത് ഇൻഫോംഡ് കൺസെന്റ് വാങ്ങേണ്ടി വരും. ഓക്കെ, നോർമൽ കേസസിലല്ല. സെൻസിറ്റീവ് ആണ്, സെൻസിറ്റീവ് കേസ് ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ എന്ത് വേണം? ഡോക്യുമെന്റേഷൻ വേണ്ടി വരും. ഓക്കെ, ഓഫ് ലേബൽ യൂസിന്. ക്ലിയർ ആണോ? ഓക്കെ, അപ്പോൾ ഓഫ് ലേബൽ യൂസിനെ എങ്ങനെ നമ്മൾ ഡിഫൈൻ ചെയ്യാം? ഓഫ് ലേബൽ യൂസസ് പ്രിസ്ക്രിപ്ഷൻ ഓഫ് എ ഡ്രഗ് ഫോർ എൻ ഇൻഡിക്കേഷൻ. ഇൻഡിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ പറഞ്ഞ പോലെ ഇപ്പൊ ക്രോണിക് പെയിന് ആമിട്രിപ്ലിൻ കൊടുക്കുക അല്ലെ? അല്ലെങ്കിൽ ഏജ് ഗ്രൂപ്പ് അഡൾട്ടിന് കൊടുക്കുന്നത് കുട്ടികൾക്ക് കൊടുക്കുക. അല്ലെങ്കിൽ ഡോസേജ് ഫോം അല്ലെ? IV ആയിട്ടുള്ള സാധനം നമ്മൾ IMO SCO കൊടുക്കുക. റൂട്ട് ഓഫ് അഡ്മിനിസ്ട്രേഷൻ. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒന്ന് മാറ്റി പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ ദാറ്റ് വിൽ ബി വാട്ട്? ഓഫ് ലേബൽ യൂസ്. ഓക്കെ, ഓക്കെ, നോട്ട് അപ്രൂവ്ഡ് ബൈ റെഗുലേറ്ററി അതോറിറ്റി. ചെയ്യാത്തതാണ്, പക്ഷെ ഇറ്റ് ഈസ് നോട്ട് ഇല്ലീഗൽ. ഓക്കെ, ഇറ്റ് ഈസ് ലീഗൽ. ഓക്കെ, ഒഫീഷ്യലി അപ്രൂവ്ഡ് അല്ല എന്ന് മാത്രം. ക്ലിയർ അല്ലേ? Okay, which of the following statement is true regarding off-label drug use? It is illegal in all countries. It requires a new clinical trial before use. It involves using a drug in a manner not specified in approved labeling. It can be promoted by can be promoted by pharmaceutical companies freely. Yeah, the answer.
ഏതാ പറഞ്ഞ കാറ്റ് ആണോ ബാറ്റ് ആണോ സി ആണോ ബി ആണോ മനസ്സിലായില്ല ഹുദ സി സി ഇറ്റ് ഇൻവോൾവ്സ് യൂസിങ് എ ഡ്രഗ് ഇൻ എ മാനർ നോട്ട് സ്പെസിഫൈഡ് ആൻഡ് അപ്രൂവ്ഡ് ലേബലിംഗ് അല്ലെ സ്പെസിഫൈ ചെയ്തിട്ടില്ല എന്നേ ഉള്ളൂ ഇറ്റ് കനോട്ട് ബി പ്രൊമോട്ടഡ് ബൈ ഇപ്പോൾ ഫാർമസ്യൂട്ടിക്കൽ കമ്പനീസ് പാമിട്രിപ്ലിൻ ആന്റി എപ്പിലെപ്റ്റിക് ആയിട്ടേ പ്രൊമോട്ട് ചെയ്യാൻ പാടുള്ളൂ മൈഗ്രെയിനെ പ്രൊമോട്ട് ചെയ്യാൻ പാടില്ല അപ്രൂവ്ഡ് യൂസിന് മാത്രം എന്ത് ചെയ്യാൻ പാടുള്ളൂ ഡ്രഗ്സ് പ്രൊമോട്ട് ചെയ്യാൻ പാടുള്ളൂ ഓക്കെ ക്ലിയർ അല്ലേ ഓക്കെ ഇതും കൂടി കേട്ടോ രണ്ട് സ്ലൈഡും കൂടി കേട്ടോ റൈറ്റ് ഹാൻഡ്രസൺ ഹാസൽബാച്ച് ഇക്വേഷൻ ഇവിടുന്ന് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് അതുകൊണ്ട് റൈറ്റ് ഹാൻഡ്രസൺ ഹാസൽബാച്ച് ഇക്വേഷൻ ഓക്കെ ഇപ്പോൾ ഒരു പി എച്ചില് പെർട്ടിക്കുലർ പി കെ തന്നിട്ടുണ്ടെന്ന് വെക്കുക പി കെ തന്നിട്ടുണ്ടെങ്കിൽ അത് ഒരു പെർട്ടിക്കുലർ പി എച്ചിൽ എത്രമാത്രം അയനൈസ് ചെയ്ത് നിൽക്കും അല്ലേ ഓക്കെ അതിനാണ് നമ്മൾ ഹാൻഡ്രസൺ ഹാസൽബാച്ച് ഇക്വേഷൻ വഴി മനസ്സിലാക്കുക എന്താ പറഞ്ഞാൽ ഡ്രഗിന്റെ പി കെ തന്നിട്ടുണ്ടെങ്കിൽ ഒരു പെർട്ടിക്കുലർ പി എച്ചിൽ അത് എത്രമാത്രം അയനൈസ് ചെയ്ത് നിൽക്കും എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ വേണ്ടിയുള്ള ഫോമുലയാണ് എന്ത് ആൻഡർസൺ ഹാസൽബാച്ച് ഇക്വേഷൻ ഓക്കെ ഒരു ഫോമുല പഠിച്ചാൽ മതി പി എച്ച് ഇസ് ഈക്വൽ ടു പി കെ പ്ലസ് ലോ അയനൈസ്ഡ് ബൈ അൺഅയനൈസ്ഡ് ഇതാണ് ഇങ്ങനെയുള്ള നിൽക്കുക അല്ലേ അപ്പൊ ദിസ് ഇസ് എന്ത് പി എച്ച് ഇസ് ഈക്വൽ ടു പെർട്ടിക്കുലർ ഡ്രഗിന്റെ പി കെ പ്ലസ് ലോ അയനൈസ്ഡ് ബൈ അൺഅയനൈസ്ഡ് റൈറ്റ് അൺഅയനൈസ്ഡ് എങ്ങനെ കാണാം ക്വസ്റ്റൻ എങ്ങനെ വരാം A weak drug has a pK of 5. Okay. What is the ratio of ionized to unionized form at pH 7? pH 7 unionized to ionized form ratio എന്താണ് ചോദ്യം ഓക്കെ ഫോമിൽ എന്താ pH is equal to pK plus log by unionized അല്ലേ അപ്പൊ pH എത്രയാ 7 pK എത്രയാ 5 plus log x എടുക്കുക ഓക്കെ അയനൈസ്ഡ് ബൈ അയനൈസ്ഡ് ഓക്കെ ഇതെങ്ങനെ കിട്ടുക ലോഗ് എക്സ് ഇസ് ഈക്വൽ ടു 7 - 5 അല്ലേ എന്ത് കിട്ടി 2 കിട്ടി ഓക്കെ ലോഗ് എക്സ് അപ്പൊ ഒരു കാര്യം ഓർക്കുക ഇങ്ങനെ ആൻസർ വന്നു കഴിഞ്ഞാൽ ഇതിന്റെ ആൻസർ എന്താ നമുക്ക് ഡൗട്ട് ഉണ്ടാവും അപ്പോൾ ലോഗ് എക്സ് ടു ദ ബേസ് 10 എന്നാണ് ഇതിനർത്ഥം ഓക്കെ ടു ദ ബേസ് 10 ശരിക്കും ഇതിനർത്ഥം എന്താണെന്ന് വെച്ചാൽ 10 to the power 2 എന്നാണ് ഓക്കെ ഇവിടെ എന്താണോ വാല്യൂ വരിക അതിന്റെ പവർ എത്രയാ 10 to the power 2 എന്നാണ് ഓക്കെ ലോഗ് റിമൂവ് ചെയ്യുമ്പോൾ നമ്മളിവിടെ ലോഗ് ടു ദ ബേസ് 10 എന്നല്ല പറഞ്ഞത് ആ ലോഗ് റിമൂവ് ചെയ്യുമ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു 10 സ്ക്വയർ എന്ന് വരും മനസ്സിലാവുണ്ടോ എക്സ് റേസ് ടു 2 എന്ന് വരും ഓക്കെ അപ്പൊ എത്ര വരാം 100 എന്നല്ലേ മനസ്സിലുണ്ടോ 100 എന്ന് വരാം അപ്പൊ 100 എന്ന് പറഞ്ഞാൽ എന്താ ഇതിന്റെ വാല്യൂ എന്താണ് 100 ആണ് അല്ലേ 100/1 എന്നല്ലേ 100 എന്ന് പറഞ്ഞ അപ്പൊ അയനൈസ്ഡ് എത്ര 100 പാർട്സ് അൺഅയനൈസ്ഡ് എത്ര 1 പാർട്ട് ക്ലിയർ ആണോ ഏത് വാല്യൂ എക്സ് കിട്ടിയാലും അത് 10 to the power അത്രയാണെന്ന് ഓർക്കുക ക്ലിയർ എനിക്ക് വേറെ രീതിയിലും ചോദിക്കാം ഇപ്പൊ ഡ്രഗിന് പി കെ എത്ര പി എച്ച് എത്രമാത്രം ലിപ്പിഡ് സോളബിൾ ആയി നിൽക്കും എന്ന് ചോദ്യമുണ്ട് ലിപ്പിഡ് സോളബിൾ ഫോമിൽ ലിപ്പിഡ് സോളബിൾ എന്ന് ഉദ്ദേശിച്ചത് എന്താ അൺഅയനൈസ്ഡ് ഫോമിൽ ഓക്കെ ഓക്കെ അപ്പൊ ഇതിലും അത് തന്നെ ചെയ്യേണ്ടത് എന്ത് പി എച്ച് ഇസ് ഈക്വൽ ടു പറഞ്ഞോളൂ ഫോർമുല പറയും പി എച്ച് ഇസ് ഈക്വൽ ടു പി കെ പ്ലസ് ലോഗ് അയനൈസ്ഡ് ബൈ അൺഅയനൈസ്ഡ് അല്ലേ ഇതല്ലേ ഓക്കെ ഫോർമുല അപ്ലൈ ചെയ്യാം എന്ത് 4.4 ഇസ് ഈക്വൽ ടു 2.4 പ്ലസ് ഇത് അല്ലേ സോൾവ് ചെയ്യുമ്പോൾ തന്നെ കിട്ടുക 4.4 മൈനസ് 2.4 ചെയ്ത് എത്ര കിട്ടി 10 സ്ക്വയർ വിച്ച് ഇസ് 100 എന്ന് കിട്ടും അല്ലേ ഇത് എന്താണ് 100/1 ആണ് അല്ലേ 100 പാർട്സ് അയനൈസ് നിൽക്കുമ്പോൾ ഒരു പാർട്ട് എന്ത് ചെയ്യും നിൽക്കും പെർസെന്റേജ് അല്ലേ ചോദിച്ചിരിക്കുന്നത് അൺഅയനൈസ്ഡിന്റെ അല്ലേ പെർസെന്റേജ് എന്ന് പറഞ്ഞാൽ എന്താ നമുക്ക് നമ്മളെപ്പോഴാ പെർസെന്റേജ് ആണ് എനിക്ക് എത്ര മാർക്ക് കിട്ടി ബൈ ടോട്ടൽ മാർക്ക് എത്ര അല്ലേ അതല്ലേ അപ്പൊ ഇവിടെ എത്രയാണ് അൺഅയനൈസ്ഡ് നിൽക്കുന്നത് 1% അല്ല 1 അല്ലേ ഒരു പാർട്ട് അൺഅയനൈസ്ഡ് നിൽക്കും ടോട്ടൽ എത്രയുണ്ട് അൺഅയനൈസ്ഡ് പ്ലസ് അയനൈസ്ഡ് അല്ലേ ടോട്ടല് 101 അല്ലേ അല്ലേ ദാറ്റ് ഇൻറ്റു 100 അല്ലേ നിങ്ങൾക്ക് എത്ര കിട്ടും 0.99 ഇൻറ്റു 100 കിട്ടും അത് ഏകദേശം എത്രയാ 1 അല്ലേ ക്ലിയർ ഈസിയാണ് സംഭവം ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ വരുള്ളൂ ക്ലിയർ അല്ലേ റൈറ്റ് ഓക്കെ ഇതും കൂടി പറഞ്ഞിട്ടെ ലാസ്റ്റ് ആണ് ചോദിക്കും വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ കേട്ടോ ലാസ്റ്റ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഷോ എൻഹാൻസ്ഡ് എക്സ്ക്രീഷൻ ആസിഡിക് യൂറിൻ ആസിഡിക് യൂറിനിൽ ആസിഡിക് ആണ് യൂറിൻ എങ്ങനെ ആസിഡിക് ആണ് ഓക്കെ ആസിഡിക് യൂറിനിൽ എൻഹാൻസ്ഡ് എക്സ്ക്രീഷൻ കാട്ടുന്ന ഡ്രഗ് ഏതാ ഓക്കെ നമ്മൾ എന്താ അസ്യൂം ചെയ്യേണ്ടത് പി എച്ച് പി കെനെ കാട്ടിയും കുറവാണെന്ന് അർത്ഥം ഓക്കെ അപ്പൊ ഇവിടെ
എച്ച് പി കെനെക്കാട്ടി കുറവാണെങ്കിൽ പി എച്ച് എത്രയാ? 3.3 അല്ലേ? അതിന്റെ താഴെയല്ലേ? അല്ലേ? പി എച്ച് പി കെനെക്കാട്ടിയും കുറവാണ്. ഇവിടെ പി കെ എത്രയാ? 3.3. ഓക്കെ, അങ്ങനെ വേണ്ട, ആസിഡിക് ആണെന്ന് നിൽക്കുക അല്ലേ? പി എച്ച് ആസിഡിക് എന്ന് പറഞ്ഞത് 0 to 7 വരെ എന്താണ്? ആസിഡിക് അല്ലേ? 7 to 14 എന്താ? ബേസിക് അല്ലേ? ആണോ? ആണ്. പി എച്ച് ഇവിടെ എത്ര? ആസിഡിക് അല്ലേ? പി കെക്കാട്ടിയും കുറവാണെന്ന് പറയുമ്പോൾ 3.3നെക്കാട്ടിയും താഴെയാണ് അല്ലേ? ആസിഡിക് ആണ്. ഇവിടെ എന്താ? ഇവിടെയും ആസിഡിക് ആണ് അല്ലേ? ഇതെന്താണ്? ഏകദേശം ആസിഡിറ്റി കുറവാണെന്ന് അർത്ഥം. ഓക്കെ, റൈറ്റ്. ഇതും എന്താണ്? ആസിഡിറ്റി കുറവാണ്. ഇനി എനിക്കൊരു കാര്യം പറഞ്ഞു, ഒരു സാധനം എക്സ്ക്രീറ്റ് ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ, കിഡ്നിയിലൂടെ എക്സ്ക്രീറ്റ് ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ അയനൈസ്ഡ് ആയിട്ടിരിക്കണോ അൺഅയനൈസ്ഡ് ആണോ? ആ, അയനൈസ്ഡ് ആയിട്ട് ഇരിക്കണം അല്ലേ? ഓക്കെ, ആസിഡിക് ഡ്രഗ് ഏത് പി എച്ചിലാണ് അയനൈസ്ഡ് ആയിട്ടിരിക്കുക? ബേസിക് പി എച്ചിലാണ് അല്ലേ? അല്ലെ, ബേസിക് ഡ്രഗ്സ് ആസിഡിക് പി എച്ച് അല്ലേ? അപ്പൊ ബേസും ആസിഡും ഒക്കെ ആസിഡിക് ആണ്. അപ്പോ ആസിഡിക് ഡ്രഗ്സ് എന്തായാലും ആസിഡിക് പി എച്ചിൽ അയനൈസ് ചെയ്ത് നിൽക്കില്ലല്ലോ? ഇല്ല, ആസിഡിക് ഡ്രഗ്സ് ആസിഡിക് പി എച്ചിൽ അയനൈസ് ചെയ്ത് നിൽക്കില്ല. അപ്പൊ ആൻസർ ഒന്നല്ലെങ്കിൽ എ അല്ലെങ്കിൽ സി ആണ് അല്ലേ? അത്രയും മനസ്സിലായോ? എ ഓർ സി ആണ് അല്ലേ? ഇനി ഒരു കാര്യം ഓർക്കുക, ഒരു ആസിഡിക് ഡ്രഗ് ഏറ്റവും കൂടുതൽ ആസിഡിക് ആവുക അതിന്റെ പി കെ കുറയുമ്പോഴാണ്. എഴുതി വെച്ചോളൂ, ആസിഡിക് ഡ്രഗ്സ് നല്ലോണം ആസിഡിക് ആവുക എപ്പോഴാണ്? പി കെ കുറയുമ്പോഴാണ്. ബേസിക് ഡ്രഗ്സ് സ്ട്രോങ് ബേസ് എപ്പോഴാവുക? പി കെ കൂടുമ്പോഴാണ്. ഓക്കെ, കോൺസെപ്റ്റ് മനസ്സിലായതൊക്കെ സുഖമാണ്. ഒരൊറ്റ മിനിറ്റ് കേട്ടോ, പറഞ്ഞുതരാം. എന്താ പറഞ്ഞ? ആസിഡിക് ഡ്രഗ്സിന്റെ കേസിൽ പി കെ കുറയണ അനുസരിച്ച് എന്ത് ചെയ്യും? ആസിഡിറ്റി കൂടും, സ്ട്രോങ് ആവും. ഓക്കെ, നിങ്ങൾക്ക് പി കെ കുറയണ അനുസരിച്ച് സ്ട്രോങ് ആവും. ഓക്കെ, ബേസിക് ആണെങ്കിലോ, ബേസിക് ഡ്രഗ് ആണെങ്കിൽ പി കെ കൂടുന്നതനുസരിച്ച് എന്ത് ചെയ്യും? സ്ട്രോങ് ആവും. ഓക്കെ, എന്റെ ചോദ്യം, സ്ട്രോങ് ആസിഡ് ആണോ വീക്ക് ആസിഡ് ആണോ അയനൈസ് ചെയ്ത് നിൽക്കുക? കൂടുതൽ നല്ലോണം അയനൈസ് ചെയ്ത് നിൽക്കുന്നത് ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണോ അതോ അസിറ്റിക് ആസിഡ് ആണോ? അയനൈസേഷൻ കൂടുതൽ ആർക്കാ? ഹൈഡ്രോക്ലോറിക് ആസിഡ്. കാരണം എന്താ? സ്ട്രോങ് അല്ലേ? ഓക്കെ, അപ്പോൾ അയനൈസേഷൻ ആർക്കും എപ്പോഴും കൂടുതൽ സ്ട്രോങ് ആയ സാധനത്തിനാണ് അല്ലേ? അല്ലേ? ആണ്. ഓക്കെ, വീക്ക് ബേസിൽ നമ്മൾ പറഞ്ഞ ഒന്നില്ലെങ്കിൽ എ അല്ലെങ്കിൽ സി. ഇതിൽ ഏതാണ്? പി കെ 3, പി കെ 6.8. ഏതാണ് കൂടുതൽ സ്ട്രോങ് ബേസ്? ബേസ് പി കെ കൂടുമ്പോൾ സ്ട്രോങ് ആവുക അല്ലേ? ആസിഡ് ആണ് പി കെ കുറയുമ്പോൾ സ്ട്രോങ് ആവുക. അത് മനസ്സിലാക്കി വെക്കുക. ആസിഡിക് പി എച്ചിലോട്ട് പോകുമ്പോൾ സ്ട്രോങ് ആവും. പി കെ ഉണ്ട്, പി കെന്റെ കേസ് ആണ്, പി കെ ആണ് കേട്ടോ, പി എച്ച് അല്ല, പി കെ. പി എച്ചിന്റെ കേസിലും അങ്ങനെ തന്നെ അല്ലേ? 0 എത്തുന്നതോറും അല്ലേ സ്ട്രോങ് ആവുക? അതേപോലെ നോക്കുക, ആസിഡിക് ഡ്രഗ്സ് എപ്പോഴാണ് സ്ട്രോങ് ആവുക? പി കെ കുറയുമ്പോൾ. ബേസിക് ഡ്രഗ്സ് എപ്പോഴാണ് സ്ട്രോങ് ആവുക? പി കെ കൂടുമ്പോൾ. ഇവിടെ ആരും സ്ട്രോങ് ബേസ് 3.3 ആണോ സ്ട്രോങ്? 6.8 ആണോ സ്ട്രോങ്? 6.8 അല്ലേ? അപ്പൊ ഇതല്ലേ കൂടുതൽ അയനൈസ് ചെയ്യാം അല്ലേ? അപ്പൊ ഇതല്ലേ കൂടുതൽ എലിമിനേറ്റ് ചെയ്ത് പോവുക ആണോ? അല്ലേ? അപ്പൊ ആൻസർ എന്താ? സി. ക്ലിയർ?